എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജോയ്സ് ടിവിയിലൂടെയുള്ള ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാവരും കർത്താവില് സന്തോഷമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സഹോദരിയാണ് തന്റെ ജീവിതത്തിന്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത്. ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടില് ജനിച്ചു വളർത്തപ്പെട്ടു ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും കഷ്ടങ്ങളും ഭർത്താവിന്റെ പെട്ടെന്നുള്ളതായ വേർപാടും അങ്ങനെ ഒക്കെ ഒരുപാട് സഹിച്ച് വിദേശത്ത് വെച്ച് കർത്താവിനെ കാണുവാനുള്ള ഒരു ഭാഗ്യം കർത്താവിന്റെ ദാസിക്ക് ദൈവം ഒരുക്കി കൊടുത്തു. കർത്താവ് എങ്ങനെ തന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. തന്റെ ഹസ്ബൻഡിന്റെ മരണം തന്റെ ജീവിതത്തിൽ വലിയൊരു ആഘാതം സൃഷ്ടിച്ച് അതൊക്കെ നമുക്ക് കേൾക്കാം. വലിയൊരു അനുഭവ സാക്ഷ്യമാണ്. നിങ്ങൾ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ഒക്കെ കേട്ടാൽ അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതുപോലെ കടന്നു പോകുന്ന ഒരുപാട് പേര് കാണും. അവർക്കൊക്കെ അത് വലിയൊരു ആശ്വാസവും അനുഗ്രഹവും ജീവനുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയൊക്കെ മനസ്സിലാക്കുവാനും സാധിക്കും. ആ ജീവിതത്തിന്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് ആ പ്രിയപ്പെട്ട സഹോദരിയെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ വളരെ ആദരവോടുകൂടെ സ്വാഗതം ചെയ്തു. ആമേൻ ആമേൻ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. മഞ്ജുഷ എന്തുകൊണ്ട്? ഓക്കെ. മഞ്ജുഷ എവിടെ നിന്നാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്? ഞാൻ ട്രിവാൻഡ്രം വെള്ളനാട് എന്ന പ്രദേശത്ത് നിന്നാണ് ഞാൻ ഈ ജോയ്സ് ടിവിയിലേക്ക് ജോയിൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ മഞ്ജുഷ, വീട്ടില് ആരൊക്കെ ഉണ്ട്? കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാട്ട്. എന്റെ വീട്ടില് അച്ഛൻ, എനിക്ക് 2 മക്കൾ. എന്റെ അമ്മ 3 വർഷത്തിന് മുമ്പ് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ഇപ്പൊ ഞാനും, എനിക്ക് 2 ആൺമക്കളാണ്. ഒരാൾക്ക് 25 വയസ്സ് കഴിഞ്ഞു. മൂത്ത മോൻ 25 വയസ്സ്, ഇളയ മോൻ 20 വയസ്സ്. മൂത്ത മോൻ ഇപ്പോൾ വിദേശത്തായിരിക്കുന്നു ദൈവകൃപയാൽ. ഇളയ മകൻ ഡിഗ്രിക്ക് ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ലാബ് ടെക്നീഷ്യനാണ്. ഞാനൊരു ഒരു പ്രാന്ത പ്രദേശത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ ഓക്കെ മഞ്ജുഷ, ജീവിതാനുഭവം വലിയൊരു അനുഭവമുണ്ട്. കർത്താവിനെ കണ്ടുമുട്ടിയതും കർത്താവ് കൊണ്ടുവന്നതും ജീവിതത്തിൽ തകർന്ന ഒരുപാട് അവസ്ഥകളുണ്ട്. അതിൽ നിന്നൊക്കെ കർത്താവ് പണിഞ്ഞെടുത്തതൊക്കെ ഞങ്ങൾക്ക് കേൾക്കാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നപ്പാ, വാഴ്ത്തുന്നപ്പാ. അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങ് ഞങ്ങളെ സഹായിക്കണേ. പ്രത്യേകാൽ പ്രിയ മഞ്ജുഷയ്ക്കായി പ്രാർത്ഥിക്കുന്നു. അപ്പാ, അങ്ങയെ കണ്ടുമുട്ടുവാനുള്ള ഭാഗ്യം ദൈവം ഒരുക്കി കൊടുത്തതിനായി സ്തോത്രം. അങ്ങ് നടത്തിയ വിധങ്ങളും വഴികളും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളും ഒക്കെ കർത്താവെ ഞങ്ങൾക്ക് ശ്രദ്ധിക്കുവാനും അതിലൂടെ അങ്ങയുടെ നാമം ഉയർത്തപ്പെടുവാനും ദൈവം സഹായിച്ചാട്ട് സമ്പൂർണമായി ഞങ്ങളെ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ലോർഡ് ആന്റി. ഞാൻ എൻ്റെ ജീവിതാനുഭവം അല്പസമയം ഈ ചാനലിലൂടെ, ഈ ജോയ്സ് ടിവിയിലൂടെ പങ്കുവെക്കുവാൻ സർവശക്തനായ ദൈവം എനിക്ക് ഒരുക്കി തന്ന നല്ല അവസരത്തിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ആന്റിയെയും ഫാമിലിയും ടീമിനെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരുവാൻ മുഖാന്തരമായത് എൻ്റെ സിസ്റ്റർ ലോയാണ്. ആ സഹോദരി മുഖാന്തരമാണ് ഞാൻ ഇതിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നത്. ഞാൻ ദൈവത്തിന്റെ വലിയ പദ്ധതി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്നെ അവസ്ഥയിൽ കഴിയുന്ന അനേകർക്ക് ഇത് സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം വേറൊന്നുമല്ല, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന അനുഭവം നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളുവാൻ കഴിയുന്നതല്ല. കാരണം പറയുവാൻ എളുപ്പമാണ്, പക്ഷേ ആ ഒറ്റപ്പെടൽ അതിജീവിച്ച് മുന്നോട്ട് കയറുക എന്നുള്ളത് ദൈവത്തിന്റെ കൃപയില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അതിലേക്ക് കടന്നു കയറുവാൻ കഴിയുകയില്ല. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നതിന്റെ ദൈവമാണ്. ആ ദൈവത്തെ എത്ര മഹത്വപ്പെടുത്തിയാലും സ്തുതിച്ചാലും മതി വരില്ല. എത്രത്തോളം എന്നെ ദൈവം നടത്തി പരിപാലിച്ചു, എല്ലാത്തിനും ഞാൻ ദൈവത്തിന് നന്ദിയും മഹത്വവും അർപ്പിക്കുന്നു. എൻ്റെ പേര് മഞ്ജുഷ. ഞാനൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരു മകളാണ്. എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഹിന്ദു ബാക്ക്ഗ്രൗണ്ടാണ്. എൻ്റെ അച്ഛൻ ഒരു പൂജകളും കർമ്മങ്ങളും ഒക്കെയും ചെയ്യുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് എൻ്റെ അച്ഛനായിരിക്കുന്നത്. എൻ്റെ അമ്മയും അതോടൊപ്പം തന്നെ ഈ മരിച്ചുപോയ ആത്മാക്കളെ വെച്ച് പൂജിക്കുക എന്നൊക്കെയുള്ള നിലവാരങ്ങളിലുള്ള ഒരു കുടുംബത്തിലാണ് എൻ്റെ അമ്മയെ ജനിച്ചു വളർത്തപ്പെട്ടത്. അവരുടെ 2ാമത്തെ മകളായാണ് ഞാൻ ജനിച്ചത്. ഈ സാഹചര്യത്തിൽ വളർന്നു വരവേ എൻ്റെ 19ാമത്തെ വയസ്സിൽ എൻ്റെ വിവാഹം കഴിയുവാൻ ഇടയായി തീർന്നു. ഈ 19 വയസ്സിന് പെട്ടെന്നൊരു വിവാഹം നടത്തുവാൻ കാരണം തന്നെ അമ്മ ഒരു ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു. അപ്പോൾ ഒരു മകളുടെ വിവാഹം, നമ്മൾ വളരെ ദരിദ്ര കുടുംബത്തിലായിരുന്നു. എൻ്റെ അച്ഛൻ കൂലിപ്പണിയായിരുന്നു. അമ്മ ഒരു വീട്ടു ജോലിക്കാണ് പോയിക്കൊണ്ടിരുന്നത്.
അപ്പോൾ അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അമ്മയുടെ കാലത്ത് പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട് വരുന്നതിന് മുന്നമേ മകളെ ഒരു നല്ല ജീവിതത്തിലേക്ക് ഏൽപ്പിക്കണമെന്ന് വളരെ ആഗ്രഹമായിട്ടായിരുന്നു എൻ്റെ അമ്മയ്ക്ക്. ആ സാഹചര്യത്തിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എൻ്റെ വിവാഹം നടത്തുവാൻ ഇടയായി തീർന്നു. വിവാഹം നടത്തിയതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊന്നും സമ്പാദ്യങ്ങളില്ല, അന്നന്ന് ജീവിച്ചു പോകുന്നു, അതും ബന്ധപ്പെട്ടത് മാത്രം. ആ ഒരു സാഹചര്യത്തിൽ വളർന്ന എനിക്കൊരു കല്യാണം എൻ്റെ വീട്ടുകാർക്ക് നടത്തുവാൻ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അമ്മ ജോലി ചെയ്ത സ്ഥലത്ത് നിന്നും അമ്മ ആ സമയത്ത് ഒരു ഓഫീസിൽ തൂപ്പ് ജോലി ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവിടുത്തെ മാനേജർ ഒരു ലെറ്റർ കൊടുത്തിട്ട് പറഞ്ഞു, ഈ ലെറ്റർ എവിടെ പറയുന്ന സ്ഥലത്തൊക്കെ കൊണ്ട് കാണിക്കുക, അവരെന്തെങ്കിലും ധനസഹായം ചെയ്യും വിവാഹത്തിനായി എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ഒരുപാട് ദിവസങ്ങൾ വർക്ക്ഷോപ്പുകളിലും സ്ഥാപനങ്ങളിലും ഹോട്ടലുകളിലും ഒക്കെയും കൈ നീട്ടും പോലെ, ഭിക്ഷ എടുക്കും പോലെ പൈസ എടുത്താണ് എൻ്റെ വിവാഹം നടത്തുവാനിടയായി തീർന്നത്. അന്നത്തെ സാഹചര്യത്തിൽ വിവാഹം നടത്തുവാനുള്ള സാമ്പത്തികം ഒന്നും നമുക്കില്ല, കാരണം സമ്പാദ്യങ്ങളില്ല, അന്നന്ന് കഴിഞ്ഞു പോകുന്നത് മാത്രം. അങ്ങനെ ഈ ഭിക്ഷ തണ്ടും പോലെയാണ് വിവാഹം നടത്തുവാനിടയായി തീർന്നത്. അപ്പോൾ ഏതൊരു അമ്മയ്ക്കും അപ്പനും മക്കളെ നല്ലൊരാളെ കയ്യിൽ പിടിച്ചേൽപ്പിക്കാൻ എല്ലാവർക്കും സ്വപ്നമാണ്, അവരുടെ ആഗ്രഹമാണ് മക്കളുടെ നല്ല ഭാവി എന്നുള്ളത്. അങ്ങനെ അതേ പ്രതീക്ഷയോടെയാണ് എൻ്റെ അപ്പനും അമ്മയും ആ ഒരു വിവാഹം നടത്തുവാൻ ഇടയായി തീർന്നത്. പക്ഷേ എൻ്റെ വിവാഹം നടത്തുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ആകാൻ പോകുന്ന ആ ഫാമിലിയെ കുറിച്ച് ഒന്നും അന്വേഷിക്കുവാൻ ഇടയായില്ല. പെട്ടെന്നൊരു വിവാഹമായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് വിശദമായിട്ടൊന്നും അന്വേഷിക്കാൻ ഇടയായി തീർന്നില്ല. പക്ഷെ അദ്ദേഹം ഒരു മദ്യപാനിയായിരുന്നു, ഒരു അടിപിടി കേസ് ഗുണ്ടാ സംഘത്തിന്റെയൊക്കെ നേതാവായിരുന്നു. ഇതൊന്നും നമ്മൾ അറിയാതെ പോയി, അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ വിവാഹം നടത്തപ്പെടുവാൻ ഇടയായി തീർന്നു. എന്നാൽ ആ വിവാഹ ജീവിതം കൊണ്ട് ഒരു സന്തോഷവും സമാധാനവും എനിക്ക് ഉണ്ടാകാൻ ഇടയായില്ല. ഒരു 19 വയസ്സെന്ന് പറയുമ്പോൾ പക്വത വളരെ കുറവാണ്, വളരെ ചെറിയ പ്രായമാണ്, മക്കൾ വളരെ പക്വത കുറവാണ്. ആ സമയത്താണ് ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ ഇടയായി തീർന്നത്. അവിടെ ചെന്ന് എനിക്ക് ജീവിതത്തിൽ വലിയ സന്തോഷമൊന്നും തോന്നിയില്ല. പക്ഷെ ആ ജീവിതം അങ്ങനെ ആയിരിക്കും, ഇതാണ് ജീവിതമെന്ന് ഞാൻ വിശ്വസിച്ചു, അങ്ങനെ ജീവിച്ചു പോന്നു. പിന്നെ ദൈവം ഒരു മകനെ തന്നു, മൂത്ത പൈതലിനെ തന്നു. അത് കഴിഞ്ഞ് ജീവിതം വളരെ കഷ്ടങ്ങളിലേക്ക് മാറി. എൻ്റെ ഹസ്ബൻഡ് മദ്യപിച്ചു കൊണ്ടുവന്ന് വളരെ ഉപദ്രവിക്കുവാൻ ഇടയായി തീർന്നു. ഒരുപാട് പീഡനം എൻ്റെ ഭർത്താവിൽ നിന്ന് ഞാൻ അനുഭവിക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. കാരണം പീഡനം മാത്രമല്ല, പോലീസ് കേസുകൾ. ഒരു ഗുണ്ടാ സംഘത്തിന്റെ നേതാവെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അദ്ദേഹം പലരെയും ഈ കുപ്പി പൊട്ടിച്ച് വയറിൽ കുത്തിക്കയറ്റി അവരെ വേറെ രണ്ടായി പിളർന്നു പോകുന്ന അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒളിവിൽ പോകും, പോലീസ് അന്വേഷിച്ചു വരും. ഓർത്തു നോക്കണം ദൈവമക്കളെ, ആ ഒരു സാഹചര്യത്തിൽ വളരുന്ന എൻ്റെ മാനസികാവസ്ഥ വളരെ ദുഃഖകരമായിരുന്നു. ആ സമയത്ത് രണ്ടാമത്തെ മോന് കൺസീവ് ആവാൻ ഇടയായി തീർന്നു. ആ സമയത്ത് 8 മാസമൊക്കെ തികഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു ഫുഡ് പോലും കഴിക്കാനില്ലാത്തൊരു സാഹചര്യമായിരുന്നു. കാരണം ഈ പുള്ളി പിന്നെ കുടുംബം നോക്കില്ല, കൂട്ടുകാരുമായിട്ട് കുളിച്ചും രാഷ്ട്രീയമായിട്ട് അങ്ങ് നടന്നു. അപ്പോൾ നമുക്ക് ഒരു പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരു ലേഡിക്ക് കിട്ടേണ്ട യാതൊരു സംരക്ഷണമോ കരുതലോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായില്ല. ആ സമയത്തൊക്കെയും ഞാന് വളരെയേറെ അന്ന് ദൈവത്തെ അറിഞ്ഞിട്ടില്ല, നമ്മൾ ഹിന്ദുക്കളായിരുന്നു. ആ ഒരു വിഗ്രഹത്തെ സേവിക്കുന്ന ഒരു അനുഭവമാണ്. കാരണം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, കരയുന്നുണ്ട്, പക്ഷേ ഒരു സമാധാനവും നമുക്ക് ലഭിച്ചിരുന്നില്ല. നമ്മൾ നേർച്ചകൾ കഴിക്കുന്നുണ്ട്, നമ്മൾ വഴിപാട് കഴിക്കുന്നുണ്ട്, കാഴ്ചകൾ കഴിക്കുന്നുണ്ട്, പൊങ്കാലകൾ 3 കലത്തിലും 2 കലത്തിലും ഒക്കെ ഇട്ട് പൊങ്കാലകൾ ചെയ്യുന്നുണ്ട്. ഞാൻ ശബരിമല എന്ന് പറയുന്ന ദൈവമെന്ന് ഹിന്ദുക്കൾ പറയുന്ന ആ സ്ഥലത്തൊക്കെ ഞാൻ പോയിട്ടുള്ള ആളാണ്. ഞാൻ വീട്ടിൽ രാമായണം വായിച്ചു കൊണ്ടിരുന്ന ഒരാളാണ്. ഞാൻ ഈ കർക്കടക മാസം, പ്രത്യേക ഒരു മാസങ്ങൾ ഉണ്ടല്ലോ ഹിന്ദുക്കളുടേതായിട്ടുള്ള, ആ മാസങ്ങളിൽ രാമായണം വീട്ടിൽ ഇരുന്ന് വായിക്കും. അതിനകത്തൊരു പോർഷൻ ഉണ്ട്, ഒരു പട്ടാഭിഷേകം എന്നൊരു പോർഷൻ വരുമ്പോൾ വീട്ടിൽ നമ്മൾ പൂജ ചെയ്യാറുണ്ട്. എൻ്റെ അച്ഛൻ മന്ത്രവാദത്തിനും കർമ്മങ്ങൾക്കും ഒക്കെ എൻ്റെ അച്ഛൻ പോയി, രാത്രി അച്ഛൻ ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് ഈ കർമ്മങ്ങൾക്കും മന്ത്രവാദത്തിനും ഒക്കെ കടന്നുപോയി പാതിരാത്രിയൊക്കെയാണ് വരുന്നത്. അവിടെ നിന്ന് കൊണ്ടുവരുന്ന പൊരി, അവല്, പഴം, ഇതൊക്കെ നമ്മൾ കഴിച്ച് മുന്നോട്ട് പോയിട്ടുള്ളതായിട്ട് എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്. എന്നാൽ ആ സാഹചര്യത്തിൽ നിന്നൊക്കെയാണ് ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ ഇടയായി തീർന്നത്. എന്നാൽ അവിടെ എനിക്ക് അനുഭവിക്കേണ്ടി വന്ന കഷ്ടങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും ഇന്ന് ഓർക്കുമ്പോൾ ഞാൻ ഓർക്കും, ദൈവമേ ഇത്രത്തോളം ഞാൻ അനുഭവിച്ചിട്ട് ഇന്ന് എന്നെ ദൈവം കണ്ടതുകൊണ്ടല്ലേ ഞാൻ ഇന്നും ഈ ഭൂമിയുടെ പരപ്പിലായിരിക്കുന്നെന്ന് ഓർക്കുമ്പോൾ എൻ്റെ ദൈവത്തെ എത്ര സ്തുതിച്ചാലും എനിക്ക് മതി വരില്ല. അത് അത്രയും സ്നേഹമാണ് എൻ്റെ ദൈവം എനിക്ക് ഇന്നും നൽകിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആ സാഹചര്യത്തിൽ
ആ ഒരു 8 മാസം എന്റെ ഇളയ മകൻ 8 മാസം വയറിൽ പൂർത്തിയാകുന്ന സമയത്ത് എന്റെ ഹസ്ബൻഡ് വാതിലിങ്ങ് പിടിച്ചടയ്ക്കുവാനൊക്കെ പിടിച്ചിങ്ങ് വയറിൽ അടിക്കാനൊക്കെ ഇടയായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഓർത്തു കുഞ്ഞും ഞാനും ഒക്കെ മരിച്ചു പോകും എന്നുള്ള അവസ്ഥകളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ആഹാരം പോലും കഴിക്കാനില്ല. ഞാൻ എന്റെ അമ്മയും അച്ഛനും വാടക വീട്ടിലാണ് താമസിക്കുന്നത്. എന്റെ വീട്ടിൽ നിറക്കി വിട്ടതാണ് അവരെ. എന്റെ ഹസ്ബൻഡിന് ഒരുപാട് പീഡനം എന്റെ അമ്മയും അച്ഛനും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്റെ അമ്മയെ അടിക്കുകയും ഷൂ കൊണ്ട് ചവിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ എനിക്ക് അവിടെ പോയി ഫുഡ് കഴിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, എന്നാലും അവരെ പെറ്റ അമ്മയുടെ മനസ്സ് എല്ലാം അറിയാമല്ലോ. എന്നെ വിളിക്കുകയും ഒരു ഫുഡ് എനിക്ക് ഉണ്ടാക്കി തരുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഹസ്ബൻഡിന്റെ അച്ഛൻ നേരത്തെ വിവാഹത്തിന് മുന്നേ മരിച്ചു പോയതാണ്. ഒരു കുളത്തിൽ വീണ് മരിച്ചുപോയി. അമ്മ എന്ന് പറയുന്നത് അമ്മയെ പോലും മാറ്റിയാണ് കല്യാണം കഴിപ്പിച്ചത്. ആ അമ്മ ചാരായം കച്ചവടമൊക്കെ നടത്തുന്ന ഒരു അമ്മയായിരുന്നു. ആ ഒരു കുടുംബത്തിൽ പെണ്ണയക്കില്ല എന്നുള്ളത് കൊണ്ട് ആ അമ്മയെ പൂട്ടിയിട്ടിട്ട് അമ്മയുടെ അനിയത്തിയാണ് അമ്മയായിട്ട് കൊണ്ടുവന്ന് നമ്മളെ കാണിച്ചത്. മൊത്തത്തിൽ നമ്മളെ ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞ വളരെ വഞ്ചനയാണ് നമ്മളെ കുടുംബത്തോടും ചെയ്തത്. പിന്നെയാണ് ഇതൊക്കെ നമുക്ക് അറിയാനിടയാ. പക്ഷെ അപ്പോഴേക്കും സമയം കൈവിട്ടുപോയി, വൈകിപ്പോയിരുന്നു. ബന്ധുക്കളെന്ന് പറയാൻ കുഞ്ഞമ്മ മക്കൾ, എന്റെ ഹസ്ബൻഡ് അച്ഛനും അമ്മയ്ക്ക് ഒരു മോനേ ഉള്ളൂ. വേറെ കൂടെ പറഞ്ഞവരാരുമില്ല. വേറെ കുഞ്ഞമ്മ മക്കളൊക്കെ ഉള്ളൂ. അപ്പൊ ആ സാഹചര്യത്തിൽ എന്റെ ഹസ്ബൻഡ് എങ്ങനെയോ ജനിച്ചു, എങ്ങനെയോ വളർന്നു. ആ ഒരു സാഹചര്യത്തിൽ വളർന്ന ഒരു വ്യക്തിക്ക് സ്നേഹത്തെ കുറിച്ചോ കരുതലിനെ കുറിച്ചോ ഒന്നും അറിയില്ല. കൂട്ടുകാര്, മദ്യപാനം, അടിപിടി, ഇതൊക്കെയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ അനുഭവിക്കണം എന്നുള്ളതായിരിക്കാം. അതുകൊണ്ടായിരിക്കും ആ ഒരു കുടുംബത്തിൽ എനിക്ക് ചെന്ന് കയറേണ്ടി വന്നത്. അങ്ങനെ ആ സമയത്ത് എന്റെ ഇളയ മോന് ഡെലിവറി ടൈമായി. ആ സമയത്ത് പോലും വലിയ സഹകരണമൊന്നും പുള്ളിക്കാരൻ തന്നിട്ടില്ലായിരുന്നു. ഡെലിവറി കഴിഞ്ഞു. എന്നെ നോക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് എന്റെ അമ്മ പറഞ്ഞു, ഞാൻ തന്നെ അവളെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ അമ്മയുടെ വീട്ടിൽ ഞാൻ താമസിക്കുവാനിടയായി, പ്രസവാനന്തര ശുശ്രൂഷയ്ക്കായിട്ട്. ആ സമയത്ത് ആ പ്രസവാനന്തര ശുശ്രൂഷയ്ക്കായിട്ട് എന്റെ അമ്മയുടെ ഭവനത്തിൽ ഞാൻ കഴിയുമ്പോൾ എന്റെ ഹസ്ബൻഡ് മറ്റൊരു സ്ത്രീയുമായി ബന്ധം കൂടുവാനിടയായി തീർന്നു. അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതില്ല. കാരണം അടിയും പിടിയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് സഹിക്കും. പക്ഷേ വിശ്വാസ വഞ്ചന കാണിക്കുന്നതോട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയില്ലായിരുന്നു. പക്ഷെ ഞാൻ അറിഞ്ഞില്ലായിരുന്നു. പ്രസവം കഴിഞ്ഞ് 3 മാസമായി, 3.5 മാസമായിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നില്ല. കാരണം എന്റെ ഭവനം എനിക്ക് എഴുതി തന്ന വീട്ടിൽ തന്നെയാണ് ഞാനും എന്റെ ഭർത്താവും എന്റെ മക്കളും താമസിക്കുന്നത്. പുള്ളിക്ക് ഭവനമോ വസ്തുവോ വീടോ ഒന്നുമില്ല. കുഞ്ഞമ്മയുടെ വീട്ടിലാണ് എന്നെ കെട്ടിക്കൊണ്ടു പോയത് പോലും, കുഞ്ഞമ്മയുടെ ഭവനത്തിലാണ്. സ്വന്തമായിട്ട് ഒന്നുമില്ല. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് അദ്ദേഹവും താമസിക്കുന്നത്. എന്റെ വീട്ടിൽ അമ്മ വാടക വീട്ടിൽ കഴിഞ്ഞ അമ്മയുടെ വീട്ടിൽ നിന്നും എന്റെ വീട്ടിലേക്ക് പുള്ളി കൂട്ടിക്കൊണ്ടുവരുവാൻ തയ്യാറായില്ല. അക്കാരണത്താൽ എന്റെ പിതാവ് എന്നെ നിർബന്ധപരമായി എന്റെ ഭവനത്തിൽ കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. അന്നൊരിക്കലും എന്റെ ഭർത്താവ് ഒരു സ്നേഹമോ ഒരു പരിഗണനയോ എനിക്ക് തന്നില്ല. ആ സമയത്താണ് ഞാൻ അറിയുന്നത് അദ്ദേഹത്തിന് മറ്റു സ്ത്രീകളുമായി ബന്ധമുണ്ടെന്ന് ഞാൻ അറിയുവാൻ ഇടയായി തീർന്നു. എങ്കിൽ എനിക്ക് ചോദിക്കാൻ പേടിയായിരുന്നു. കാരണം ഭർത്താവിന്റെ ഉപദ്രവം അത്രയും സഹിക്കേണ്ടി വരുമെന്ന് എനിക്കറിയാം. കാരണം ഒരു സമയത്ത് ഞാൻ ഓർക്കുന്നു, എന്റെ കുഞ്ഞ് ജനിച്ചതിന് ശേഷം, രണ്ടാമത്തെ മകന് ജനിച്ചതിന് ശേഷം അദ്ദേഹം കുളിച്ചിട്ട് വന്നിട്ട് രാത്രി 1 മണിക്ക് കുളിച്ചിട്ട് വന്നിട്ട് ഇനി എന്നും അത് ഓർക്കുമ്പോൾ എനിക്ക് കണ്ണ് നിറയും. കാരണം ഒരു കുപ്പിയിലെ മണ്ണെണ്ണ മൊത്തം എടുത്ത് എന്റെ ദേഹത്ത് ഇങ്ങനെ ഒഴിച്ചിട്ട് എന്നെ കത്തിക്കുവാൻ തീപ്പെട്ടി അന്വേഷിച്ച് നടന്ന നാളുകൾ എന്റെ കൺമുമ്പിൽ ഇന്നും ഉണ്ട്. ദാവീദ് പറഞ്ഞതുപോലെ അമ്മയുടെ പിണ്ടാകാരത്തിൽ ഉരുവായപ്പോഴേ കണ്ട ദൈവമാണ് എന്നെ. അതുകൊണ്ട് അങ്ങനെ നശിച്ചു പോകാൻ എന്റെ ദൈവം എന്നെ അനുവദിച്ചില്ല. ആ ദൈവം എത്ര വലിയവൻ! ഇന്ന് ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുവാൻ ഈ വേദിയിലായിരിക്കുന്നുവെങ്കിൽ അന്ന് ഞാൻ കത്തിയിരിയേണ്ടവളല്ല എന്ന് എന്റെ ദൈവം മുന്നമേ നിശ്ചയിച്ചിരുന്നു. അന്ന് തീപ്പെട്ടി നോക്കിയപ്പോൾ തീപ്പെട്ടി കണ്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ജീവനോടെ ഈ ഭൂമിയുടെ പരപ്പിലായിരിക്കുന്നത്. ഒരുപാട് പീഡകൾ, ഒരുപാട് ഉപദ്രവങ്ങൾ, ചവിട്ട്, ഇടി, മുടിയതിനെ കുത്തിപ്പിടിച്ചിട്ട് ഈ ചുവരിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും എന്റെ അമ്മയും അച്ഛനും എന്നെ കൊന്നുകളയുന്ന ഭയത്താൽ പിന്നെ എന്റെ ഭർത്താവ് എന്നെയും കൊണ്ട് മറ്റൊരു വീട്ടിലേക്ക് മാറി. അപ്പോൾ അവിടുത്തെ ഉപദ്രവം എന്റെ അമ്മയും അച്ഛനും വളരെ ഭയന്നിരുന്നു. എന്നെ കൊന്നുകളയുമോ എന്ന് പേടിച്ചു. അങ്ങനെ അവർ അടുത്ത വീട്ടിൽ വന്നിരുന്ന് ഒളിച്ചിരുന്ന് എനിക്ക് എന്ത് ഭവിക്കും, അവർക്ക് എന്തെങ്കിലും ആപത്ത് വരുമോ എന്ന് ഓർത്ത് അച്ഛനും അമ്മയും കരഞ്ഞ് തൊട്ടടുത്തൊരു വീട്ടിൽ വന്നിരുന്ന നാളുകളുണ്ട്. എനിക്കൊന്നും എതിർത്ത് പറയാൻ കഴിയില്ല. അദ്ദേഹം അത്ര മദ്യപാനിയും ഉപദ്രവവുമായിരുന്നു. എന്റെ മൂത്ത മോനെ എന്നെ അടിക്കുന്നത് കണ്ടിട്ട് എന്റെ മകൻ ചെന്ന് എന്റെ ഹസ്ബൻഡിന്റെ കാലിൽ പിടിച്ചു. അച്ഛ, അമ്മ ഒന്നും ചെയ്യല്ലേ അച്ഛ എന്ന് കാലിൽ പിടിച്ചപ്പോൾ കാൽ പൊക്കി മോനെ കിണ്ടി ഒറ്റ എറിഞ്ഞത് മറ്റൊരു വണ്ടിയുടെ സൈലൻസറിന്റെ കീഴിലാണ് ചെന്ന് കുഞ്ഞ് വീണ്
ആ സൈലൻസറിന്റെ ചൂട് കൊണ്ട് എന്റെ മോന്റെ കാല് പൊള്ളിയത് ഇന്ന് ഞാൻ ഓർക്കുന്നു. അന്ന് എന്റെ ഇളയ മോൻ 6 മാസമേ പ്രായമുള്ളൂ. അവനെ കയ്യിൽ പിടിച്ച് ഒക്കത്തെടുത്ത് മൂത്ത മോനെ കയ്യിൽ പിടിച്ച് അവരുടെ പഠിക്കേണ്ട ബാഗും തൂക്കി ഞാൻ രാത്രികളിൽ ഓടിയത് എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്. കാരണം ഞാൻ ഓടിയത് എന്റെ മരണത്തെ ഭയന്നിട്ടല്ല, എന്റെ കുഞ്ഞുങ്ങളെ ജീവൻ ആപത്ത് വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. കാരണം മദ്യപാനിയ ഒരു മനുഷ്യന്റെ മുമ്പിൽ ഒന്ന് സമാധാനവും പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയും കഷ്ടതയിലൂടെ വന്ന ഞാന് പിന്നെ അദ്ദേഹം നാട് വിട്ടു പോകുമ്പോലെ ഒരു ദിവസം ഇറങ്ങി വീട്ടിൽ നിന്ന് പോയി. അന്ന് ഞാൻ വളരെ പട്ടിണിയാണ്. എന്റെ ഇളയ മകന് ഒരു ആഹാരത്തെ ഒരു നേരത്തെ ഞാൻ പിന്നെ അച്ഛനും അമ്മയുടെ വീട്ടിൽ പോകാതെ, കാരണം അവരെ ഇനിയും ബുദ്ധിമുട്ടിക്കുന്നത് എന്തിന്. കാരണം ആദ്യം മൂത്ത മോൻ ഉണ്ടായതിനു ശേഷം ഹസ്ബൻഡിന്റെ സ്വഭാവത്തിന് മാറ്റം വന്നപ്പോൾ എന്റെ അമ്മ അച്ഛനും നല്ലപോലെ പറഞ്ഞു, മക്കളെ ഇനി അവൻ വന്ന് വിളിച്ചാൽ നീ പോകരുത്, നമുക്ക് ഒരു കുഞ്ഞുണ്ട്, അത് മതി, ഇനി നമുക്ക് ഈ പോകല്ലേ മക്കളെ എന്ന്. പക്ഷേ ഹസ്ബൻഡിനോടുള്ള വിശ്വാസവും സ്നേഹവും കൊണ്ട് ഞാൻ വീണ്ടും അദ്ദേഹത്തോട് വിളിക്കുമ്പോഴൊക്കെ ഞാൻ പോകുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ദൈവം രണ്ടാമത്തെ മകനെ തന്നപ്പോൾ പുള്ളി ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, വീട്ടിൽ വരാതെയായി. പിന്നെ ഞാൻ അതുകൊണ്ട് അമ്മയെ അച്ഛനെ ബുദ്ധിമുട്ടിക്കാൻ പോയില്ല. ഞാൻ വീട്ടിൽ അവന്റെ മോന് 6 മാസം ഇളയ മോന് കൊടുക്കാൻ ആഹാരമില്ലാതെ ഞാൻ അരിമാവ് കലക്കി കൊടുത്തത് ഞാൻ ഇന്ന് ഓർക്കുന്നു. കാരണം അവന് വിശക്കുന്നല്ലോ. അരിമാവ് ഞാൻ കലക്കി കൊടുത്തതും അവൻ അത്രയും ഛർദ്ദിച്ച് വീട്ടിയതൊക്കെ ഞാൻ ഇന്ന് ഓർത്ത് ഞാൻ കണ്ണ് നിറയാറുണ്ട്. കാരണം ഇന്ന് അവന് പൊറോട്ട ഇറച്ചിയൊക്കെ കഴിക്കുമ്പോൾ ഞാൻ ഓർക്കും ചിലപ്പോൾ, അന്ന് അരിമാവ് കഴിച്ച മകനാണ് ഇന്ന് പൊറോട്ട ഇറച്ചിയൊക്കെ കഴിക്കുന്നത്. നല്ലത് അന്ന് ഇത്രത്തോളം ദൈവം കൊണ്ടുവന്നത് ഓർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും അത് വരില്ല. അത്രയും എന്ന് വയസ്സ് ഓർക്കണം. എനിക്ക് 25, 26 വയസ്സ്, 24, 25 വയസ്സൊക്കെ ഉള്ളൂ ആ സമയത്ത്. അങ്ങനെ കഷ്ടതയിലൂടെ കടന്നു വന്ന ഒരു സമയത്ത് പിന്നെ ഞാൻ വളരെ കഷ്ടതയിലായപ്പോൾ ഹസ്ബൻഡിനെ പിന്നെ കാണാനില്ല, അദ്ദേഹം എവിടെയാണെന്ന് അറിയത്തില്ല. അങ്ങനെ അച്ഛനും അമ്മയും നിർബന്ധം കൊണ്ട് എന്നെ വീണ്ടും വിളിച്ച് അവരെ താമസിച്ച വാടക വീട്ടിൽ കൊണ്ടുപോകാൻ ഇടയായി. അന്ന് ഞാൻ വർക്ക് ചെയ്യുന്നത് മെഡിക്കൽ കോളേജിന്റെ ഒരു ഭാഗത്താണ്, ലാബ് ടെക്നീഷ്യൻ ആണല്ലോ. ജോലിക്ക് പോയാലേ പറ്റത്തുള്ളൂ, കാരണം അച്ഛനും ബുദ്ധിമുട്ടിക്കാൻ അധികം കഴിയത്തില്ല. അങ്ങനെ ഞാൻ അവിടെ ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു പ്രഭാതത്തിൽ ഒരു 6 മണി, ഞാൻ ഒരു 6:30 മണിയാകുമ്പോഴേ വീട്ടിൽ നിന്ന് ഇറങ്ങാറ്. ആ സമയത്ത് അദ്ദേഹം ഈ സമയത്ത് പിന്നെ തിരിച്ചു വന്നിട്ട് അമ്മയും അച്ഛനും വാടകയ്ക്ക് താമസിച്ച വീട്ടിൽ വന്ന് അടി ഉണ്ടാക്കാൻ ഇടയായി, എന്നെയും കുഞ്ഞുങ്ങളെ വീട്ടിൽ കൊണ്ടുപോകാൻ. അപ്പം അമ്മ പറഞ്ഞു, ഇനി അപ്പനും അമ്മയും പറഞ്ഞു, ഇനി വിട്ടു തരില്ല, അവളെ കൊല്ലാൻ നമ്മൾ വിട്ടു തരില്ല. എന്നോട് പറഞ്ഞു, നീ വാ, എന്നെ കൂടെ വാ. പക്ഷേ എനിക്ക് അദ്ദേഹം വിശ്വാസ വഞ്ചന കാണിച്ചതും പല സ്ത്രീകളുമായിട്ട് ബന്ധം പുലർത്തിയതും കൊണ്ട് എന്തോ എന്റെ മനസ്സിനകത്ത് ഞാൻ വല്ലാതെ വെറുത്തുപോയി. അതുകൊണ്ട് ഞാൻ ഇനി വരില്ല. അപ്പൊ എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞ വാക്ക് ഞാൻ ഇന്ന് ഓർക്കുന്നു, കുഞ്ഞുങ്ങളെ നീ എനിക്ക് താ, ഞാൻ വളർത്തിക്കോളാം. അപ്പൊ ഞാൻ പറഞ്ഞു, നീ പോയി ആത്മഹത്യ ചെയ്, കുഞ്ഞുങ്ങളെ ഞാൻ വളർത്തിക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ ആത്മഹത്യ ചെയ്യില്ല, എനിക്ക് എന്റെ മക്കളെ വളർത്തണം, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഞാൻ തരില്ല എന്ന് പറഞ്ഞ് ഞാൻ മാറി. ഒരു ദിവസം രാവിലെ ഞാൻ ജോലിക്ക് പോകുന്നതിന് മുന്നമേ എന്റെ സഹോദരന്റെ വീട്ടിലാണ് എന്റെ ഇളയ കുഞ്ഞിനെ ആക്കിയിട്ട് എന്റെ മൂത്ത മോനെ നഴ്സറിയിൽ വിട്ടിട്ട് ഞാൻ ജോലിക്ക് പോകുന്നത്. ഒരു ദിവസം പതുപോലെ അങ്ങനെ ആക്കി ഞാൻ ജോലിക്ക് പോയി. അപ്പോൾ ഒരു ഉച്ചയൊക്കെ ആയപ്പോ എന്റെ അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു, മക്കളെ ഇളയ മോനെ കാണാനില്ല. അന്നും അവന് ഒരു 1.5 വയസ്സേ ഉള്ളൂ, 1.5 ആയിട്ടില്ല, 1 വയസ്സേ ആവുള്ളൂ. ഇളയവനെ കാണാനില്ല. അവൻ എവിടെ പോയി, അവൻ അവിടെ കണ്ടില്ല എന്ന് പറഞ്ഞ് മോന്റെ വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ അവിടുന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് പെട്ടെന്ന്, എനിക്ക് വണ്ടിയുണ്ട്, ഞാൻ പെട്ടെന്ന് ഓടി വന്നു. എന്റെ കുഞ്ഞെവിടെ, അമ്മയ്ക്ക് കുഞ്ഞ് കാണാതെ പോകുന്ന വേദന അറിയാമല്ലോ. ഒരു കുഞ്ഞിനെ കാണാനില്ല, ഒരു പൊടി കുഞ്ഞാണ്, അവൻ എവിടെ പോയി അറിയില്ല. അങ്ങനെ വാവിട്ട് നിലവിളിച്ച് കരഞ്ഞപ്പോൾ ആ വീട്ടിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ഒരു കടയുണ്ട്. അവര് പറഞ്ഞു, അവരോട് അച്ഛൻ പോയി ചോദിച്ചു, എന്റെ മോളെ കുഞ്ഞിനെ നിങ്ങൾ കണ്ടോ? അപ്പൊ അവര് പറഞ്ഞു, ഒരു താടി വെച്ച പയ്യൻ ഒരു ഓട്ടോയിൽ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇവിടെ കൊണ്ടുപോയപ്പോ എനിക്ക് മനസ്സിലായി അവർ അച്ഛനായിരിക്കും, മോന്റെ അച്ഛനായിരിക്കും കൊണ്ടുപോയതെന്ന് മനസ്സിലായി. പക്ഷെ പുള്ളി ഫുൾ മദ്യത്തിനും കഞ്ചാവിനും ഒക്കെ അഡിക്റ്റ് ആയി പോയി. അങ്ങനെ ഒരു വ്യക്തി ഒരു കുഞ്ഞിനെ കൊണ്ടുപോയാൽ എന്ത് ചെയ്യും, നമുക്ക് ഭയക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്നപ്പോൾ എന്റെ ബന്ധുക്കൾ പറഞ്ഞു, സഹോദരനെ പറഞ്ഞു, നമുക്ക് പോലീസിൽ ഒരു കംപ്ലൈന്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ പേരൂർക്കട എന്ന് പറയുന്ന ദേശത്ത് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കംപ്ലൈന്റ് ചെയ്തു. അപ്പൊ അവര് ചോദിച്ചൊരു ചോദ്യം, കുഞ്ഞിന്റെ അച്ഛനാണോ കുഞ്ഞിനെ കൊണ്ടുപോയത്, എങ്കിൽ നമുക്ക് കേസ് എടുക്കാൻ കഴിയില്ല, കാരണം അച്ഛന് കുഞ്ഞിനെ കൊണ്ടുപോകാൻ അവകാശമുണ്ട്. നിങ്ങൾ അതുകൊണ്ടൊരു കാര്യം ചെയ്യും. എന്റെ ഹസ്ബൻഡിന്റെ പേര് തന്നെ കറണ്ട് ബിജു എന്നാണ്. അത് എല്ലാ ഗുണ്ടക്കും ഒരു പേര് കാണുമല്ലോ, കറണ്ട് ബിജു എന്നാണ്. അവര് പറഞ്ഞു, ഇങ്ങനൊരു ഗുണ്ടയ്ക്കാണോ നിങ്ങൾ നിങ്ങളെ മകളെ പിടിച്ചു കൊടുത്തതെന്ന് എന്നെ അച്ഛനോടും അമ്മയോടും ചോദിക്കുവാൻ ഇടയായി തീർന്നു. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ എസ് ഐ പറഞ്ഞു, നിങ്ങൾ ആദ്യം ബന്ധം ഒഴിഞ്ഞ് ആ കൊച്ചിനെ രക്ഷപ്പെടുത്താൻ നോക്ക്, എന്നാൽ നമുക്ക് കേസ് എടുക്കാൻ കഴിയും. അങ്ങനെ ആ രാത്രി നമ്മൾ പറഞ്ഞതനുസരിച്ച് പോലീസ് മറ്റും ചേട്ടൻ എവിടെ ആകും എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആ സ്ഥലത്ത് പോയി അന്വേഷിക്കാൻ ഇടയായി തീർന്നു. എന്നാൽ ചേട്ടനെ കാണാത്തത് കൊണ്ട്
അവിടുത്തെ അവരുടെ മകനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തി. അപ്പോൾ ചേട്ടന്റെ ബന്ധുവായ മാമിക്ക് വെപ്രാളമായി. അവര് പറഞ്ഞു, ബിജു നീ പെട്ടെന്ന് വാ, എന്റെ മോനെ പോലീസ് പിടിച്ചോണ്ട് പോയി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എന്റെ കുഞ്ഞിനെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചേട്ടൻ വരുവാൻ ഇടയായി തീർന്നു. അന്ന് എന്റെ മോന് മൂക്കിന്ന് ഒലിച്ച് തലേ ദിവസം ഇട്ടുകൊണ്ടുപോയ അതേ ഡ്രസ്സും മൊത്തത്തിൽ ഒരു വക ആഹാരം പോലും കൊടുക്കാതെ ഇങ്ങനെ പതച്ചു കൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് കാണുവാൻ ഇടയായി തീർന്നത്. അങ്ങനെ കുഞ്ഞിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വാങ്ങുവാൻ ഇടയായി തീർന്നു. അങ്ങനെ നമ്മൾ ബന്ധം വിവാഹമോചനമാകാം എന്ന അർത്ഥത്തോടു കൂടി കോടതിയിൽ നമ്മൾ കേസ് ഫയൽ ചെയ്തു. ആ ഘട്ടം വരെ നിൽക്കുകയാണ്. ആ പോലീസ് കേസ് അങ്ങ് നിൽക്കുന്ന സമയത്താണ് അമ്മയുടെ വാടക വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ 6 മണിക്ക് എനിക്ക് ജോലിക്ക് പോകേണ്ടതെന്ന്, 6:30-കകത്ത് ഞാൻ ഇറങ്ങും. അങ്ങനെ പോകാൻ ഇറങ്ങുന്നതിന് മുന്നമേ എന്തുകൊണ്ടോ ദൈവിക പദ്ധതി അങ്ങനെ ആയിരുന്നു. അന്ന് രാവിലെ ചോറ് വെക്കാൻ വെള്ളം അടുപ്പിൽ വെച്ചു, പക്ഷെ അരി ഇടാൻ വിട്ടുപോയി അമ്മ. അപ്പൊ വെള്ളം ഒത്തിരി സമയം കൊണ്ട് തിളച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അമ്മ അരി വേകാറായോ എന്ന് പറഞ്ഞ ഇങ്ങനെ തവി ഇട്ടപ്പം അരി ഇട്ടില്ല. അമ്മ പറഞ്ഞു, അയ്യോ മക്കളെ, അരി ഇടാൻ മറന്നുപോയി, നീ ഒരു 1/2 മണിക്കൂർ കൂടെ വെയിറ്റ് ചെയ്യും, പെട്ടെന്ന് നമുക്കത് റെഡിയാക്കി നിനക്ക് ചോറ് കൊണ്ടുപോണ്ടേ. ആ 1/2 മണിക്കൂർ എന്റെ ജീവിതത്തിൽ നിർണായകമായ ദിവസമായിരുന്നു. ആ 1/2 മണിക്കൂറിന് ഇന്ന് ഞാൻ ഓർക്കുമ്പോൾ എത്ര ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ എനിക്ക് മതി വരില്ല. കാരണം ഞാൻ പറയുമ്പോൾ അത് മനസ്സിലാകും. ഈ 6 മണിക്ക് ഞാൻ എന്നും ആ സമയത്ത് പോകുമെന്ന് മനസ്സിലായ എന്റെ ഭർത്താവ് എന്നെ കൊല്ലുവാൻ ആ ജംഗ്ഷനിൽ ഒരു വാളുമായി നിൽക്കുകയായിരുന്നു. കാരണം ചേട്ടനോട് ആർക്കും പോയി ചോദിക്കാൻ പറ്റത്തില്ല, കാരണം അതൊരു ഗുണ്ടയാണ്. എന്ത് ബിജു ഇവിടെ നിൽക്കുന്നു, നീ ആരെ നോക്കി നിൽക്കുന്നു എന്ന് പോലും ചോദിപ്പാൻ ആൾക്കാർക്ക് ഭയമാണ്. കാരണം അങ്ങനെ ഒരു സ്വഭാവക്കാരനാണ്. അങ്ങനെ വാള് ഷർട്ടിന്റെ പുറകിൽ ഇങ്ങനെ വെച്ചിട്ട് അദ്ദേഹം നിന്നത് ഞാൻ വണ്ടിയിൽ പാസ് ചെയ്ത് പോകുമ്പോൾ എന്നെ വെട്ടി ഇടാനായിരുന്നു അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്തത്. കൃപയാൽ എന്റെ ദൈവം ആ 1/2 മണിക്കൂർ എന്നെ അവിടെ താമസിപ്പിച്ചത് എന്നെ നോക്കി നിന്ന, എന്നെ കൊല്ലാൻ നോക്കി നിന്ന എന്റെ ഭർത്താവിന്റെ കയ്യിൽ നിന്നും എന്നെ വിടിവിപ്പാനായിരുന്നു. കാരണം ആ 1/2 മണിക്കൂറും എന്നെ കാണാത്തത് കൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് ഇന്ന് ഞാൻ പോയില്ല അവളെ കണ്ടില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് അദ്ദേഹം തിരിഞ്ഞ് ഒരു ഇറക്കമാണ് അതിലോട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോയതും ഞാൻ ആ ടേൺ ഇങ്ങനെ ക്രോസ് ചെയ്തത് ഒരുമിച്ചായിരുന്നു. ഇന്ന് ഞാൻ അത് ഓർക്കുന്നു. ആ കടവരാന്തലിരുന്ന ജനങ്ങൾ അയ്യോ എന്ന് വിളിക്കുന്നത് എന്നും എന്റെ ചെവിയിൽ അത് അലമുറയിട്ട് ആ ശബ്ദം കേൾക്കാറുണ്ട്. കാരണം ആ 1 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ആ എന്റെ ഹസ്ബൻഡിന്റെ കയ്യിലുണ്ടായിരുന്ന വാള് എന്റെ കഴുത്തിൽ വെട്ടപ്പെടുമായിരുന്നു. ആ ഒരു നിമിഷം, ജസ്റ്റ് സെക്കൻഡ് ഞാൻ അദ്ദേഹം താഴോട്ട് പോയി, ആ താഴെ ഇറങ്ങിപ്പോയി ഞാൻ ഇങ്ങനെ ടേൺ പാസ് ചെയ്ത് പോകാൻ ഇടയായി തീർന്നു. അപ്പൊ ഞാൻ ഓർത്തു, എന്തിനാ ഇവര് കടവരാത്ത നിലവിളിക്കുന്നത്? ഞാൻ അതൊന്നും ഓർത്തില്ല, കാരണം എനിക്ക് ടൈം ആയിപ്പോയി, ഞാൻ എന്റെ ജോലിക്ക് കടന്നുപോയി. അതായിരുന്നു എന്റെ ഭർത്താവ് ജീവനോടിരുന്ന അവസാനത്തെ ദിവസം. അന്ന് അദ്ദേഹം സൂയിസൈഡ് ചെയ്യുവാൻ ഇടയായി തീർന്നു. അന്ന് അദ്ദേഹം പോയി മദ്യപാനത്തിൽ ഫ്യൂറിഡാൻ കലക്കി അത് കുടിച്ച് അദ്ദേഹം റോഡിൽ കിടക്കുന്ന ഒരു അനുഭവമായിരുന്നു. എപ്പോഴും റോഡിൽ ഇങ്ങനെ കിടക്കുന്നതായതുകൊണ്ട് ആൾക്കാർ ശ്രദ്ധിച്ചില്ല. കുടിക്കും, ഓളകളിൽ കിടക്കും. ഇത് പതിവായതുകൊണ്ട് അന്നും കിടന്നു, പക്ഷെ ആരും ശ്രദ്ധിച്ചില്ല. അന്ന് ഞാൻ ജോലിക്ക് പോയിട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് വരുന്ന വഴി ഒരു അംബാസഡർ കാർ എന്നെ പാസ് ചെയ്ത് പോയി. ആ കാറിൽ നിന്ന് ഒരാൾ കൈ കാണിക്കുന്നുണ്ടായിരുന്നു, കൈ വീശുന്നുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായില്ല എന്താണ് അവർ എന്നെ കൈ വീശുന്നതെന്ന്. രാത്രിയായപ്പോൾ ഒരു ഫോൺ കോൾ വന്നു. ചേട്ടന്റെ കുഞ്ഞമ്മയുടെ മോൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ബിജു അണ്ണന് ഒരു ആക്സിഡന്റ് പറ്റി. സാധാരണ ചേട്ടന് ഫിറ്റ്സിന്റെ ഒരു പ്രശ്നമുണ്ട്, അപ്പൊ അങ്ങനെ വീഴാറൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അതായിരിക്കാം, കുടിച്ചു നടക്കുന്ന മനുഷ്യനല്ലേ, അതായിരിക്കും. ഇല്ല ചേച്ചി, ഇത് അല്പം സീരിയസാ. അവർക്ക് എന്നോട് മിണ്ടും, കാരണം ചേട്ടന്റെ പ്രവർത്തി അവർക്ക് നന്നായിട്ട് അറിയാം. അവരെന്നോട് നല്ല സഹകരണമാണ്. ഞാനത് കാര്യമാക്കിയില്ല. ഒരു 8:30 മണിയൊക്കെ ആയപ്പോൾ ചേട്ടന്റെ കുഞ്ഞമ്മയുടെ മകളുടെ ഭർത്താവ് വിളിച്ചിട്ട് പറഞ്ഞു, ബിജു മരണപ്പെട്ടു. അന്ന് അതുവരെ ഉണ്ടായിരുന്ന എന്റെ ഭയമൊക്കെ മാറി. പകരം ഞാൻ അലമുറയിട്ട് കരഞ്ഞു. കാരണം ഒരു ഹസ്ബൻഡിന്റെ മരണം കേൾക്കുമ്പോൾ ആർക്കും അത് സന്തോഷകരമല്ല, ദുഃഖവും വേദനയുമാണ്. കാരണം അന്ന് എന്റെ ഇളയ മകന് 1.5 വയസ്സേ പ്രായമുള്ളൂ. അന്ന് എനിക്ക് വയസ്സ് 26. മരിച്ചപ്പോൾ ഹസ്ബൻഡിന് 32 വയസ്സാണ്. അന്ന് ഒരുപാട് ഞാൻ കരയുവാൻ ഇടയായി തീർന്നു. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു, നീ എന്തിനു കരയുന്നത്? നിന്നെ കൊല്ലാൻ നിന്നവനല്ലേ, നീ രക്ഷപ്പെട്ടെന്ന് പറ മഞ്ജു, നീ എന്തിനാ കരയുന്നത്? ഞാൻ ഇല്ല അമ്മ, ജീവിതത്തോടെ ഇരുന്നപ്പോ നമുക്കൊരു വാശിയൊക്കെ വരും ജീവിപ്പാൻ, പക്ഷെ ഇനി എനിക്ക് പോയല്ലോ, എന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയല്ലോ എന്നോർത്ത് ഞാൻ ഒരുപാട് കരയുവാൻ ഇടയായി തീർന്നു. പിന്നെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചത്, പിന്നെ എനിക്കൊരു വിഷാദത്തിന് ഒരു അടിമയായി തീർന്നു. കാരണം എപ്പോഴും എനിക്ക് ആത്മഹത്യ ചെയ്യണമെന്നൊരു ടെൻഡൻസിയായി. അതിനു മുന്നേ എന്റെ സഹോദരനും വൈഫും സഹോദരന്റെ ഒരു ആക്സിഡന്റ് നിമിത്തം അത് ദൈവത്തെ അറിയുവാൻ ഇടയായി തീർന്നു. അപ്പോൾ എന്റെ സഹോദരന്റെ ഭാര്യ പലപ്പോഴും സുവിശേഷം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ ഒരിക്കൽ മുസ്ലിമായിട്ട് ജീവിച്ചതല്ലേ,
എപ്പോഴും ക്രിസ്ത്യാനിയായി. അവരുടെ നാത്തു മുസ്ലിം ആയിരുന്നു, പിന്നെയാ അവർ വിശ്വാസത്തിലേക്ക് വരുന്നത്. ഞാൻ പറഞ്ഞു ഒരിക്കൽ നിങ്ങൾ മുസ്ലിം ആയിരുന്നു, പിന്നെ ക്രിസ്ത്യാനിയായി, എനിക്ക് വയ്യ ബന്ധക്കോസിലൊന്നും വരാൻ, എന്തൊന്നും കൊണ്ട് എന്റെ അടുത്ത് വരണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവരെ ആട്ടി വിട്ട ദിവസങ്ങൾ ഞാൻ ഓർക്കുന്നു. അപ്പോൾ എനിക്ക് സമാധാനമില്ല, എനിക്ക് എപ്പോഴും മരിക്കണം, എപ്പോഴും ആത്മഹത്യ ചെയ്യണമെന്ന് ടെൻഡൻസിയിൽ വർദ്ധിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങാതെയായി, ജോലിക്ക് പോകാൻ ഉത്സാഹമില്ലാതെയായി. അങ്ങനെ ഒരു ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് എത്രയും വേഗം ഒരു കൗൺസിലിംഗ് കൊടുക്കണം, അതാണ് വേണ്ടത്, കാരണം മനസ്സിന്റെ നില ഒരു താളം തെറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അവിടെ ഒരു സൈക്കാട്രിയെ കാണുവാൻ എന്റെ അമ്മയും ഞാനുമാണ് അന്ന് പോയത്. അച്ഛൻ വന്നോ ഞാൻ ഓർക്കുന്നില്ല. അവിടെ പോയപ്പോ ഡോക്ടർ എന്നെ കൗൺസിൽ ചെയ്തിട്ട് പറഞ്ഞു, കഴിഞ്ഞ നാളുകളെ മഞ്ജുഷ മറക്കുക, പുതിയ നാളുകൾക്കായി നിങ്ങൾ ജീവിക്കുക. ഞാൻ ഡോക്ടർ എനിക്ക് ഉറക്കമില്ല, എനിക്ക് കണ്ണടയ്ക്കുമ്പോൾ ഭയമാണ്, എനിക്ക് ജീവിക്കാൻ തോന്നുന്നില്ല, എനിക്ക് ജീവിതത്തിൽ അത്ര ഒരു വെറുപ്പ് തോന്നുന്നു, ആത്മഹത്യ മാത്രമാണ് എനിക്കിപ്പോ ഇഷ്ടം, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മരണത്തെയാണ്. ഞാൻ അങ്ങ് ഡോക്ടർ മുമ്പിൽ ഇത് കരയുവാനിടയെ തുറന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, മനുഷ്യ ഒരു 2 ആഴ്ചത്തേക്ക് ഞാനൊരു ഗുളിക തരാം, അത് കഴിക്കുമ്പോൾ നല്ല ഉറക്കമൊക്കെ കിട്ടും, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡോസ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. ഇപ്പോൾ ഈ അവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, ഒരു 2 ആഴ്ചത്തേക്ക് ഒരു ഡോസ് മരുന്ന് തന്നു. അതുമായിട്ട് അമ്മ വീട്ടിൽ കൊണ്ടുവന്നു. പക്ഷെ ആ മരുന്ന് കഴിക്കുമ്പോഴൊക്കെ ഭയങ്കര സഡേഷനാണ്, അത് വെച്ച് നമുക്ക് ജോലിക്കൊന്നും പോകാൻ കഴിയത്തില്ല. പക്ഷെ അതിലൊന്നും എനിക്കൊരു മാറ്റം ഉണ്ടായില്ല. ഉറങ്ങുന്നു എണീക്കുന്നു, വീണ്ടും ഞാൻ പഴയ അവസ്ഥയില്. എന്റെ സ്വഭാവത്തിന് ഒരുപാട് മാറ്റമായി, ഭയങ്കര ദേഷ്യക്കാരിയായി, കുഞ്ഞുങ്ങളോട് ഭയങ്കര ദേഷ്യം, എനിക്ക് എല്ലാവരോടും അങ്ങ് ദേഷ്യം. എനിക്കറിയത്തില്ല, വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഞാൻ പോകാൻ ഇടയായി തീർന്നു. അങ്ങനെ ഒരു ദിവസം ഈ ഗുളികളെല്ലാം കൂടെ എന്നെ ഒരുമിച്ച് പൊട്ടിച്ചാൽ കഴിക്കുവാനിടയായി തീർന്നു. കാരണം അന്ന് രാത്രി കഴിക്കുന്നതിന് മുന്നമേ എന്റെ 2 മക്കളെ ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് പറഞ്ഞു, മക്കളെ അവർ ഉറക്കി കിടക്കുവാണ്. ഞാൻ പറഞ്ഞ അമ്മ ഈ ലോകത്തുനിന്ന് പോവുക, കാരണം എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, എനിക്കൊരു ആശ്വാസമില്ല, സമാധാനമില്ല, എന്റെ ജീവിതം നശിച്ചില്ലേ, എന്റെ ജീവിതം ഞാൻ ഇത്ര ജീവിതത്തെ കുറിച്ച് അറിയുന്ന പ്രായം ആയപ്പോഴത്തേക്ക് ഞാൻ വിധവയായി തീർന്നു. ഇനി എന്റെ ജീവിതം എന്താ, അവരുടെ വിദ്യാഭ്യാസം ഞാൻ എങ്ങനെ ചെയ്യും, എന്റെ കൊച്ചു ജോലി വെച്ചത് കഴിയത്തില്ല, അച്ഛന് കൂലിപ്പണിയാണ്, അത് വെച്ചെന്ന് ഒരു മകളെ കുടുംബത്തെ നോക്കുന്നത് വലിയ വെക്കപ്പാടാണ്. ഇതൊക്കെ വെച്ചിട്ട് ഞാൻ അങ്ങനെ തീരുമാനിച്ച അന്ന് രാത്രി ഞാൻ ആ ഗുളിക മൊത്തം കഴിക്കുവാൻ ഇടയായി തീർന്നു. കഴിച്ച് രാവിലെ ആയിട്ട് ഞാൻ എണീറ്റ് വരാത്തത് കൊണ്ട് അമ്മ എന്നെ വിളിച്ചപ്പോൾ എന്റെ വായിൽ കൂടെ നൊരയും പതയും വന്ന് കിടക്കുന്നത് കണ്ടു. പെട്ടെന്ന് അവിടുത്തെ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവർ സൂയിസൈഡ് അറ്റൻഡ് എന്ന് കണ്ടതുകൊണ്ട് പെട്ടെന്ന് മെഡിക്കൽ കോളേജിലോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ കോളേജ് എന്നെ അഡ്മിറ്റ് ചെയ്ത് ആ കൃപയാൽ എനിക്ക് മരണമൊന്നും സംഭവിച്ചില്ല, രക്ഷപ്പെടുവാൻ ഇടയായി തീർന്നു. അങ്ങനെ 3-4 ദിവസം അഡ്മിറ്റ് ആയി. അപ്പോൾ ആ സീനിയർ ഡോക്ടർ എന്നോട് പറഞ്ഞു, സെക്രട്ടറിയാണ്, എനിക്കൊരു കൗൺസിലിംഗ് തന്നു. മഞ്ജുഷയുടെ അനവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു, ഹസ്ബൻഡ് മരിച്ച് 3 മാസമേ ആയിട്ടുള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുവാൻ പലർക്കും പെട്ടെന്നൊരു ഒരു 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 ഇമോഷണലി ചിന്തിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് മരിക്കാമെന്ന്. പക്ഷെ മഞ്ജുഷ ഒന്ന് ഓർത്തോ, എന്ത് തെറ്റ് ചെയ്തിട്ടാണ് 2 കുഞ്ഞുങ്ങൾ ഭൂമിയിൽ വന്നത്? നിങ്ങളല്ലേ അവര് ജനിപ്പിച്ചത്, അവരെ ആരെ ഏൽപ്പിച്ചിട്ടാണ് മഞ്ജുഷ മരിക്കാൻ തീരുമാനിച്ചത്? എനിക്ക് പറയാൻ മറുപടി ഉണ്ടായില്ല, ഞാൻ കരയുക മാത്രം ചെയ്തു. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് ജീവിക്കാൻ തോന്നുന്നില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കൂ, അവരെ നിങ്ങൾ വിടാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന സാഹചര്യത്തിൽ വീണ്ടും ഞാൻ ജീവിതത്തിലേക്ക് കടന്നു വന്നു. വീണ്ടും പക്ഷേ എന്റെ സ്വഭാവത്തിൽ വന്ന മാറ്റം ഭയങ്കര ദേഷ്യമായി മാറി, BP ഹൈ ആയിട്ട് മാറി, ഭയങ്കര ഹൈ ബ്ലഡ് പ്രഷർ, ഭയങ്കര കോപം, എനിക്ക് കുഞ്ഞുങ്ങളോട് പോലും ഭയങ്കര ദേഷ്യം. അവര് ദേഷ്യം ഒരു ബെൽറ്റ് മാറിയൊക്കെ അടിക്കുന്ന ഒരു അനുഭവമായി. എന്റെ കുഞ്ഞിന്റെ കാലിൽ ചൂട് വെച്ചിട്ടുണ്ട്, ചട്ടുകം വെച്ച് പൊള്ളിച്ചിട്ടുണ്ട് എന്റെ ഇളയ മോന്റെ തുടങ്ങി, ഇന്നും അവനാ പാടുണ്ട്. അതൊന്ന് പെട്ടെന്നാണ് ഞാൻ പൊട്ടിത്തെറിക്കുന്ന ഒരു അനുഭവമായി മാറി. ഞാൻ ജോലിക്ക് പോകുന്നു വരുന്നു, പക്ഷെ ഞാൻ പഴയ ആളല്ല, എന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. അപ്പോഴും ഈ ആത്മഹത്യ ടെൻഡൻസി എന്നെ വിട്ടു മാറിയില്ല. വീണ്ടും എങ്ങനെ മരിക്കാം എന്നുള്ള റിസർച്ച് നടത്തുകയായിരുന്നു ഞാൻ. എനിക്ക് എങ്ങനെ മരിക്കാൻ പറ്റും, വേദനിച്ച് മരിക്കാൻ എനിക്ക് താല്പര്യമില്ല, തൂങ്ങി മരിക്കാനൊന്നും എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ വീണ്ടും ഞാൻ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് വീണ്ടും ഇങ്ങനെയുള്ള മെഡിസിനെ കുറിച്ച് അറിയാം, ഒത്തിരി സ്ലീപ്പിംഗ് പിൽസിനെ കുറിച്ച് അറിയാം. അത് കുറേശ്ശെ വീണ്ടും വാങ്ങി ഞാൻ സോർട്ട് ചെയ്യുവാൻ ഇടയായി തീർന്നു. ആ മെഡിസിനൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ഞാൻ ഇരിക്കുന്ന സമയത്ത് ഒരു വല്ലാത്തൊരു ലൈഫ്, എവിടെ നോക്കിയാലും നമുക്ക് ഉണ്ടല്ലോ, ഒരു ചെറിയ പ്രായത്തിൽ വിധവയാകുമ്പോൾ നമ്മൾ ജോലിക്ക് അന്വേഷിച്ചു പോയാലും ഏത് മേഖലയായാലും അവിടെയൊക്കെ നമുക്ക് അനുഭവിക്കുന്ന അനുഭവം നെഗറ്റീവ് ആയിരിക്കും. അതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോ ഞാൻ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു. അവിടെ പല സാഹചര്യങ്ങളുണ്ട് ഞാൻ കടന്നു വന്ന വഴികൾ. അപ്പോൾ മഞ്ജുഷ നെഗറ്റീവ് ഫീലിംഗ്, നെഗറ്റീവായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു, പറയാൻ എന്തെങ്കിലും പറ്റുമെങ്കിൽ
പറയാൻ പറ്റുന്ന വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട്. കാരണം ഇതുപോലെ ഒരുപാട് സഹോദരിമാർ അനുഭവിക്കുന്നുണ്ട് അത്. ഞാന് എല്ലാം എക്സ്ക്ലൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വണ്ടി ഞാൻ ഒരു കാര്യം ഷെയർ ചെയ്യാം. Yes. അത് വളരെ വളരെ ചുരുക്കമായിരിക്കും. ഞാൻ ഒരു പ്രശസ്തമായ ഒരു ലാബിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ആ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊന്ന് വയസ്സ് 26-27 ആയിട്ടുള്ളൂ. അപ്പോ എന്റെ കുഞ്ഞിന് ന്യൂമോണിയ, കുഞ്ഞിന് ന്യൂമോണിയ വന്ന് ഇങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. കയ്യിൽ കാശൊന്നുമില്ല. ഐസൊലേഷൻ യൂണിറ്റിൽ അവൻ അഡ്മിറ്റ് ചെയ്തു. കയ്യിൽ ഒരു 5 പൈസ ഇല്ലാത്ത സമയം. അങ്ങനെ ഞാന് ആ ലാബിലെ പ്രൊപ്പറേറ്ററോട് കുറച്ച് ക്യാഷ് അഡ്വാൻസ് വാങ്ങിക്കുവാൻ ഇടയായി തീർന്നു. അത് അദ്ദേഹം സന്തോഷത്തോടെ തന്നു. അതുകൊണ്ട് കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ഇടയായി തീർന്നു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും അവിടെ ഡ്യൂട്ടിക്ക് കയറിയപ്പോൾ ഈ അദ്ദേഹം എന്നോട് ചില കാര്യങ്ങൾ പറയുവാൻ ഇടയായി തീർന്നു. അതൊരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. എനിക്ക് പൊതു പ്ലാറ്റ്ഫോമിൽ പറയുവാൻ കഴിയൂ. അപ്പുറം എക്സ്ക്ലൂസീവ് ചെയ്യാൻ കഴിയത്തില്ല, മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നു. അന്ന് ഞാൻ ഒന്നും കാണാതെ ആ ജോലി ഞാൻ അവിടെ താക്കോല് വലിച്ചെറിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ജോലിയും വേണ്ട, നിങ്ങളുടെ കാശും വേണ്ട. എനിക്ക് അന്ന് ഞാൻ ജാതിയായിട്ട് ജീവിക്കുന്നതാണ്. പാപബന്ധമൊന്നും ബോധ്യമൊന്നും ഇല്ല. പക്ഷേ ദൈവം എന്നെ മോശമായിട്ടുള്ള വഴിക്ക് വിട്ടുകൊടുത്തില്ല എന്നുള്ളതാണ് സത്യം. എന്റെ കഴിവല്ല, എന്റെ വിടുക്കല്ല. അവിടെ സ്വർഗത്തിൽ ദൈവം എന്നെ കണ്ടതുകൊണ്ട് എനിക്ക് അവിടെ ആ ഒരു സാഹചര്യത്തിൽ ആ താക്കോൽ വാദിച്ച് ആ മേശയിൽ എറിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ അവിടെ ഇന്ന് ഓർക്കുന്നു, കാട്ടാക്കട എന്ന സ്ഥലത്ത് ഞാൻ ആ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ നിന്ന് ആ എനിക്കൊരു വണ്ടി ഉണ്ടല്ലോ, അവിടെ ഞാൻ പൊട്ടിക്കറി. ഒരു 6:30 മണിയായി കാണും വൈകുന്നേരം. ഞാൻ ഇനി എങ്ങനെ ജീവിക്കും, എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ഓർത്ത് ഞാൻ അവിടെ ഇത് കരഞ്ഞപ്പോ ആ വേദന ഇന്ന് എനിക്ക് ഓർക്കുമ്പോൾ എത്ര പറഞ്ഞു, എനിക്ക് എങ്ങനെ പറഞ്ഞു അത് എക്സ്ക്ലൂസീവ് ചെയ്യണമെന്ന് അറിയില്ല ആന്റി. അത്രയ്ക്ക് ഞാൻ അറിയാമല്ലോ, ആ പ്രായത്തിൽ ഞാൻ അനുഭവിച്ച വേദന അത്ര കഠിനമായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഡോക്ടറുണ്ട്, ഡോക്ടറെ വിളിച്ച് പരിചയമുണ്ട്. ഞാൻ ഡോക്ടറെ, ഞാൻ ആ ലാബിൽ നിന്ന് ഇറങ്ങി, എനിക്ക് ഒരു ജോലി തരാമോ? ഡോക്ടറെ അന്ന് ഹോസ്പിറ്റലുണ്ട്. ഡോക്ടർ പറഞ്ഞു, മനുഷ്യ എന്റെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തോ? ഞാൻ ഡോക്ടർ, എനിക്ക് അവിടെ ഇത്രയും സാലറിയാണ് കിട്ടുന്നത്, അത്രയും തരാൻ ഡോക്ടറെ കഴിയുമോ? ഞാൻ തരാം, മാക്സിമം തരാം. മനുഷ്യ നാളത്തോട് ഡ്യൂട്ടി എടുത്തു. അങ്ങനെ പിറ്റേ ദിവസം മുതൽ ആ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി എടുക്കുവാൻ ഇടയായി തീർന്നു. അവിടെ ദൈവം ഒരു വഴി എനിക്ക് തുറന്നു തന്നു. അപ്പോൾ ഞാൻ ആ ഡ്യൂട്ടി എടുക്കുന്ന സമയം അവിടെ 2 വർഷം ജോലി ഒരു സന്തോഷമായിട്ടൊക്കെ ചെയ്ത സമയത്ത് എനിക്ക് അവിടെ ഡ്യൂട്ടി എടുത്തിട്ട് അവിടെ ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടർ പറഞ്ഞു, മനുഷ്യ ഞാന് ആ കാട്ടാക്കട ഗവൺമെന്റ് ഹോസ്പിറ്റലിലോട്ട് ഞാൻ എനിക്ക് ഉടനെ ജോയിൻ ചെയ്യും. അപ്പൊ അവിടെ ലാബ് കൊടുക്കുവാനുണ്ടെന്ന ഒരു അവസരം എനിക്ക് വന്നു. മഞ്ജുഷ എസ്ട്രക്ക് അതൊന്ന് വാങ്ങാമോ? എനിക്ക് നല്ല ഒരു വരുമാനം അവിടെ ലഭിക്കാൻ ഇടയായി തീരും. അങ്ങനെ എനിക്ക് ജോലി തന്ന ഡോക്ടറെ പിണക്കിക്കൊണ്ട് ഒരു സ്വന്തമായിട്ട് സ്ഥാപനം ഇച്ചിരൂടെ ബെനിഫിറ്റ് കിട്ടുമല്ലോ എന്നുള്ള ഒരു ദാഹത്തിൽ ആ ഡോക്ടറെ പിണക്കിക്കൊണ്ട് ഞാൻ അവിടെ നിന്ന് മാറുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഡോക്ടർ എന്നോട് ഇത്തിരി മുഷിയാനിടയായി. ഒത്തിരി ദേഷ്യപ്പെട്ടാ വിട്ടത്. അങ്ങനെ ആ ലാബ് ഞാൻ സ്വന്തമായി നടത്തുവാൻ ഇടയായി തീർന്നു. ആദ്യ നാളുകളിൽ നല്ല ബിസിനസ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ദൈവമേ, ഞാൻ രക്ഷപ്പെട്ടു. അപ്പൊ പിന്നെ ബിസിനസ് ഇച്ചിരി ഡള്ളായി തുടങ്ങിയപ്പോൾ ഒരാള് പറഞ്ഞു, നെടുമങ്ങാട് എന്നുള്ള സ്ഥലം പറയുന്നുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും ഇല്ല, കാരണം ആൾക്കാർ അറിയണം, ഇങ്ങനെയുള്ള മന്ത്രവാദികളുടെ തട്ടിപ്പുകൾ അറിയണം. നെടുമങ്ങാട് എന്നുള്ള സ്ഥലത്ത് ഒരു പൂജാരി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ചെന്ന് കണ്ട ബിസിനസ് വർദ്ധിക്കുമെന്ന് പറഞ്ഞു. ഞാനും എന്റെ അമ്മയും കൂടെ അവിടെ ചെന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം കുറെ നാരങ്ങ കുറെ എന്തൊക്കെയോ തന്ന് ആ സ്ഥാപനത്തെ കൊണ്ട് വെച്ചാൽ മതി, നല്ല കളക്ഷൻ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇന്ന് ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് ചിരിയും വരുന്നുണ്ട്, നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഓർക്കുമ്പോഴേ. അങ്ങനെ ആ നാരങ്ങ അവിടെ കൊണ്ട് വെച്ചു. പക്ഷെ ബിസിനസ് ഒന്നും വർദ്ധിക്കുന്നില്ല. അപ്പൊ ഇതിനിടയ്ക്ക് ഡോക്ടേഴ്സിന് ഈ ഡോക്ടറിനെ ഹെൽപ്പ് ചെയ്തത് കൊണ്ട് ഞാൻ ഒരു ക്രിസ്ത്യൻസ്, ആ ഡോക്ടർ CSA കാരനാണ്, ഒരു പള്ളിയിലെ ഫാദറിന്റെ മകന്. അതെനിക്ക് കൂടുതൽ പറയാൻ കഴിയത്തില്ല, കാരണം അദ്ദേഹം ഒരു പേര് കേട്ട ഒരാളാണ്. അപ്പം അദ്ദേഹത്തിന് ഒരു സന്തോഷമാകട്ടെ എന്ന് കരുതി ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയപ്പോ അദ്ദേഹം പറഞ്ഞു, സിസ്റ്റർ ഇതൊന്നും എനിക്ക് വേണ്ട, കുഞ്ഞുങ്ങൾക്ക് പാല് വാങ്ങിച്ചു കൊടുക്കും, ഇതൊന്നും എനിക്ക് വേണ്ട. അപ്പൊ ഞാൻ ഓർത്തു, ഡോക്ടർ എത്ര നല്ല മനുഷ്യനാ, അത്ര എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ, കാരണം പേഷ്യന്റിനെ പ്രൊമോട്ട് ചെയ്യുന്നതൊക്കെ നല്ല ഹെൽപ്ഫുൾ ആണ് എനിക്ക്. അങ്ങനെ ഓർത്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം ഒരു ഉച്ചയ്ക്ക് ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്ററെ നാളെ ഒന്ന് വരാമോ വീട്ടില, കാരണം അവര് പള്ളിയോട് ചേർന്ന പള്ളി വീട്ടിലാണ് താമസിക്കുന്നത്. ഒന്ന് വരാമോ, എന്റെ അമ്മയുടെ ബ്ലഡ് ഒന്ന് എടുക്കണം. അത് സോറി, ഞാൻ പറയുന്നില്ല, പേരൊന്നും പറയുന്നില്ല. അതെ, ആ അമ്മ അവിടുത്തെ ഒരു പ്രശസ്തമായ കോളേജിൽ അധ്യാപികയാണ്. ആന്റിയായിട്ട് ഞാൻ നല്ല കൂട്ടാണ്. അപ്പൊ ഞങ്ങൾ ഡോക്ടറെ ഞാൻ വരാം എന്ന് പറഞ്ഞ് എന്റെ സ്റ്റാഫിനെ അവിടെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഈ ഡോക്ടറെ വീട്ടിൽ ബ്ലഡ് എടുക്കാനായിട്ട് കടന്നുപോയി.
കടന്നുപോയി. ഞാൻ പെട്ടെന്ന് ഡോക്ടർ റൂമിലെത്തി. വാതിൽ നോക്ക് ചെയ്തപ്പോ ഡോക്ടർ കയറുക സിസ്റ്ററെ, കുഴപ്പമില്ല വന്നോളൂ. അങ്ങനെ അകത്ത് കയറി. ഞാൻ ഡോക്ടർ ആന്റി എവിടെ? എന്റെ ആന്റി അറിയാലോ. ആന്റി ഇവിടെ ഇല്ല സിസ്റ്റർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആന്റി ഉണ്ടെന്ന് പറഞ്ഞ് ബ്ലഡ് എടുക്കാനാ വന്നത്. ആന്റിയും പപ്പയും സഹോദരങ്ങളൊക്കെ ഗോവയ്ക്ക് പോയി. ഞാൻ ഡോക്ടർ പിന്നെ വരാൻ പറഞ്ഞു. ഇപ്പൊ ഡോക്ടർ ഒരു കാര്യം ആവശ്യപ്പെടുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞു, ഇപ്പൊ ഡോക്ടർ വന്ന കഥവ് നോക്ക് ചെയ്തു. ഇപ്പൊ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഓക്കെ ഡോക്ടർ, ഞാൻ പ്രതീക്ഷിക്കുന്ന അപ്പുറമാണ് ഡോക്ടർ എന്നോട് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് പുറത്തോട്ടാണ്. ഡോക്ടർക്ക് ഇപ്പോൾ സ്വാതന്ത്ര്യമുണ്ട്, കാരണം ഡോക്ടർ വീട്ടിലാണ് ഞാൻ. ഇത് കഴിഞ്ഞ് ഇറങ്ങുന്നത് പുറത്തോട്ടാണ്. അപ്പോൾ എന്നെ എങ്ങനെ നിയന്ത്രിക്കാൻ ഡോക്ടർക്ക് കഴിയും? ഡോക്ടർ ഫാദർ പേര് കേട്ടൊരു പള്ളിയിൽ അച്ഛനാ. അത് പറഞ്ഞപ്പോ അദ്ദേഹം ഒന്ന് വിറച്ചുപോയി. ഓ അത്രയ്ക്കായോ നിങ്ങൾ? അത്ര അഹങ്കാരം ഉണ്ടോ? ഞാൻ ഉണ്ട്. ഇത് എനിക്കിപ്പോ എതിർക്കാൻ കഴിയില്ല, പക്ഷെ പുറത്തു പോയാൽ ഞാൻ ഇത് ശക്തമായി ഞാൻ പുറത്തു കൊണ്ടുവരും. അങ്ങനെ പേടിച്ചിട്ട് ഡോക്ടറെ ഒന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഇറങ്ങിപ്പോ വയ്യാതൊക്കെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ കഥവ് തുറന്നിട്ട് എന്നെ ഇങ്ങനെ തള്ളിയത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇതിന് അച്ഛനും അമ്മയ്ക്കും അറിയത്തില്ല, അവർക്കൊന്നും ഇതൊന്നും അറിയത്തില്ല. ഇന്ന് ഇപ്പൊ കേൾക്കുമ്പോൾ കേട്ടാൽ അന്തമിട്ടുമായിരിക്കാം, പക്ഷെ ഇതൊന്നും ആരുടെ പറയാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഒരു സാക്ഷ്യമായതുകൊണ്ടും അനേകർക്കത് പ്രയോജനപ്പെടട്ടെ എന്നുള്ളത് കൊണ്ടും ഞാനത് പറയുന്നത് മാത്രം. കാരണം ഇതുപോലെ അനുഭവിക്കുന്ന സഹോദരിമാര് സമൂഹത്തിലുണ്ട്. അത് അവർക്കിതൊരു പാഠമാകട്ടെ. അവര് അങ്ങനെ അനുഭവിക്കുന്നവർക്ക് ഇതൊരു ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുപോലെ വേദന അനുഭവിക്കുന്നവരുണ്ട് ഈ സമൂഹത്തിൽ. നമ്മൾ രക്ഷപ്പെട്ടത് കൃപയാൽ. നമ്മൾ ദൈവത്തെ തേടി പോയതല്ല, ദൈവം നമ്മെ തേടി വന്നതാണ്. ആ ദൈവം നമ്മളെ തേടി വന്നത് കൊണ്ടാണ് ഇന്നൊരു സാക്ഷ്യം പറയാൻ, ഇന്ന് അതൊക്കെ ലാഘവത്തോടെ പറയുവാൻ എനിക്ക് കഴിയുന്നത്. എന്റെ ദൈവം എന്നെ കൊണ്ടുവന്നത് കൊണ്ടാണ്. അന്ന് ഞാൻ ആ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഞാൻ അവിടെ നിന്ന് കരഞ്ഞപ്പോൾ എന്റെ സ്റ്റാഫ് ചോദിച്ചു, എന്തിന് ചേച്ചി കരയുന്നു? ഞാൻ ഒന്നുമില്ലടി, ഒന്നുമില്ല. ജീവിതത്തിൽ എന്തൊക്കെയാണ് ഞാൻ അനുഭവിക്കുന്നത് എന്ന് ഓർത്ത് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞ ദിവസം ഞാൻ ഓർക്കുന്നു. ആ കരഞ്ഞ നിമിഷത്തെ ഞാൻ ഓർക്കുന്നു. വീട്ടിൽ വരുമ്പോൾ അറിയാം, ഇങ്ങനെയൊക്കെ അനുഭവിച്ചിട്ട് വീട്ടിൽ വന്ന് കയറുമ്പോൾ പിള്ളേരുടെ അടുത്തൊന്നും മിണ്ടാനൊന്നും സംസാരിക്കാനൊന്നും കഴിയത്തില്ല. ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ജീവിതത്തെ കടന്നു വരാറുണ്ട്. അങ്ങനെ ഈ മന്ത്രവാദി എടുത്ത് വീണ്ടും ഞാൻ അമ്മയോട് ഈ കാര്യം ഞാൻ പറഞ്ഞില്ല, കാരണം അമ്മയാണ് വേദന വരും. അതുകൊണ്ട് ഞാൻ വീണ്ടും ഞാനും അമ്മയോടെ മന്ത്രവാദിയെ കാണാൻ പോയി. ആ മന്ത്രവാദി പറഞ്ഞു, മധുരയിൽ ഒരു ക്ഷേത്രമുണ്ട്, ഒരു മുപ്പന്തങ്ങൾ ക്ഷേത്രമുണ്ട്, അവിടെ പോയി സ്വർണ്ണ പൊട്ട് വെച്ചാൽ ഇതിനൊക്കെ ഒരു പരിഹാരം വരും എന്ന് പറയാനിടയായി തീർന്നു. അങ്ങനെ നമ്മളത് വാങ്ങുവാനിടയായി, അവിടെ കൊണ്ട് പോകുവാൻ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചിരിക്കെ ഈ പോറ്റി, അതായത് മന്ത്രവാദി എന്ന് പറഞ്ഞ മനുഷ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ രാവിലെ 10 മണിക്ക് മധുരയിൽ പോകാം. ഞാൻ പറഞ്ഞു, പോറ്റി നമ്മൾ പൊട്ട് വാങ്ങിയില്ല, സ്വർണ്ണ പൊട്ട്, അത് പിന്നെ കൊടുക്കാം. ഇപ്പൊ ആദ്യം നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഇപ്പൊ നിങ്ങൾ അതുകൂടെ വന്ന് നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. ഞാൻ പറഞ്ഞ അമ്മയോട് പറയില്ല, അമ്മയോട് പറയണ്ട, ഇത് നിങ്ങളെ ഹൃദയത്തിൽ ഇരുന്നാൽ മതി. അങ്ങനെ അമ്മയെ അറിയിച്ചു പോകണ്ട, കാരണം നിങ്ങൾ അവരെയൊന്നും ബുദ്ധിമുട്ടിക്കണ്ട. അപ്പൊ നമ്മളങ്ങ് മന്ത്രവാദി എന്നൊക്കെ പറഞ്ഞാൽ ദൈവത്തെ പോലെ കാണുന്നവരാ. അവർ പറയുന്ന വാക്കുകളൊക്കെ അങ്ങ് വിശ്വസിക്കും. അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞില്ല. ഞാൻ രാവിലെ വന്നിട്ട് ഒരു 10 മണി സമയമാകുമ്പോൾ കാട്ടാക്കട എന്ന സ്ഥലത്ത് വരാൻ പറഞ്ഞു. അവിടെ പോയി അങ്ങേര് ഒരു കാറുമായി അവിടെ വന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, നെയ്യാറ്റിങ്ങര എന്നുള്ള സ്ഥലത്ത് ഒരു ഫാമിലി നമ്മളോടൊപ്പം കയറും, അവരും പ്രാർത്ഥിക്കാനാണ് വരുന്നതെന്ന് പറയുവാനിടയായി. അത് വിശ്വസിച്ചുകൊണ്ട് അയാളുടെ കാറിൽ ഞാൻ കയറി നെയ്യാറ്റിങ്ങരയായിട്ട് ഈ ഫാമിലി കയറിയില്ല. അപ്പൊ ഞാൻ പോറ്റി ഫാമിലി അവരങ്ങ് നാഗർകോവിൽ വന്നോളൂ. അങ്ങനെ അവിടെ അതും പ്രതീക്ഷിച്ച് നാഗർകോവിൽ എത്തിയപ്പോ അവിടെയും വന്നില്ല. അപ്പൊ ഞാൻ പോറ്റി ഫാമിലി അല്ല, അവർക്ക് ക്ഷേത്രത്തിൽ എത്തിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ ക്ഷേത്രത്തിൽ പോയി അവിടെ തൊഴാൻ നിന്നപ്പോ എന്റെ മനസ്സിനകത്ത് വല്ലാത്തൊരു ഭയം വന്നു തുടങ്ങി. അതൊരിക്കും ആ ഫാമിലി വന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ ഭാരപ്പെടുവാനിടയായി തീർന്നു. ആ സമയത്ത് തിരിച്ച് തൊഴിലിൽ കഴിഞ്ഞപ്പോ ഞാൻ മന്ത്രവാദിയോട് ചോദിച്ചു, പോറ്റി ഫാമിലി വന്നില്ലല്ലോ, ഇനിയിപ്പോ അവര് പിന്നെ വന്നോളൂ, നമുക്കിനി തിരിച്ചു പോകാം എന്ന് പറഞ്ഞ് നാഗർകോവിൽ എന്ന സ്ഥലത്ത് ഒരു വലിയൊരു ഹോട്ടലുണ്ട്, ശ്രീകൃഷ്ണ എന്നൊരു ഹോട്ടലുണ്ട്. അവിടെ എത്തി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാനിപ്പോ ഈ സാക്ഷ്യം പറയുമ്പോൾ എന്റെ കുഞ്ഞകത്തുണ്ട്, എന്റെ ഫാദറുണ്ട്. അവർക്കൊന്നും സംഭവങ്ങൾ അറിയില്ല. അവരിപ്പോ അത്ഭുതത്തോടെ ആയിരിക്കും കേൾക്കുന്നത്. ആരോട് ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ അത്രയും ഞാൻ പറയാമോ എന്ന് എനിക്ക് അറിയില്ല. എനിക്കത് പറയാമോ ഇങ്ങനെയുള്ളതൊക്കെ അറിയില്ല. ആ ഹോട്ടലിനവിടെ എത്തിയപ്പോ ആ പോറ്റി ഹോട്ടലിൽ അവര് നേരത്തെ കുട്ടി റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, നമുക്ക് വിശ്രമിച്ചിട്ട് പോകാം. ഞാൻ പറഞ്ഞു, ഞാൻ വരൂല, എനിക്ക് പേടിയാ. അപ്പൊ പോയിട്ട് പറഞ്ഞു, ഇല്ല പറ്റത്തില്ല, വന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നോട് ദേഷ്യപ്പെടുവാനിടയായി തീർന്നു. ഞാൻ അവിടെ നിന്ന് എന്റെ കർത്താവിനെ എനിക്ക് അറിയത്തില്ല, പക്ഷെ ഏതോ ഒരു ഞാൻ അന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവത്തോട് പറഞ്ഞു, ഞാൻ പെട്ടുപോയല്ലോ, ദൈവമേ എങ്ങനെ ഇവിടെ രക്ഷപ്പെടുന്നു ഓർത്ത് നിന്ന് അവിടെ നിന്ന് കരയുവാനിടയായി തീർന്നു. പക്ഷെ എല്ലാവരും ഓർക്കുന്നു കർത്താവിന്റെ കരങ്ങൾ അവിടെ പ്രവർത്തിച്ചത്. ആ റൂം എടുത്ത സമയത്ത് തന്നെ അയാളുടെ മകൻ സ്കൂളിൽ നിന്ന് രക്തം ഛർദ്ദിക്കുവാനിടയായി തീർന്നു. ആ സ്പോട്ടിൽ
അങ്ങനെ അയാളെ വൈഫ് വിളിച്ചു പറഞ്ഞു, ചേട്ടാ ഓടി വാ, മോന് ബ്ലഡ് ഛർദ്ദിക്കുന്നുണ്ട്, സ്കൂളിൽ നിന്ന് വിളിച്ചിരുന്നു. അങ്ങനെ അയാൾ പെട്ടെന്ന് റൂം വെക്കേറ്റ് ചെയ്ത് എന്നെയും കൊണ്ട് വെള്ളനാട് കൊണ്ട് നിറക്കി. എന്നോട് ഇങ്ങനെ പറഞ്ഞ് എന്ന് ഓർക്കുന്നു, ചില നശുലങ്ങളെ പിടിച്ച് കയറ്റി ഇതൊക്കെ തന്നെ അനുഭവിക്കണം എന്ന് പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർക്കുന്നു. ഇന്ന് ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, എനിക്കറിയാം അവിടെ പ്രവർത്തിച്ചത് എന്റെ കർത്താവിന്റെ കരങ്ങളാണ്. ഓർത്തു നോക്കണേ ദൈവമക്കളെ, ഇത്ര ഘട്ടങ്ങളിലെ ദൈവം എന്നെ വിടുവിച്ചതെന്ന് ഓർക്കുമ്പോൾ ഞാൻ വീണ്ടും ദൈവത്തിന് നന്ദി പറയുന്നു. അങ്ങനെ വീണ്ടും കരഞ്ഞുകൊണ്ട് വീട്ടിൽ വരുവാനിടയായി തീർന്നു. അന്നും ഞാൻ ഓർത്തു, എന്റെ ജീവിതത്തിൽ ഇനി ഒരു മാറ്റവും ഉണ്ടാകത്തില്ല, ഇനി ആത്മഹത്യ തന്നെ അല്ലാതെ മറ്റൊരു എന്റെ മുമ്പിൽ. കാരണം ഇത്രയും അനുഭവങ്ങളിലൂടെ വരണം ഒരു സ്ത്രീ എങ്ങനെ ചിന്തിക്കാതിരിക്കും? ഇത്രയും അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നത് എങ്ങനെ നമുക്ക് ചിന്തിക്കാതിരിക്കും? നമുക്ക് പറയാൻ പറ്റും അങ്ങനെ ചിന്തിച്ചത്. പക്ഷെ അന്നത്തെ സാഹചര്യം അതായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്റെ സഹോദരന്റെ, എന്റെ ആങ്ങളുടെ കൂട്ടുകാരൻ ദുബായ് എന്ന പ്രദേശത്ത് ഒരു സാറിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ അദ്ദേഹം എന്റെ അണ്ണനോട് പറഞ്ഞു, മണിയണ്ട, അവിടെ ഒരു കൊച്ചിനെ നോക്കാൻ ഒരാളെ ആവശ്യമുണ്ട്, മലയാളി മതിയെന്നാ പറഞ്ഞത്, മണിയണ്ട ആരെങ്കിലും ഉണ്ടോ? അപ്പൊ എന്റെ അണ്ണൻ എന്നോട് പറഞ്ഞു, എന്റെ ഒരു സഹോദരി ഉണ്ട്, അവളടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ലാബ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെ ആ യാത്ര ഒരുങ്ങി വന്നു. അങ്ങനെ ലാബ് ഞാൻ വിറ്റു, എന്റെ വണ്ടിയും വിറ്റു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാന് ടിക്കറ്റ് ഒക്കെ റെഡി ആയിരുന്നു. വിസിറ്റിംഗ് വിസ എടുത്ത് പെട്ടെന്ന് യാത്ര ചെയ്യാനായിട്ട് വിസിറ്റിംഗ് വിസ എടുത്തു. അപ്പൊ അന്ന് മുതൽ എന്റെ ടേണിംഗ് പോയിന്റ് ആരംഭിക്കുന്നത്. ഇതെല്ലാം എന്റെ കഴിഞ്ഞ കാലങ്ങളിൽ ഈ കണ്ണുനീരിന്റെ അനുഭവത്തിൽ വന്നപ്പോൾ ഈ യാത്രയാണ് എന്റെ ടേണിംഗ് പോയിന്റ്. ആ സമയത്താണ് ഈ ദുബായിൽ പോണ യാത്ര വന്നപ്പോ ഞാൻ ഓർത്തു, അവിടെയൊക്കെ എനിക്ക് ഭയങ്കര ഗണപതി ഭക്തയാണ്. ഗണപതി വെച്ച് ഞാന് മരിക്കും, ആ ഒരു ഭക്തയാണ്. അപ്പൊ ഞാൻ എല്ലാ മാസവും ഗണപതി ഹോമം ചെയ്യും. എല്ലാ ഗണപതിയും ഹനുമാനുമാണ്, ഒരു രൂപമില്ലാത്ത രണ്ട് വ്യക്തികളാണ് എന്റെ ഇഷ്ട ദൈവങ്ങളായിരുന്നു. ഹനുമാനും ഗണപതി, ഈ രണ്ട് ദൈവമാണ് എന്റെ അന്നത്തെ ഇഷ്ട ദൈവങ്ങൾ. അങ്ങനെ ഞാൻ ഗണപതി കോവിലൊക്കെ പോയി പ്രാർത്ഥിച്ചപ്പോ ഞാൻ വിചാരിച്ചു, ദുബായല്ലേ, ക്ഷേത്രമൊന്നും കാണത്തില്ലല്ലോ എന്ന് ഓർത്ത് ഒരു കുഞ്ഞു ഗണപതിയുടെ വിഗ്രഹം എന്റെ കയ്യിലുണ്ടായിരുന്നു. അതെടുത്ത് ഞാൻ എന്റെ ബാഗിൽ വെച്ച് ഞാൻ എയർപോർട്ടിൽ വരാനിടയായി. അങ്ങനെ ഈ നാത്തൂരും സഹോദരൻ, അമ്മ, എന്റെ കുഞ്ഞുങ്ങൾ. എന്റെ ഇളയ മോനൊന്ന് കുഞ്ഞാണ്, അവന് മൂന്ന് വയസ്സൊക്കെ ഉള്ളൂ, 3-4 വയസ്സൊക്കെ ഉള്ളൂ, കുഞ്ഞു മോനാണ്. അങ്ങനെ അവനെ എങ്ങനെ ആശ്വസിപ്പിച്ചു. ഈ അണ്ണന്റെ മക്കളോടൊപ്പം കളിച്ചോണ്ടിരുന്നോണ്ട് അമ്മ പോണതിന്റെ വേദന അവൻ അറിഞ്ഞില്ല. അതിന് കളിച്ചോണ്ടിരുന്നു. അങ്ങനെ ഞാൻ വന്നു, ദുബായിൽ വന്നു, ബോർഡിങ് കഴിഞ്ഞു, എമിഗ്രേഷന് കയറി. വെളുപ്പാങ്കാലമാണ്. എമിഗ്രേഷന് കയറിയപ്പോ ഒരു വിധത്തിൽ എനിക്ക് എമിഗ്രേഷൻ അവര് സക്സസ് ആക്കത്തില്ല. കാരണം അന്ന് എനിക്ക് 32 വയസ്സുണ്ട്. അവര് പറഞ്ഞു, ഒരിക്കലും വിസിറ്റിംഗ് വിസയില് കയറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സാറേ, എനിക്ക് അവിടെ അപ്പൊ ജോലിക്കാണ് പോണെന്ന് പറയുന്നത്. അവിടുത്തെ സ്പോൺസർ ഒരു ഡോക്ടർ ചേച്ചിയാണ്. ആ ചേച്ചിയാണ് സ്പോൺസർ. ചേച്ചി മോക്ക് വേണ്ടിയിട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഞാൻ അവിടെ നിന്ന് ചേച്ചിയുടെ പേര് വിളിച്ചപ്പോ ചേച്ചി പറഞ്ഞു, മഞ്ജു എന്താണ് പറയുന്നത് തടസ്സം? ചേച്ചി ഈ പ്രായമായതുകൊണ്ട് ഇല്ല, മഞ്ജു പറയും, നമ്മളെ ബന്ധുവാണെന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ ഡീറ്റെയിൽസ് മറ്റും എയർപോർട്ട് മാനേജർക്ക് അയച്ചു കൊടുത്തു. അപ്പൊ ബന്ധുവാണെന്ന് പറഞ്ഞപ്പോൾ ചേച്ചിയുടെ സർട്ടിഫിക്കറ്റിൽ എന്നാണ് കിടക്കുന്നത്. എന്റെ സർട്ടിഫിക്കറ്റ് മഞ്ജുഷ കാസ്റ്റ് നായർ, ഇതാണ് ഇരിക്കുന്നത്, നായർ ഫാമിലിയാ. അപ്പൊ അവരെന്നോട് ചോദിച്ചു, ഒരു ക്രിസ്ത്യാനിയുടെ റിലേറ്റീവ് ആകുന്ന ഒരു നായർക്കാകാൻ പറ്റും? ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു നായർ സമുദായത്തിലുള്ള ആൾക്ക് എങ്ങനെ ആകാൻ കഴിയും? അപ്പൊ ഞാൻ അവിടെ എന്ത് പറയണമെന്ന് അറിയത്തില്ല. അപ്പം ചേച്ചിയുള്ള അല്ല, അവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കും, അത് കാണാൻ പോവുക. അവർ പറഞ്ഞു, ഈ കോലത്തിലുള്ള ഒരാൾക്ക് ഫെസ്റ്റിവൽ കാണാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല, അവർ ആ കള്ളത്തിൽ ഇങ്ങോട്ട് വേണ്ട. നിങ്ങൾ അവിടെ കൊണ്ടുപോയി ഇമ്മോറലായിട്ടുള്ള കാര്യങ്ങൾക്കാണ് കൊണ്ടുപോകുന്നത്. ഒരിക്കലും നിങ്ങൾ ഇവിടുത്തെ ഇന്ത്യൻ എംബസി അനുവദിക്കത്തില്ല. അവർ ചെയ്തത് നല്ലതാ, ചതിയിൽ പെടരുതല്ലോ എന്ന് ഓർത്തിട്ടാ. അങ്ങനെ എന്റെ ബോർഡിങ് കഴിഞ്ഞുകൊണ്ട് എയർ അറേബ്യ ഫ്ലൈറ്റിലാണ് ഞാൻ പോകുന്നത്. അവിടെ എനിക്ക് വേണ്ടി ഞാനൊരു പാസഞ്ചറിന് വേണ്ടി ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബോർഡിങ് കഴിഞ്ഞു പോയി. അവിടെ നിന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട്, മഞ്ജുഷ, വിലാസിനി, ബാലകൃഷ്ണൻ അവരിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് എമിഗ്രേഷൻ കിട്ടാൻ പോകാൻ കഴിയത്തില്ലല്ലോ. ആ സമയത്ത് കരഞ്ഞുകൊണ്ട് നിന്നപ്പോൾ ആ ഫ്ലൈറ്റിലുള്ള ഒരു ജീവനക്കാരൻ വന്നു എമിഗ്രേഷൻ ഓഫീസറോട് ചോദിച്ചു, സർ, മഞ്ജുഷ വിലാസിനി ടിക്കറ്റ് നമ്പർ ഇത്ര. അപ്പൊ അവർ പറഞ്ഞു ക്യാൻസൽഡ് എന്ന് പറഞ്ഞ് ആ ടിക്കറ്റ് അവരിങ്ങനെ ചുമന്ന സീൽ അടിക്കുവാനായിട്ട് പറഞ്ഞു. ക്യാൻസൽ ചെയ്തു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ എന്റെ ആ വഴി അവിടെ അടഞ്ഞു. അപ്പോ ഞാൻ ഇങ്ങനെ ഈ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എനിക്ക്. നിന്നപ്പോൾ എന്റെ ചെവിയിൽ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നു, നീ ജീവനുള്ള ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്നൊരു ശബ്ദം എന്റെ ചെവിയിൽ കേൾക്കുവാനിടയായി. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ആരെന്നോട്, അത് ആ സമയത്ത് ടെൻഷൻ ഇല്ലേ, ആരാണ് എന്നോട് ഇങ്ങനെ സംസാരിച്ചത്? വീണ്ടും ഞാൻ എന്റെ ചെവിയിൽ കേട്ടു, നീ ജീവനുള്ള ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിൽ. എനിക്കതൊന്നും മനസ്സിലായില്ല.
അപ്പം ടിക്കറ്റ് ക്യാൻസൽ ചെയ്തപ്പോൾ എന്റെ ലഗേജ് ഒക്കെ തിരികെ വന്നു. അപ്പൊ പിന്നെ നമുക്ക് അവിടെ നിൽക്കാൻ കഴിയത്തില്ലല്ലോ എയർപോർട്ടിനകത്ത്. അവരോട് പറഞ്ഞു പുറത്ത് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ പുറത്ത് വന്നപ്പോൾ എന്ന് ഓർക്കുന്നു, ഞാൻ പാസ്പോർട്ടിനെ വലിച്ചു കയറാൻ പോയി. കാരണം ഈ വഴി അടഞ്ഞു, ഇനി എന്റെ ജീവിതത്തിൽ ഇനി ഒരു വെളിച്ചമില്ല എന്ന് ഓർത്തുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പാസ്പോർട്ട് ഇങ്ങനെ കയറാൻ പോയതും എന്നെ നാത്തും പറഞ്ഞു, മഞ്ജു അങ്ങനെ ചെയ്യരുത്, നിനക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ നീ അങ്ങനെ ചെയ്യരുത്. ഞാൻ ബാഗിക്ക് ഒന്നും ഓർക്കുന്നു, ബാഗിനെ കൊണ്ട് പുറത്തോട്ട് ഞാൻ എറിയാണ് ചെയ്തത്, ലഗേജ് മൊത്തം. അതെല്ലാം നഷ്ടപ്പെട്ടു. അപ്പോ ഞങ്ങൾ കരഞ്ഞുകൊണ്ട് ബൈബിൾ പറഞ്ഞ് ഉമ്മയെ കൊടുത്തു പോയി. ഞാൻ കരഞ്ഞുകൊണ്ട് ഭവനത്തിൽ മടങ്ങി വരുവാൻ ഇടയായി തീർന്നു. ഞാൻ പോകേണ്ട ഫ്ലൈറ്റിന്റെ തലയ്ക്ക് മുളക്കളെ പോകുന്നത് കണ്ട് ഞാൻ ദുഃഖിച്ച് ഏറെ കരഞ്ഞു. അന്ന് പിന്നെ ആ ചേച്ചി എന്റെ അണ്ണനെ വിളിച്ചു പറഞ്ഞു, മണിയണ്ട, നമ്മൾ മാക്സിമം ശ്രമിച്ചു, പക്ഷെ കയറാൻ പറ്റി. അവരുടെ കാശ് നഷ്ടപ്പെട്ടു, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഐ എം ഹെൽപ്ലെസ് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആശ്വസിപ്പിക്കാൻ ഇടയായി തീർന്നു. കാരണം ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ട് അതിന്റെ ലാഭിനെ വിട്ട് എന്റെ വണ്ടി വിറ്റു, എല്ലാം വിറ്റു ഒരുങ്ങിയിരുന്ന സമയം ഈ ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെ വീട്ടിലെത്തിയില്ലെങ്കിൽ മടങ്ങി എന്റെ വെള്ളനാട് എന്റെ വീട്ടിലേക്ക് മടങ്ങി വന്നിട്ട് പിന്നെ എന്റെ ആ ചിന്ത മുഴുവൻ ഞാൻ മരണം എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്ത എന്നെ ഭരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ മരിക്കാൻ ഉടമ്പടി എടുത്ത അന്ന്, എന്റെ മനസ്സും ഞാനുമായി ഉടമ്പടി എടുത്ത രാത്രി, അന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ഇന്ന് ഞാൻ മരിക്കും എന്ന് അന്ന് ഉച്ചയ്ക്കാണ് ഞാൻ തീരുമാനിക്കുന്നത്, ഒന്ന് മരിക്കും. ഞാൻ എന്റെ കയ്യിൽ ഒത്തിരി സ്ലീപ്പിംഗ് പിൽസ് ഉണ്ട്, അത് കഴിച്ച് എത്രത്തോളം കഴിച്ചാൽ മരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം, ഇങ്ങനെ അബദ്ധം പറ്റരുത് എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ആ മെഡിസിൻ ഒക്കെ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇരുന്നപ്പോ ഒരു മാസം വരെ ഈ സംഭവം നടന്നിട്ട് ഈ ദുബായ് യാത്ര ക്യാൻസൽ ആയിട്ട് മരിക്കാൻ തീരുമാനിച്ചതിന്റെ അന്ന് ഉച്ചയ്ക്ക് എന്റെ സഹോദരൻ എന്റെ അമ്മയെ വിളിച്ച് പറഞ്ഞു, അമ്മ നമ്മളെ വീട്ടിൽ പ്രാർത്ഥന വെക്കുന്നുണ്ട്, മഞ്ജു നടന്ന് വരാൻ പറ. അപ്പൊ അമ്മ എതിർക്കുന്നതാണ്, ബന്ധക്കോസ് ആരാധനകളെല്ലാം എതിർക്കുന്ന എന്റെ അമ്മ അന്ന് പറഞ്ഞു, മഞ്ജു നിന്നെ മണിയണ്ട വിളിച്ചു, നീ പോ, അവിടെ പ്രാർത്ഥന വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ പോകത്തില്ല, ബന്ധക്കോസ് ചെന്ന് കൈകൊട്ടാനും പാടാനും ഞാൻ പോകത്തില്ല, എനിക്കിഷ്ടമില്ല, ഞാൻ പോകുന്നില്ല. അപ്പൊ അമ്മ അന്ന് ഒരു വിധത്തിൽ എന്നെ വീട്ടിലിരിക്കാൻ സമ്മതിക്കത്തില്ല, എന്തോ എന്നെ വീട്ടിലിരിക്കാൻ സമ്മതിക്കുന്നില്ല. പോയേ പറ്റൂ, നീ പോണം, മണിയണ്ട വിളിക്കുന്നു, പോന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളം. അപ്പൊ ഞാൻ മനസ്സിലോർത്തു, ശല്യം, ഞാൻ മരിക്കാനും അനുവദിക്കത്തില്ല എന്ന് ഓർത്ത് അമ്മ നിർബന്ധിച്ചാണ് എന്നെ അന്ന് അണ്ണന്റെ വീട്ടിലോട്ട് വിട്ടത്. അന്നൊരു പ്രാർത്ഥന, എന്റെ അമ്മയുടെ ഒരു കസിനാണ് അന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് വരിക. അമ്മയുടെ കസിനിന്റെ വിശ്വാസത്തിൽ വന്ന ആളാണ്, അവർ ഒരുപാട് ആത്മാക്കളെ നേടിയ ആളാണ്. അങ്ങനെ ഞാൻ വെള്ളനാട് ഡിപ്പോയിൽ നിന്നും ഈ അണ്ണന്റെ വീടുന്ന ദേശത്തിൽ 10 കിലോമീറ്റർ ദൂരമാണ്, 10-12 കിലോമീറ്ററാണ്. അതുവരെ ഞാൻ കരഞ്ഞ്, എനിക്കന്ന് പുറമെ ഒന്നും ലോകം ഒന്നും കണ്ടില്ല. എന്റെ മനസ്സിൽ ചിന്തിക്കുന്നത്, ഇന്ന് പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കുക, തിരിച്ച് വീട്ടിൽ ഒന്ന് മരിക്കുക. എന്നിട്ട് ഞാൻ മക്കളെ കുറിച്ച് ഞാൻ ഓർക്കുന്നില്ല, അവരെങ്ങനെയെങ്കിലും ജീവിക്കും. ഇത്രയും കാലം ഞാൻ ഓർത്ത് എനിക്ക് മരിക്കാനും പറ്റിയില്ല, ജീവിതത്തിൽ ഒന്നും നേടുവാനും കഴിഞ്ഞില്ല. ദുഃഖവും ദുരിതവും നിന്നയും പഴിയും ദുഷിയും എല്ലാം ഒന്നുമില്ല. അങ്ങനെ ഞാൻ ഒരു താൽക്കാലികമായി അവരെ ഒന്ന് കണ്ടു തല കാണിക്കുക, വരിക എന്നുള്ള അർത്ഥത്തിൽ ഞാൻ അണ്ണന്റെ വീട്ടിലേക്ക് പോയി. അപ്പൊ 1 മാസമായി ദുബായ്ക്ക് യാത്ര ക്യാൻസൽ ചെയ്തിട്ട് അവരെ വീട്ടിൽ പോയി. ഞാൻ ഇങ്ങനെ നിസ്സംഗതയോടെ ഇരിക്കുവോ, നാത്തൂനൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഞാനൊന്നും കേട്ട ഭാവം കാണിക്കുന്നില്ല. അവിടെ ഇങ്ങനെ ഇരുന്ന സമയത്ത് ഒരു 8:30 മണി ആയപ്പോൾ രാത്രി എന്റെ അമ്മയുടെ കസിൻ അണ്ണന്റെ വീട്ടിൽ പ്രാർത്ഥനയ്ക്കായിട്ട് വരാനായിട്ട് സ്റ്റോപ്പിൽ ഇറങ്ങിയതും അണ്ണന്റെ ഫോണിൽ നിന്ന് ഫോണിലേക്ക് ദുബായിൽ നിന്ന് കോൾ വന്നു, മണിയണ്ട, നമുക്ക് മഞ്ജുവിനെ തന്നെ മതി, നമ്മൾ ഇനി പെർമനന്റ് വിസ എടുക്കാൻ പോവുക. അപ്പോഴെങ്ങനെ തടയാൻ പറ്റും, വിസിറ്റിംഗ് വിസയല്ലേ അവർക്ക് തടയാൻ പറ്റൂ, നമ്മൾ പെർമനന്റ് എംപ്ലോയി വിസ എടുക്കാണ്. ആ വിസയിൽ മഞ്ജു നമ്മൾ കൊണ്ടുപോയി, നമുക്ക് മഞ്ജുവിനെ മതി നമ്മൾ തീരുമാനിച്ചു. അപ്പൊ അണ്ണൻ പറഞ്ഞു, മഞ്ജു നിന്നെ റോണി മാഡം വിളിച്ചിരുന്നു, നിന്നെ വീണ്ടും ഓർക്ക് മതി. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അണ്ണൻ പറഞ്ഞു, കേട്ട പ്രാർത്ഥനയ്ക്ക് നീ വന്നപ്പോഴാ ഇങ്ങനെ വഴി തുറന്നത് കണ്ടു. അപ്പൊ ഞാൻ ഒന്നും വിശ്വസിച്ചില്ല, ഇതൊക്കെ പൊട്ടത്തരായിരിക്കും. അങ്ങനെ എന്റെ മാമൻ അവിടെ കടന്നു വന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെ എന്നിൽ പിശാചാകുവാൻ ഇടയായി തീർന്നു. അന്ന് നാത്തു പറഞ്ഞുള്ള അറിവ് എനിക്കുള്ളൂ, ഞാൻ ഈ പാമ്പഴയും പോലെ അവരെ വീട്ടിനകത്ത് മൊത്തം ഇഴഞ്ഞു പോയത് അവര് പറയാറ്. പാമ്പ് എങ്ങനെയാണ് ഒരു പാമ്പ് എഴയുന്നത്, അതുപോലെ ഇങ്ങനെ ഇഴഞ്ഞ് ദേഹം കള്ളി കീറി ഒരു അനുഭവം വരുവാൻ ഇടയായി തീർന്നു. അന്ന് ആ ഭൂതം എന്നെ വിട്ടുപോയി. എന്നപ്പോ ആ മാമനോട് പറഞ്ഞു, മക്കളെ നീ ഇനിയെങ്കിലും നീ മുറുകെ പിടിച്ചത് വിട്, അത് നിനക്ക് എന്ത് നേടിത്തന്നു, നിന്റെ ജീവിതം നിനക്ക് കിട്ടിയോ, നിനക്ക് സമാധാനം കിട്ടിയോ, നിനക്ക് സന്തോഷം കിട്ടിയോ, നിനക്ക് എന്ത് കിട്ടി, ഇനിയെങ്കിലും മക്കളെ അത് നീ വീട്ടിന്റെ ജീവനുള്ള ദൈവത്തെ നീ അറിയുവാൻ നിനക്കൊരു മുഖാന്തരമാണ് ദൈവം തന്നത്. ഹല്ലേലൂയ. ദൈവം അന്ന് ഞാൻ പക്ഷേ അന്ന് ഞാൻ വിശ്വസിച്ചെങ്കിലും ഒരു വിശ്വാസത്തോടെ അല്ല, അതിന് വിശ്വസിച്ചില്ലെന്ന് വേണ്ട അന്നുള്ള അർത്ഥത്തിൽ. അല്ല, എനിക്ക് ഒരു വിശ്വാസവും ഇല്ല, അതിന് വിശ്വസിക്കാത്തതാണ് നന്മ കിട്ടിയില്ല എന്ന് വേണ്ട എന്നുള്ള അർത്ഥത്തിൽ
ഞാൻ മാമനോട് പറഞ്ഞു, മാമ ഞാൻ വിശ്വസിക്കാം. മാമ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ പോരാ, നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അപ്പൊ എന്റെ ഹൃദയത്തിനകത്ത് ദൈവമേ എനിക്ക് അങ്ങനെ വിശ്വാസമൊന്നുമില്ല, ഇവരൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയണേ എന്ന് ഞാൻ പറഞ്ഞു. കാരണം എന്റെ വിശ്വാസം മൊത്തം മറ്റേതാ. അങ്ങനെ ഞാൻ വായ കൊണ്ട് ഏറ്റു പറയും. ഞാൻ പറഞ്ഞു, വായ കൊണ്ട് പറയുന്നത് കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞു, വീട്ടിൽ പോയി. പിന്നെ പണമടയുന്ന കാര്യങ്ങളൊക്കെ നടന്നു. അപ്പൊ ചേച്ചി ആ വിസ വരാന്ന് പറഞ്ഞ ആള് നാട്ടിൽ വരുന്നുണ്ട്. അവര് ഫാമിലി ആയിട്ട് നാട്ടിൽ വരുന്നുണ്ട്. അത് പറഞ്ഞ് മനസ്സ് ഒറ്റയ്ക്ക് പോകണ്ട, നമ്മളോടൊപ്പം തന്നെ ദുബായിക്ക് പോകാം. അങ്ങനെ അവര് കുടുംബമായിട്ട് നാട്ടിൽ വന്നു. ആ സമയത്ത് തന്നെ എനിക്കുള്ള പേപ്പേഴ്സ് കാര്യങ്ങൾ ശരിയായി. 2 weeks അതിനകത്ത് കാര്യങ്ങളെല്ലാം റെഡിയായി. ഞാൻ പോകാനിടയായി തീർന്നു. അവിടെ എമിഗ്രേഷൻ തടസ്സം വന്നപ്പോൾ എന്റെ സ്പോൺസറുടെ ഭർത്താവ്, ആ സാറ് ദുബായിലെ ബിസിനസ്മാൻ ആണ്. അദ്ദേഹം പറഞ്ഞു, എന്താണ് നിങ്ങൾക്ക് തടസ്സം? അവരുടെ സ്പോൺസർ നമ്മളാണ്, അവർക്ക് പെർമനന്റ് വിസ എടുത്തിട്ടുള്ളൂ, ഇനി എന്ത് തടസ്സം, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അവരുടെ ഉത്തരം മുട്ടി. അങ്ങനെ എനിക്ക് ഒന്നും എന്റെ പോക്കറ്റിനകത്ത് കമതിയുണ്ട്. അങ്ങനെ അതുമായിട്ട് ഞാൻ വിദേശത്തേക്ക് പോകാനിടയായി തീർന്നു. അങ്ങനെ അവിടെ ചെന്ന് ഈ അവരൊരു ഭക്തമ വിശ്വാസക്കാരാ. അവര് പെന്തക്കോസ്ത് അനുഭവമല്ല അവർക്ക്. അവിടെ പോയി അവരോടൊപ്പം വീട്ടിലെ കാര്യങ്ങളും ജോലികളൊക്കെ ചെയ്തു. അങ്ങനെ ഇരുന്നപ്പോൾ എന്നോട് നാട്ടിലെ പാസ്റ്റർ പറഞ്ഞു, മഞ്ജു അങ്ങനെ ചുമ്മാ ഇരുന്ന പോലെ അവിടെ ചർച്ചിലൊക്കെ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഇംഗ്ലീഷ് ചർച്ചിൽ പോയി ഒന്നും മനസ്സിലാവത്തില്ല, കാരണം അവരുടെ ആരാധന നമുക്കൊന്നും മനസ്സിലാവത്തില്ല. ഞാൻ എനിക്ക് മലയാള സർവീസ് ഉള്ള സഭയുണ്ടോ? അങ്ങനെ ഈ സാർ തന്നെ അവിടെ ഉറ്റാത്ത എന്ന് പറഞ്ഞ സ്ഥലത്ത് എനിക്കൊരു ചർച്ച്, ഒരു ഇത് മാറനാഥ ഗോസ്ബൽ ചർച്ച്, അവിടെ റെഡിയാക്കി തന്നു. അങ്ങനെ അവിടെ പോയി വന്നു വചനം കേൾക്കും. അപ്പൊ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്താണ് ഇതൊക്കെ പറയുന്നത്. കുറെ എന്തൊക്കെയോ സർവറും എന്നൊക്കെ ഭാഷകൾ പറയും, ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ദൈവം അപ്പോഴേ എന്റെ ഹൃദയത്തെ തൊട്ട് കഴിഞ്ഞു. തൊട്ടുകൊണ്ടേയിരുന്നു. പിന്നെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എനിക്കിതൊക്കെ വായിച്ച ഒന്നും മനസ്സിലാകാനൊരു ബുദ്ധി തരണമേ, എനിക്കതൊക്കെ വായിച്ചെനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ റൂമിൽ ഞാൻ വെറുതെ ഇരുന്ന് ഇതൊക്കെ ഒന്ന് വായിക്കാൻ തുടങ്ങി വന്നപ്പോഴും ദൈവം എന്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഞാൻ അപ്പോൾ തോന്നി, ഇതിനകത്ത് എന്തോ സത്യമുണ്ട്. കാരണം എനിക്ക് അന്നുവരെ ഇല്ലാത്തൊരു സമാധാനം. പിന്നെ മരിക്കണം എന്നുള്ള ചിന്ത കടന്നു പിന്നെ എനിക്ക് വരുന്നില്ല. പിന്നെ എന്റെ ജീവിതത്തിന്റെ സമാധാനം, എന്തൊക്കെയോ ഒരു സന്തോഷം എന്റെ ജീവിതത്തിനകത്ത് ഒരു മാറ്റം വരുന്നത് പോലെ എനിക്ക് ആ ഒരു നിരാശ മാറി, ആ ഒരു എന്റെ മനസ്സിനകത്ത് ദുഃഖങ്ങൾ മാറുന്നു. അതെന്തോ എന്തോ ഒരു ചൈതന്യം എനിക്ക് അനുഭവപ്പെടുവാൻ കഴിഞ്ഞു. അങ്ങനെ ഞാൻ എന്റെ കർത്താവിനെ അറിയുവാൻ അന്ന് മുതൽ ആരംഭിച്ചു. അങ്ങനെ ഞാൻ നിരന്തരമായി സഭയിൽ പോവുകയും അവിടെ ജോലി ചെയ്യുകയും ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എന്റെ ഹൃദയത്തിൽ തോന്നി, എനിക്കിനി സ്നാനപ്പെടണം. അപ്പൊ എല്ലാം മിക്കവാറും 6 മാസം 5 മാസം കൂടുമ്പോൾ ചേച്ചി നാട്ടിൽ വരാറുണ്ട്. അപ്പൊ എന്നെ കൂടെ കൊണ്ടുവരുന്ന അവർ വീട്ടിലെ ജോലി ചെയ്യാൻ എന്റെ വീട്ടിൽ വിടത്തില്ല. പക്ഷെ എനിക്ക് ചർച്ചയിൽ പോകാനുള്ള അവസരം തരും. അങ്ങനെ ഒരു ഡിസംബർ 2012 ഡിസംബറില് നമുക്ക് ഉപവാസ പ്രാർത്ഥന, മാതൃസഭ IPC ആണ് എന്റെ മാതൃസഭ, ഉള്ളൂർ മെഡിക്കൽ കോളേജ് എന്ന പ്രദേശത്ത് ഉള്ളൂർ എന്ന സ്ഥലത്ത്. അവിടെ സ്നാനപ്പെടുവാൻ ഞാൻ പറഞ്ഞു, ഞാൻ സ്നാനപ്പെടുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് ഡിസംബർ 31 സ്നാനക്കുള ഒരുക്കി അവർ വെള്ളവും നിറച്ചു കാത്തിരുന്നു. അതുവരെ ഇല്ലാത്ത പ്രതികൂലം എനിക്ക് വന്നു. അന്ന് ഞാൻ എന്റെ ചേച്ചിയോടും സാറെന്ന് പറഞ്ഞു, ഞാൻ ഇവിടുത്തെ ജോലിയെല്ലാം ചെയ്തിട്ട് ഞാൻ രാത്രി പോയി ഞാൻ സ്നാനപ്പെടണമെന്ന് പറഞ്ഞു പോയി. സ്നാനപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് എന്നെ വിടുവോ ചേച്ചി, ഇത് മഞ്ഞ് പൊറ്റോ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എല്ലാ ജോലിയും പെട്ടെന്ന് അങ്ങ് ഒതുക്കി. കുഞ്ഞിനെ നോക്കണം, വീട്ടിലെ ജോലി നല്ല ഭാരിച്ച പണിയാണ്, വിരുന്നുകാർ വരും, അവരുടെ കാര്യം നോക്കണം. അങ്ങനെ ഇരുന്ന സമയത്ത് ഒരു 5 എല്ലാ പണിയും തീർത്തു കുളിച്ച് നല്ല കുട്ടാപ്പിയായി. ഇനി 7 മണിയേക്കാൾ എന്റെ സഹോദരൻ എന്നെ വിളിച്ചോളൂ. അങ്ങനെ ഇരുന്ന സമയത്ത് അവർ വിളിച്ചു പറയുന്നു, മഞ്ജു ഇപ്പോൾ 1 കിലോ പോർക്ക്, 1/2 കിലോ ബീഫ്, ചിക്കനായിട്ട് ഇപ്പൊ ആള് വരും, എല്ലാം ഫ്രൈ ചെയ്യണം, കറി വെക്കണം, അത് ചെയ്യണം. ചേച്ചി എല്ലാം ഉണ്ടായിരുന്നു, അതുപോലെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ളത് വേണം. ഞാൻ ഇനി എപ്പോഴും ചേച്ചി ഇതൊക്കെ ഉണ്ടാക്കുന്നത്? അതൊന്നും നമുക്കറിയണ്ട, പള്ളിയിൽ പോകാനല്ല മഞ്ജുവിടെ കൊണ്ടുവന്നത്, ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. അപ്പൊ ഇത് ഉണ്ടാക്കി എന്തായാലും രാത്രി 10-10 ഞാൻ അവിടുത്തെ കരയാൻ തുടങ്ങി. ചേച്ചി കരച്ചത് നമുക്ക് കാണണ്ട, നമ്മുടെ ജോലി ചെയ്യാനാണ് പോകുന്നത്. അവിടെ ഒരു സഭ മൊത്തം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി, മഞ്ജു ഇവിടെ വരണം, വന്നായ സ്നാനത്തിനുള്ള ഒരുങ്ങാൻ പറ്റൂ. ഞാൻ കണ്ണീരോടെ ആ ജോലികളെല്ലാം പാറ ചെയ്തു കഴിഞ്ഞപ്പോൾ രാത്രി 9:30 മണിയായി. 9:30 മണിയായി ഞാൻ ചേച്ചി ഇനി ഞാൻ പൊക്കോട്ടാ. അപ്പൊ സാറ് പറഞ്ഞ എന്ന് ഓർക്കുന്നു, ഒരു കാര്യം സ്നാനത്തിനല്ലേ പോകുന്നേ, ഒരു ബക്കറ്റില് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, അതിലോട്ടൊക്കെ തലയിട്ട് മുക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. ഞാൻ അവരുടെ മുമ്പിൽ കരഞ്ഞില്ല. ഞാൻ ഇന്ന് ഓർക്കുന്നു, ബാത്റൂമിൽ ചെന്ന് ഞാൻ തല അടിച്ച് കരഞ്ഞു. അവർ ടൈല് ഞാൻ തല അടിച്ച് കരഞ്ഞു. ദൈവമേ എനിക്ക് സ്നാനത്തിന് പോയി സ്നാനപ്പെടണം, വെള്ളം വേണമെങ്കിൽ കുടിച്ചു, വെള്ളം വേണം. അങ്ങനെ ഞാന്
വീണ്ടും ബാത്റൂമിലെ ടൈല് തലമാറി അടിച്ച് കറങ്ങിരുന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. തല മോളത്തക്ക രീതിയിൽ ആ ടൈലിന് തലമാറി അടിച്ചു. ഇന്ന് എനിക്ക് പോയേ പറ്റൂ സ്നാനത്തിന്. അങ്ങനെ ഞാന് ആ റൂമിൽ ഇങ്ങനെ കരഞ്ഞോണ്ടിറങ്ങിയപ്പോ സാറ് ചോദിച്ചു, എന്താ മനുഷ്യനോ കടന്തൽ കുത്തിയ പോലെ ഇരിക്കുന്നത്? ഞാൻ കണ്ണുനീർ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. സാറിന് പോയി കരഞ്ഞ് മുഖം തെറിപ്പിച്ചോടെ നിൽക്കണ്ട, എവിടെയും പോയി തൊലയി എന്ന് എന്റെ യജമാനൻ പറഞ്ഞു, സാറ് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ അതുവരെ എനിക്ക് വേണ്ടി സഭ കാത്തിരിക്കുകയാണ്, പ്രാർത്ഥന പോലും തുടങ്ങാതെ. അണ്ണൻ വന്നു, പെട്ടെന്ന് എന്നെ കൊണ്ടുപോയി. അന്ന് സ്നാനപ്പെട്ടപ്പോൾ സ്നാനപ്പെടുന്നതിന്റെ തലേ ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് അവരെന്നെ വിട്ടു. തലേ ദിവസം എന്നെ ദൈവം പരിശുദ്ധാത്മാവിനാണ് നിറച്ചു. സ്നാനത്തിന്റെ തലേ ദിവസം പരിശുദ്ധാത്മാവിനെ എന്നെ നിറച്ചിരുന്നു. അന്യഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. പിറ്റേ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. സ്നാനത്തിന് എന്നെ ഒരുക്കി ദൈവം കൊണ്ടുപോയി സ്നാനകുളത്തിൽ. ഞാൻ സ്നാനകുളത്തിൽ ഇറങ്ങുമ്പോൾ ആ ദേവദാസനില് ദൈവത്തിന്റെ ഒരു ഭയങ്കര ഒരു പവർ വന്ന് ദേവദാസനിലേക്ക് പകരുവാനിടയായി. അന്ന് സ്നാനകുളത്തെ വെച്ച് അഭിഷേകത്തോടെ ദേവദാസനെ തലയെ കൈവച്ച് കുറെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പറയുവാനിടയായി. ഇന്നും അത് ഓർക്കുന്നു. നിന്റെ അപ്പനും അമ്മയെ വിടുവിക്കപ്പെടും. നിന്റെ അപ്പനും അമ്മയെ വിടുവിക്കപ്പെട്ടിട്ടില്ല. അന്ന് ദേവദാസൻ പറഞ്ഞു, നിന്റെ അപ്പനും അമ്മയെ വിടുവിക്കപ്പെടും, നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, നീ ദേശത്തിന് അനുഗ്രഹമായിരിക്കും, നീ അനേകർക്ക് വേണ്ടി കാര്യങ്ങൾ എഴുതിട്ടും. ഇന്ന് ആ ദേവദാസനോട് ദൈവം പറയുവാനിടയായി തീർന്നു. അന്ന് ഞാൻ ഓർക്കുന്നു, എന്റെ അപ്പനും അമ്മയെ വിടുവിക്കപ്പെട്ടു. അന്ന് ഞാൻ സ്നാനപ്പെട്ടപ്പോൾ എന്റെ അമ്മ എന്നെ എതിർത്തു. അമ്മ ഭയങ്കരമായിട്ട് എന്നോട് കോപിച്ചു. അമ്മ പറഞ്ഞു, ഒരുത്തനെ അങ്ങനെ പോയി ബന്ധക്കോസിന് വേണ്ടിയിട്ട് നീ അങ്ങനെ ഇറങ്ങിയെന്ന് ചോദിച്ചാൽ അമ്മ ഭയങ്കരമായിട്ട് വിളക്കുണ്ടാക്കാൻ ഇടയായി തീർന്നു. അമ്മ ആനയും ഒക്കെ വിഗ്രഹങ്ങളൊക്കെ വെച്ച് വിളക്ക് എത്തിക്കും, അതൊക്കെ എടുത്ത് വേസ്റ്റ് കൂട്ടയിലിട്ടു. ഞാൻ പറഞ്ഞു, അമ്മ, നമ്മൾ വിശ്വസിച്ചത് ദൈവമായിരുന്നില്ല. നമ്മൾ വിശ്വസിക്കുന്നവരെ പ്രാർത്ഥിച്ചതും ആരാധിച്ചതും നമ്മൾ അവർക്ക് വേണ്ടി കൊടുത്തതും അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടതും അവരെ കാണാൻ വേണ്ടി മല ചവിട്ടിയതും അവരെ കാണാൻ വേണ്ടി കാതങ്ങൾ യാത്ര ചെയ്തതും പ്രഭാവിലാണ്. അതൊന്നും ദൈവമല്ല, അതൊക്കെ നമ്മൾ നശിപ്പിച്ചതായിരുന്നു. നമുക്ക് എന്ത് കിട്ടി? നമ്മൾ അമ്മയുടെ മോക്ക് എന്ത് കിട്ടി? ഈ ചെറിയ പ്രായത്തിൽ വിധവയാകുമെന്ന് എന്റെ ജാതകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ? അന്ന് ജാതകത്തിന് വിധവയാകുമെന്ന് എഴുതി വെച്ചിട്ടില്ല. പക്ഷെ എങ്ങനെ വിധവയായി തീർന്നു? അപ്പൊ അതൊന്നും ദൈവമല്ല, അതൊന്നും സത്യമല്ല, അതൊക്കെ വെറും മൂഢവിഗ്രഹമാണ്. ഒരു കാട്ടിൽ നിന്ന് മരം വെട്ടിക്കൊണ്ടുവന്ന തടി വെച്ച് ഉണ്ടാക്കി അതിനെ ആരാധിക്കുന്ന ഒരു വിഗ്രഹം എങ്ങനെ ദൈവമാകും? നമ്മളെ രക്ഷിക്കാൻ കഴിയാത്ത ഒരാൾ എങ്ങനെ ദൈവമാകും? നമ്മുടെ സങ്കടം കാണാത്ത ഒന്ന് എങ്ങനെ ദൈവമാകും? നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്ത ഒന്ന് എങ്ങനെ ദൈവമാകും? ഇത് നമ്മുടെ അമ്മക്ക് അത് ഉൾക്കൊള്ളുവാനിടയായി. അമ്മയ്ക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഒരു രാത്രി എന്നെ ഉറങ്ങിക്കിടന്ന സമയത്ത് അമ്മയുടെ ഉള്ളിൽ ദൈവം പ്രവർത്തിച്ചു. അമ്മ കണ്ട ഒരു ദർശനം ഇങ്ങനെയാണ്. സ്വർഗത്തിൽ നിന്ന് ഒരു നക്ഷത്രം പോലെ ഒരു ഗോൾ നിറഞ്ഞ് നമ്മുടെ നെഞ്ചിലേക്ക് ആഴത്തിൽ പതിക്കുവാനിടയായി തീർന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ കർത്താവിന്റെ ശബ്ദം അമ്മ കേൾക്കുവാനിടയായി തീർന്നു. അന്ന് പിറ്റേ ദിവസം എന്റെ അമ്മ പറഞ്ഞു, എനിക്ക് സേവിച്ച ദൈവത്തെ വേണ്ട, എനിക്ക് യേശുവിനെ മതി എന്റെ അമ്മ പറയുവാനിടയായി തീർന്നു. അന്ന് അമ്മയും ആ ദൈവത്തെ വിശ്വസിപ്പാനിടയായി തീർന്നു. അതുവരെ നമ്മളെ വീട്ടില് അമ്മയുടെ ഒരു ചേച്ചി കുഞ്ഞിനെ മരിച്ചു പോയിട്ടുണ്ട്. അവർക്ക് വെച്ചു കൊടുക്കുന്ന ഒരു ചടങ്ങ് എല്ലാ വർഷവും നമ്മുടെ വീട്ടിൽ പെട്ടിയിൽ അവർക്കുള്ള കുഞ്ഞുടുപ്പ്, കരിവെള്ളം ഇതൊക്കെ വാങ്ങി മരിച്ച ആത്മാക്കൾക്ക് വെച്ചു കൊടുക്കുന്ന ഒരു ചടങ്ങ് നമുക്കുണ്ടായിരുന്നു. അന്ന് അമ്മ ഈ സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത് പിറ്റേ ദിവസം എന്റെ അച്ഛനോട് പറഞ്ഞു, നമുക്ക് ഇത് വേണ്ട, ഈ വീട്ടിൽ വെച്ചേക്കേണ്ട, ഇതെടുത്ത് ആറ്റിൽ കൊണ്ട് ഒഴുക്കാൻ പറഞ്ഞു. അങ്ങനെ എന്റെ അച്ഛന്റെ കയ്യിൽ അമ്മ അത് എടുത്തു കൊടുത്ത് അതൊരു ആറ്റിൽ ഒഴിക്കാതെ എനിക്ക് ഇന്ന് ഞാൻ ഓർക്കുന്നു. അങ്ങനെ ഞാനും അമ്മയൊക്കെയും പിന്നെ പള്ളിയിൽ പോകാനിടയായി തീർന്നു. ഞാൻ തിരിച്ചു വീണ്ടും ദുബായിക്ക് പോയി അവിടെ പോയി സ്നാനപ്പെട്ടതിന് ശേഷം എന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതികൂലം വീണ്ടും കടന്നു വന്നു. ഓർക്കും, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്രതികൂലം ഇല്ലാന്നല്ല, പ്രതികൂലം ആരംഭിക്കുവാണ് അവിടെ. അപ്പൊ പാസ്റ്റർ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, സ്നാനപ്പെട്ട് കഴിഞ്ഞു, ഇനി ജാഗ്രതയോടെ ജീവിക്കണം. ഇനിയാണ് യഥാർത്ഥത്തില് വിശ്വാസ ജീവിതത്തിലേക്ക് നമ്മൾ കയറുന്നത്. ഇതുവരെയും ചെറിയ ചെറിയ തട്ടും മുട്ടും ഒക്കെ കിട്ടിയുള്ളൂ. ഇനിയുള്ളത് ഇച്ചിരി നമ്മൾ പ്രാർത്ഥിച്ചു കയറേണ്ടതാണ്. അങ്ങനെ ഞാൻ അവിടെ പോയപ്പോ തൊട്ട് ആ വീട്ടിൽ നിന്ന് പ്രതികൂലം ആരംഭിക്കാൻ തുടങ്ങി. ഞാൻ അവിടെ തളർന്നു പോയില്ല. ഞാൻ അവിടെ ഒറ്റയ്ക്ക് ഉപവസിക്കാൻ, അവിടെ എനിക്കൊരു സംവിധാനമില്ല. അതുകൊണ്ട് ഒറ്റയ്ക്ക് ഉപവസിക്കാൻ തുടങ്ങി. 3 നേരം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു രാത്രി ഈ ചേച്ചിയും സാറും കുഞ്ഞും ഒക്കെ നാട്ടിൽ പോയ സമയത്ത് അത് വില്ലയാണ്. വില്ലയിൽ ഒറ്റയ്ക്കാണ് ഞാൻ പണ്ട് ഒറ്റയ്ക്ക് ഞാൻ കിടക്കത്തില്ല. ഒരു റൂമിൽ പോലും ഒറ്റയ്ക്ക് കിടക്കാൻ എനിക്ക് പേടിയാണ്. അപ്പൊ ആ സാഹചര്യത്തിലാണ് ഒരു വില്ലയെ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് അവർ നാട്ടിൽ പോയി. അപ്പൊ എനിക്ക് അവർ പോവലെന്ന് പറയാൻ കഴിയില്ല. കാരണം നമ്മൾ ഹൗസ് വൈഫാണ്, അവിടെ പറയാൻ കഴിയില്ല. ഞാൻ അവിടെ പേടിച്ച് പറച്ചിരുന്നു, ദൈവമേ, ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണല്ലോ. അവർ ഫോൺ നമ്പറൊക്കെ തന്നു, സഹായത്തിന് വേണമെങ്കിൽ ആവശ്യങ്ങൾക്ക് ആൾക്കാരെ പരിചയപ്പെടുത്തി.
എങ്കിലും ദൈവം അവിടെ എന്നെ ഒറ്റയ്ക്കാക്കിയതൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടിയത് പിന്നെ ഞാൻ ഓർക്കുന്നു. അങ്ങനെ ഒരു രാത്രി ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് 3 നേരം പ്രാർത്ഥിക്കും. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഞാൻ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ വചനത്തിലൂടെ ദൈവം ഇങ്ങനെ സംസാരിക്കും. ഞാൻ അതൊരു ചിന്തിക്കാത്ത വചനമായിരിക്കാം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പറയും, ഇങ്ങനെ പറഞ്ഞു, ഒരു വചനം എന്റെ വായിലൂടെ ഇങ്ങനെ വന്നു. ഒരു ബെഥേൽ എന്ന ഗ്രാമത്തിൽ ഒരു കഴുതയെ കെട്ടപ്പെട്ട ഒരു കഴുതയെ കാണാം. നീ അതിനെ അഴിച്ചുകൊണ്ട് വരേണം. ആരെങ്കിലും നിന്നോട് ചോദിച്ചാൽ അതിനെ കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് നീ പറയണം എന്ന് പറഞ്ഞ ഒരു വചനം എന്റെ വായിലൂടെ ഇങ്ങനെ കടന്നു വരാൻ ഇടയായി തീർന്നു. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എന്തിനാണ് അങ്ങനൊരു വാക്ക് എനിക്ക് ഇപ്പൊ തന്നത്? അത് ദൈവം ഉത്തരം തന്നില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിടന്നൊരു വെളുപ്പാൻ കാലം ആയപ്പോൾ ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് വെച്ചാൽ എനിക്ക് ചുറ്റും കുറെ പിശാചുക്കൾ. ഞാൻ ശബ്ദം കേൾക്കുന്നുണ്ട്. അത് പറയുന്നുണ്ട് ഇങ്ങനെ, ഇവളെ സ്വാധീനിക്കുവാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇവളിലേക്ക് അടുക്കുമ്പോൾ ഒരു ശക്തി നമ്മളിലേക്ക് വന്ന് അടിക്കുന്നു. അതുകൊണ്ട് ഇവളെ സ്വാധീനിക്കാൻ കഴിയുന്നില്ല. എവിടെയൊരു ശക്തി പുറപ്പെടുന്നു എന്നിങ്ങനെ ഒരു ശബ്ദം കേൾക്കുവാനിടയായി. ഞാൻ പെട്ടെന്ന് ചാടി എണീറ്റപ്പോൾ മാനുഷികതയിൽ എനിക്ക് ഭയം തോന്നി. പിശാചുകളൊക്കെ ഇവിടെ ഉണ്ടോ എന്നൊക്കെ ഓർത്ത് ഞാൻ ഭയം തോന്നി. ഞാൻ പെട്ടെന്ന് വൈകുന്നേരത്ത് പ്രാർത്ഥിച്ചു, കർത്താവിനെ ഒറ്റയ്ക്കാണ്, എനിക്ക് ഭയമാണെന്ന്. പക്ഷെ ദൈവം എനിക്ക് ധൈര്യം തന്നു. ആ ഗൾഫ് രാജ്യത്ത് എന്നെ ദൈവം ഒരുപാട് ദൈവത്തെ അറിയുവാനിടയാക്കി. ഞാൻ അവിടെ വെച്ച് ദൈവത്തെ ഒരുപാട്, എനിക്ക് എത്ര ദൈവത്തെ നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞാൻ 7 ദിവസം ഉപവസിക്കുന്ന സമയത്ത് അവിടെ വിരുന്നുകാരുടെ ബഹളമായിരിക്കും. പിന്നെ അവർക്ക് ആഹാരം ഉണ്ടാക്കുക. എനിക്ക് ഞാൻ തളർന്നു പോയിട്ടുണ്ട്. ഉപവസിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു 10-12 പേര് വരും. പിന്നെ അവർക്ക് ചിക്കൻ കറി, ബീഫ് കറി, പിന്നെ ഉയർത്തിയത് എനിക്കറിയില്ല. അങ്ങനെ ഒരുപാട് ജോലികളിൽ തളർന്ന് ഇഴഞ്ഞായാലും ഞാൻ അതൊക്കെ ജോലി ചെയ്യും, അതിനോടൊപ്പം പ്രാർത്ഥിക്കും. അങ്ങനെ അപ്പൊ സാറ് പറഞ്ഞു, 5 പേർ ഉപവസിക്കാനൊന്നും പറ്റത്തില്ല, പ്രതികൂലം ഉണ്ടായി. പക്ഷെ ഒന്നും പറഞ്ഞില്ല. ഒരു ദിവസം സാറിന്റെ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി അവിടെ വെച്ച് നെഞ്ചുവേദന വന്നപ്പോൾ അവിടെ നിന്ന് അദ്ദേഹത്തെ പെട്ടെന്ന് എമർജൻസി നാട്ടിൽ പോകാൻ പറഞ്ഞു. ആ യാത്ര പറയാനാണ് ഇദ്ദേഹം സാറിനെ കാണാൻ വന്നത്. സാറിന്റെ എംപ്ലോയിയാ, നാട് ഹരിപ്പാട്, ശ്രീകുമാർ എന്നാണ് പേര്. അദ്ദേഹം സാറിനെ കാണാൻ വന്നപ്പോ സാർ എന്ത് പറ്റി ശ്രീകുമാർ? സാറ് എനിക്ക് നെഞ്ചുവേദന, ഇവിടെ ECG എടുത്തപ്പോൾ വേരിയേഷൻ ഉണ്ട്, പെട്ടെന്ന് ഒരു ബൈപ്പാസിന്റെ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. സാറ് ഞാൻ നാട്ടിൽ പോകുക, എനിക്ക് 3 കൊച്ചുമക്കളാ, തിരിച്ചു വരാൻ കഴിയുമെന്ന് അറിയില്ല, യാത്ര പറയാൻ വന്നേന്ന് പറഞ്ഞു. അപ്പൊ ഈ സാറിനോട് ദൈവം ഇങ്ങനെ ഇടപെട്ടു. സാർ പറഞ്ഞു, മഞ്ജു വന്നേ, നീ മഞ്ജു ഉപവസിക്കുമല്ലേ, ഒന്ന് പ്രാർത്ഥിക്കേ. അപ്പൊ എനിക്ക് അത് പേടിയാ, എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല പൊതുവെ. ഞാൻ സാറിന് എനിക്ക് പേടിയാ. സാർ മഞ്ജു ഉപവസിച്ചോണ്ടിരിക്കില്ല, കളിയാക്കിയതാ. മഞ്ജു പ്രാർത്ഥിച്ചേ പറ്റൂ. അപ്പൊ ഞാൻ പെട്ടെന്ന് ഞാൻ സാറിന് ഇപ്പൊ വരാം എന്നും പറഞ്ഞ് ഓടിച്ചെന്നെ മുറിയിൽ ചെന്ന് ഞാൻ വിചാരിച്ചു നമ്മളെ ദുബായിലെ സത്യത്തിലെ പാസ്റ്റർ വിളിച്ച് പറയാം പ്രാർത്ഥിക്കാൻ. ഞാൻ പ്രാർത്ഥിച്ച ദൈവമേ എനിക്ക് പേടി എന്ന് പറഞ്ഞപ്പോ എനിക്കെന്തോ അതിനൊന്നും ദൈവം അനുവദിച്ചില്ല. ദൈവം പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. ഇപ്പൊ സാറും ശ്രീകുമാറിന്റെ കയ്യിൽ പിടിച്ച് പ്രാർത്ഥിക്കാം, ഞാൻ വലിയ തോളിൽ തൊട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു, ദൈവമേ ഈ സഹോദരനെ സൗഖ്യമാക്കണമേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ, എനിക്ക് അത്ര അറിയുള്ളൂ. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഓടി റൂമിൽ വന്ന് പറഞ്ഞു, കർത്താവേ ആ വ്യക്തിക്ക് സുഖമാവണേ, അല്ലെങ്കിൽ എനിക്കത് പേടിയാണെന്ന് പറഞ്ഞു. ദൈവം അതിനൊന്നും മറുപടി തന്നില്ല. ഒരു 2 ആഴ്ചയായപ്പോൾ ആ വ്യക്തി വീണ്ടും ദുബായിൽ വന്നു ഈ സാറിനെ കാണാൻ വന്നു. സാറിനെ കാണാൻ സാർ എന്തുപറ്റി ശ്രീകുമാരെ പെട്ടെന്ന് വന്നല്ലോ? സാറ് നാട്ടിൽ എനിക്ക് ഒരു കുഴപ്പമില്ല, ECG എടുത്ത ഒരു വേരിയേഷൻ ഇല്ല സാർ, എന്താണെന്ന് അറിയത്തില്ല. ഇവിടെ 2-3 ECG എടുത്തപ്പോ എനിക്ക് ബൈപ്പാസ് സർജറി കഴിഞ്ഞിരുന്ന ദുബായിലെ ഡോക്ടർ പറഞ്ഞു. നാട്ടിൽ പോയപ്പോ സാറേ എനിക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ പക്ഷേ പ്രാർത്ഥിച്ചതോ വിടുതൽ കിട്ടിയതോ അവർ ഓർത്തില്ല. എനിക്കത് സങ്കടം വന്നു. ഞാൻ പറഞ്ഞു, അപ്പൊ ഞാൻ സാറിനോട് സാറ് പ്രാർത്ഥിച്ചപ്പോ ദൈവം സൗഖ്യമാക്കിയല്ലേ എന്ന് പറഞ്ഞപ്പോൾ മൈൻഡ് ചെയ്തില്ല. എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. ഞാൻ ഓടിച്ചെന്ന റൂമിൽ ഇങ്ങനെ കണ്ടു, കർത്താവിനെ സുഖമാക്കി, എന്നിട്ട് അത് വിശ്വസിച്ചില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ പൊട്ടിക്കാൻ ദിവസം ഞാൻ ഓർക്കുന്നു. അന്ന് എന്റെ ദൈവം ആ നിമിഷം എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഒരു വ്യക്തി ഒരു ഓടിയ ഒരു ശബ്ദം എന്റെ ചെവി ഇങ്ങനെ കേട്ടു. അത് അവന്റെ വിശ്വാസത്തിന് വേണ്ടിയിട്ടല്ല, നിന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനത്രേ ഞാൻ അവരെ സുഖമാക്കിയത് എന്നെ ദൈവം എന്നോട് പറയുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞു, കർത്താവേ എന്റെ ദൈവമാണ് അവരോട് സംസാരിച്ചത്. അപ്പൊ ദൈവം പറഞ്ഞു, അതെ ഞാൻ തന്നെയാണ് സംസാരിച്ചത്. അവനെ കണ്ടിട്ടല്ല, അവന്റെ വിശ്വാസം കണ്ടിട്ട്, നിന്റെ വിശ്വാസത്തെ ഞാൻ വർദ്ധിപ്പിച്ചതാ. നീ എന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു, ഞാൻ അവന് സൗഖ്യം കൊടുത്തു, അത് നിന്റെ വിശ്വാസത്തിനെ വർദ്ധിപ്പിച്ചതാന്ന് പറഞ്ഞു.
ഞാൻ ഓടി, എന്റെ സങ്കടമൊക്കെ അങ്ങ് മാറി. ഞാൻ പെട്ടെന്ന് കണ്ണുനീരൊക്കെ തുടച്ചിട്ട് ഓടി വരെ ദൈവത്തെ അവിടെ നിന്ന് മഹത്വപ്പെടുത്തി. കർത്താവ് എന്റെ ദൈവം എത്ര നല്ല ഈ സാധുവായ ഒന്നും അറിയാത്ത എന്റെ ഒരു വാക്കേ ഞാൻ പറഞ്ഞുള്ളൂ, യേശുവേ ഈ സഹോദരനെ വിടുവിക്കണമേ. എന്റെ കർത്താവ് ആ മനുഷ്യനെ വിടുവിച്ചു. വർഷങ്ങൾ അവിടെ ജോലി ചെയ്യാൻ ആ ദൈവം, പക്ഷെ അവര് ദൈവത്തെ അറിഞ്ഞില്ല. പക്ഷെ എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എന്റെ കർത്താവ് എനിക്ക് അവിടെ തരുവാനിടയായി തീർന്നു. അന്ന് ഞാൻ ഒന്ന് അറിഞ്ഞു എന്റെ ദൈവം എത്ര വിശ്വസ്തനാണെന്ന് അറിയാൻ കഴിഞ്ഞു. അന്ന് എന്റെ മക്കള്, എന്റെ അമ്മയ്ക്ക് ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് എന്റെ മക്കളെ ഓർഫനേജിലാണ് വിട്ടത്. പത്തനംതിട്ട എന്ന സ്ഥലത്ത് കോന്നിയിൽ ഒരു ഓർഫനേജിലാണ് എന്റെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും വളർന്നത്. അവിടെ അവർ സന്തോഷത്തോടെ നിൽക്കുവാനിടയായി. കുറച്ച് കുഞ്ഞു എന്റെ ഇളയ മകൻ ഭയങ്കര സങ്കടമായിരുന്നു. കുഞ്ഞു മോനാണ്, അവന് അമ്മ വിട്ട മാറുന്ന ശീലമില്ല. എങ്കിലും ദുഃഖത്തിലും സന്തോഷത്തിലും ഒക്കെ അവിടെ നിന്നു. അങ്ങനെ ദുബായിന്റെ മൂത്ത മോന് 10ാം ക്ലാസ് ആയപ്പോൾ എനിക്ക് തിരിച്ച് ക്യാൻസൽ ചെയ്ത് നാട്ടിൽ വരേണ്ടി വന്നു. കാരണം പിന്നെ അവന് പേരന്റ് ആവശ്യമാണ്, അഡ്മിഷനും കാര്യങ്ങളൊക്കെ. അങ്ങനെ നാട്ടിൽ വന്നു. നാട്ടിൽ വരുന്നതിന് മുന്നേ ഞാൻ ദൈവത്തോട് പറഞ്ഞ, കർത്താവേ ഈ ജോലി ഉപേക്ഷിച്ച് പോയാൽ ഞാൻ നാട്ടിൽ പോയി എങ്ങനെ ജീവിക്കും? കാരണം ഒരു സേവിങ്സ് ഇല്ല. അവിടെ ശമ്പളം കിട്ടുന്നു, വീട്ടിലെ കാര്യങ്ങൾ കഴിച്ചു കൊടുക്കുന്നു, ഒരു സേവിങ്സ് ഇല്ല, ബാങ്കിൽ ഒരു സേവിങ്സും ഇല്ല. എങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ച. ഞാൻ ഒരു ബാഗൊക്കെ തൂക്കി അലഞ്ഞു നടക്കുന്നതായിട്ടൊരു കാഴ്ചയാണ് ദൈവം കാണിച്ചു തന്നത്. അപ്പോ ഞാൻ പെട്ടെന്ന് ഓർത്തു, എന്താണ് ഇങ്ങനെ ഒരു കാഴ്ച? ഞാൻ ഓരോ വാതിലുകളായിട്ട് അലഞ്ഞു നടക്കുന്ന ഒരു ദർശനം ദൈവം തന്നു. അപ്പൊ ഞാൻ എന്റെ ഹൃദയത്തിൽ സംഭരിച്ചു വെച്ചിട്ട് ഞാൻ ആരോടും പറഞ്ഞില്ല, പ്രാർത്ഥിക്കാനും പറഞ്ഞില്ല. അപ്പൊ ഞാൻ കർത്താവ്, ഞാൻ നാട്ടിൽ പോയാൽ ഏത് ചർച്ചിൽ പോകണം എന്നെനിക്കറിയില്ല. കാരണം എനിക്ക് അമ്മയ്ക്ക് മുട്ടിനൊക്കെ പ്രശ്നമുള്ളത് കൊണ്ട് ഉള്ളൂർ വരെ പോകാൻ നമുക്ക് 25 കിലോമീറ്റർ ഉണ്ട്, 3 ബസ് കയറണം. അപ്പൊ ആ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഏത് ചർച്ചിൽ പോകും എന്നൊക്കെ ഇങ്ങനെ ഓർത്തിരുന്നപ്പോൾ ഞാൻ ഇന്ന് ആയിരിക്കുന്ന സഭ ഒരു അനുഗ്രഹീതമായ ഒരു സഭയാണ്. IPC കമ്പനി ബുക്ക്, നമ്മുടെ ദേവദാസൻ എന്ന് പറയുന്നത് ബൈജു ബാലകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ സഭ ദൈവം എനിക്ക് കാണിച്ചു തരുവാനിടയായി തീർന്നു. പക്ഷെ എനിക്ക് ഒരു കാര്യമായിട്ട് എടുത്തില്ല. അങ്ങനെ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നിട്ട് എനിക്ക് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് പിന്നെ ജീവിക്കാനുള്ള കാര്യങ്ങൾ വളരെ ബന്ധപ്പാടായി. ഞാൻ എന്ത് ചെയ്തു? ജോലിക്കായിട്ട് ഞാൻ ഇങ്ങനെ ഓരോ വാതിലുകൾ കൂട്ടാൻ തുടങ്ങി. അങ്ങനെ ഒരാളൊരു ജോലിക്ക് അവിടെ പോകാം, കിംസ് ഹോസ്പിറ്റലിൽ പോയപ്പോ അവിടെ വാക്കൻസി ഇല്ല, ഒരുപാട് ഹോസ്പിറ്റലിൽ പോയിട്ട് വാക്കൻസി ഇല്ല, അങ്ങനെ കയ്യിൽ പൈസ ഇല്ല. അങ്ങനെ ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ ഇങ്ങനെ ഓർക്കുന്നു, കിംസ് എന്ന ഹോസ്പിറ്റലിന്റെ ബാക്ക് സൈഡിൽ കുറെ പാറക്കെട്ടുകളുണ്ട്, അവിടെ ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് ഞാനിങ്ങനെ സ്വർഗത്തേക്ക് നോക്കി ഇങ്ങനെ കരയുവാനിടയായി തീർന്നു. കർത്താവേ, കയ്യിൽ കാശില്ല, കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട്, ഇനി എന്ത് ചെയ്യും? അപ്പോൾ ദൈവം എനിക്ക് ആ ദർശനം കാണിച്ചു. ഇതാണ് ഞാൻ നിന്നെ കാണിച്ചത്, ബാഗുമായി ഞാൻ അലഞ്ഞു നടക്കുന്ന അനുഭവം. ഞാൻ കർത്താവ് അലയുവാനല്ലോ എന്റെ ദൈവം എന്നെ വിളിച്ചത്, എന്റെ ദൈവം വിശ്വസ്തനല്ലേ. പക്ഷെ ദൈവത്തോട് ചോദ്യമൊന്നും ചോദിച്ചില്ല, ദൈവം തരുന്നത് എന്താണോ ആ ദൈവം, അതിൽ ഞാൻ ഓക്കെയാണ് എന്ന് പറഞ്ഞ് ഞാൻ ഭവനത്തിലേക്ക് മടങ്ങി വന്നു. മടങ്ങി വന്നിട്ട് പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഹോട്ടലിൽ ജോലിക്ക് പോകാനിടയായി തീർന്നു. അവിടെ പാത്രം കഴുകാൻ, മീൻ വെട്ടാനൊക്കെ പോകാനിടയായി തീർന്നു. അതൊക്കെ അമ്മയ്ക്ക് വെച്ച് വലിയ വിഷമമായിരുന്നു. ഒത്തിരി പഠിച്ചിട്ടും ആ ജോലിക്കാണ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അതിൽ ഹോം നേഴ്സായിട്ട് പോയി, ഒരു അമ്മൂമ്മയെ നോക്കാൻ പോയി. അവിടെ കുറച്ച് നാൾ നിൽക്കാൻ പറ്റുള്ളൂ, കാരണം അമ്മൂമ്മ മരണപ്പെട്ടു പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ പലവിധമായ ജോലികൾ ചെയ്ത്, ഹെൽമറ്റും കടയിൽ പോയി, അങ്ങനെ പലവിധമായ ജോലികൾ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോയി. പക്ഷേ എന്റെ വിശ്വാസത്തെ ഞാൻ തളർന്നു പോയില്ല. ഒരു ദിവസം ആ ഒരു ഹെൽമറ്റ് വിൽക്കുന്ന കടയിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കാൻ തുടങ്ങി. കാരണം ഒന്ന് സങ്കടം പറയാൻ, ഒന്ന് നമ്മുടെ ഭാരം വരുമ്പോൾ ഒന്ന് നമുക്ക് തുറന്നു പറയാൻ ആരുമില്ല എന്നുള്ളൊരു അനുഭവം വന്നപ്പോൾ ഞാൻ അവിടെ ഒറ്റ ആ സ്ഥാപനത്തിലിരുന്ന് ഞാൻ ഇങ്ങനെ കരയുവാനിടയായിരുന്നു. യേശുപ്പാ, എനിക്ക് വേഗാന്തത ഈ ഒറ്റപ്പെടൽ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, ഞാൻ ഇതൊക്കെ എങ്ങനെ ഓവർകം ചെയ്യും എന്ന് ഓർത്ത് ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നപ്പോൾ ദൈവം എനിക്ക് ഗാനം എന്റെ ഹൃദയത്തിൽ തന്നു. കൃപയാൽ 10ഓളം ഗാനങ്ങൾ എഴുതുവാൻ എന്റെ ദൈവം എന്നെ സഹായിച്ചു. അതൊരു 4 വരി പാട്ട് എനിക്ക് പാടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് പാടാൻ ഇങ്ങനെ ദൈവം തന്ന വരികൾ ഇങ്ങനെയാണ്. കരഞ്ഞുകൊണ്ട് കണ്ണുനീരി ഒഴുകുന്നത് എനിക്കറിയാം. അപ്പൊ ദൈവം ഇങ്ങനെ പറഞ്ഞു എന്നോട്, ഈ പാട്ടാ തന്നത്, എൻ ജീവനാളെല്ലാം നിന്നെ സ്തുതിക്കും ഞാൻ എന്നാളും എന്നാളുമേ. ഈ മോക്ഷയാത്രയിൽ എന്നെ നടത്തുന്ന ഒരുവൻ നീ മാത്രമേ. എന്നേശുവേ, എന്നേശുവേ, നീ മാത്രമെന്നാശ്രയം. ഒറ്റയ്ക്കിരുന്നു കരയുമ്പോൾ എന്നാഥൻ എന്നോട് ചൊല്ലിടുന്നു,
ഒറ്റയ്ക്കിരുന്നു കരയുമ്പോൾ എന്നാഥൻ എന്നോട് ചൊല്ലിടുന്നു, കുഞ്ഞേ കരയേണ്ട, ഞാനുണ്ടു നിന്നോടൊപ്പം നടന്നിടുവാൻ. കുഞ്ഞേ കരയേണ്ട, ഞാനുണ്ട് നിന്നോടൊപ്പം നടന്നിടുവാൻ. എന്നേശുവേ, എന്നേശുവേ, നീ മാത്രം എന്നാശ്രയം. മരുഭൂപ്രയാണത്തിൽ നീ ചെയ്ത നന്മകൾ ഓർത്തു ഞാൻ സ്തുതി പാടുന്നു. മരുഭൂപ്രയാണത്തിൽ നീ ചെയ്ത നന്മകൾ ഓർത്തു ഞാൻ സ്തുതി പാടുന്നു. പുറകിൽ അനേകർ വീണുപോയെന്നാലും പതറാതെ നിർത്തേണമേ. പുറകിൽ അനേകർ വീണുപോയെന്നാലും പതറാതെ നിർത്തേണമേ. എന്നേശുവേ, എന്നേശുവേ, നീ മാത്രം എന്നാശ്രയം. ആമേൻ. ഒരുപാട് വരികളുണ്ട്. ഞാൻ അത്രയും വരികൾ പാടുന്നത് ഒരുപാട് ഗാനം, ഒരു 10ഓളം ഗാനങ്ങൾ എന്റെ അനുഭവത്തിലൂടെ എനിക്ക് രചിക്കുവാൻ എന്റെ കർത്താവ് എനിക്ക് കൃപ തന്നു. ആ പാട്ടുകളൊക്കെയും പാട്ടുകളൊക്കെ എന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. കാരണം ഞാൻ ഇപ്പോഴും വണ്ടി ഓടിച്ചു പോകുമ്പോൾ ആ പാട്ടുകളൊക്കെ എന്നെ ഒരുപാട് വിലപ്പെടുത്താറുണ്ട്. അങ്ങനെ ആ കടയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തോട്ട് ഒരു മാറ്റം ദൈവം തന്നത്. ഈ ജോലി പ്രവേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പഠിക്കുമെന്ന് ഭയങ്കര ദാഹമാണ്. വചനം എനിക്ക് പിന്നെ പഠിക്കാനൊരു ദാഹമായിരുന്നു. എങ്ങനെയെങ്കിലും വചനം പഠിക്കണം. കാരണം ദൈവത്തെ വിശ്വസിക്കുക മാത്രമല്ല, എന്റെ അപ്പം എനിക്ക് രുചിച്ചറിയണം. കാരണം അനേകർ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന്റെ അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് അനുഭവിച്ച അനുഭവങ്ങൾ എനിക്കൊന്ന് അനുഭവിക്കാൻ കഴിഞ്ഞാൽ ദൈവത്തെ ഒന്ന് കെട്ടിപ്പിടിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ദൈവത്തോട് പറയും, യേശുപ്പ ഞാൻ അപ്പന്റെ പൊന്നുമോളാണ്, എനിക്ക് വണ്ടി ഓടിക്കുമ്പോൾ കർത്താവിന്റെ പൊന്നുമോള, എന്റെ യേശുവിന്റെ കൂടെ ഉണ്ടല്ലേ, എന്റെ കർത്താവിന്റെ പൊന്നുമോള, ചെല്ല മോളകളെ കർത്താവിനോട് പറയുമ്പോൾ ഭയങ്കര ദൈവ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അപ്പോ ഞാൻ ഇങ്ങനെ ജോലി വർക്ക് ചെയ്യുന്നപ്പോൾ തന്നെ എനിക്ക് പഠിക്കാനുള്ള ആഗ്രഹമുണ്ട്. ബൈബിൾ കോളേജിൽ CTH പഠിക്കുവാനുള്ള അവസരം കിട്ടി. അത് പഠിക്കുവാൻ ഇടയായി തീർന്നു. അത് കഴിഞ്ഞ് ദൈവം എനിക്ക് BTH പഠിക്കുവാനുള്ള ദൈവം കൃപ തന്നു. അതും പഠിക്കുവാൻ എനിക്ക് ദൈവം കൃപ തന്നു. അതും പഠിച്ചു. അങ്ങനെ ചെയ്തപ്പോൾ വീണ്ടും എനിക്ക് പഠിക്കാനുള്ള ആഗ്രഹം വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ നാളിൽ MD ഗ്രാജുവേഷൻ എടുക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം എനിക്ക് കൃപ തന്നു. ഇപ്പോൾ ഞാൻ MTH ജോയിൻ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. കൃപയാൽ എന്റെ നമ്മുടെ ചർച്ചയിലെ പാസ്റ്ററിന്റെ വചനത്തോട് വലിയ ദാഹവും സുവിശേഷത്തോട് ഭയങ്കര ദാഹമുള്ള ആളാണ്. അദ്ദേഹം ഇപ്പോൾ ലണ്ടനിലായിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ മഞ്ജുഷ സിസ്റ്ററെ, തിങ്കളാഴ്ച ദിവസം ഒരു ബൈബിൾ സ്റ്റഡി സിസ്റ്റർക്ക് ചെയ്തൂടെ? അങ്ങനെ ആ ഒരു ബൈബിൾ സ്റ്റഡി ക്ലാസ് എടുക്കാൻ എന്റെ ദൈവം ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്നു. ഇത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ദൈവം ദർശനങ്ങളിൽ നിന്ന് ഓർക്കുന്നു. അപ്പോൾ എന്റെ വീട് വളരെ ശോചനീയ അവസ്ഥയാണ്. ഈ കാരണം ഇവിടെ ഇരിക്കുമ്പോൾ വളരെ ബന്ധപ്പെട്ടാണ് ഈ ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ചെയ്തത്. കാരണം എന്റെ വീട് വല്ലാത്ത ശോചനീയ അവസ്ഥയാണ്. കാരണം എന്റെ കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അവരെ മൂത്തവൻ നല്ല പഠിക്കും, ഇളയമോന് കൃപയാൽ. ഇളയമോനും പഠിക്കാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. പക്ഷേ 10ാം ക്ലാസ് ജയിക്കുമെന്ന് പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല. മോഡൽ എക്സാമിന് വളരെ മാർക്ക് അവന് കുറവായിരുന്നു. അന്ന് ഞാൻ അവനോട് ദൈവത്തോട് കർത്താവ്, മോഡൽ എക്സാമിന് ഇത്രയേ ഉള്ളൂ മാർക്ക്, എങ്ങനെ പബ്ലിക് എക്സാം ജയിക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തോട് കരയുവാനായി തീർന്നു. പക്ഷെ അവൻ ഞാൻ പോലും അറിയാതെ ബൈബിൾ ഇങ്ങനെ എഴുതി വെച്ചു, കർത്താവ് എനിക്ക് 5 A+ തരണമെന്ന് അവൻ എഴുതി ബൈബിളിൽ വെച്ച്. ഞാൻ പോലും അറിഞ്ഞില്ല. റിസൾട്ട് വന്നപ്പോൾ അവന്റെ രജിസ്ട്രേഷൻ നമ്പർ എനിക്ക് തന്നിട്ടില്ല. നോക്കി തോറ്റാൽ സങ്കടം വരുമല്ലോ. ഞാൻ ചോദിച്ചു, മക്കളെ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞു, മക്കളെ തോറ്റാലും കുഴപ്പമില്ല, അവനെ വിഷമിപ്പിക്കരുത്, കാരണം അവന് പഠിക്കാൻ ബുദ്ധിയുണ്ട്, കുഴപ്പമില്ലാണ്, മക്കളെ തോറ്റാലും കുഴപ്പമില്ല, നമുക്ക് കുഴപ്പമില്ല, ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. എന്ന് മാർക്ക് ലിസ്റ്റ് വന്നപ്പോൾ അവ കണ്ണുനീർ കണ്ടു പുറത്തു തള്ളി നെഞ്ചിൽ കൈവച്ച് കട്ടിലോട്ട് മറഞ്ഞു വീഴാൻ കണ്ടു. എന്താണ് നീ തോറ്റെങ്കിൽ കുഴപ്പമില്ല, സങ്കടപ്പെടണ്ട എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞപ്പോ ഇല്ല, എനിക്ക് 6 A+ കിട്ടി. കാരണം ഏറ്റവും കൂടുതൽ മാർക്ക് കുറഞ്ഞത്
മാത്സിനാണ്, അതിന് B+ കിട്ടാനിടയായിരുന്നു. ഞാൻ ഇത് എങ്ങനെ സംഭവിച്ചു? അന്ന് ഞാൻ പറഞ്ഞു, കണ്ട നിന്റെ വിശ്വാസമാണ് ദൈവം നിന്നെ കൊണ്ടുവന്നത്. 5A+ ആഗ്രഹിച്ചു, 6A+ ദൈവം കൊടുത്തു. അങ്ങനെ എന്റെ മോനിൽ നിന്ന് സ്വപ്നം കാണും പോലെ അവിടെ നിന്ന് ഡിഗ്രി ഫൈനൽ ഇയറിന് SM കോളേജിൽ പഠിച്ചുകൊണ്ട് ഗവൺമെന്റ് മെറിറ്റിൽ തന്നെ അവന് കിട്ടുവാനിടയായി തീർന്നു. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായില്ല. കാരണം എന്റെ ഒരു വരുമാനം, അച്ഛൻ ഹോട്ടലിന്റെ ജോലിക്കാണ് വർക്ക് ചെയ്യുന്നത്. അമ്മ 3 വർഷത്തിന് മുമ്പ് ക്യാൻസർ ബാധിച്ച് മരിക്കുവാനിടയായി തീർന്നു. വളരെ കഷ്ടതകളുടെ നാളുകളായിരുന്നു. കാരണം കൊളസ്ട്രോൾ ബാഗ് കേട്ട് മലവും മൂത്രവും എല്ലാം പുറത്തെടുത്ത് പോകുന്ന അനുഭവമായിരുന്നു. അത് എനിക്ക് സങ്കടം വരും. കാരണം ഒത്തിരി നമ്മൾ കഷ്ടപ്പെട്ടെങ്കിലും ഒന്നിൽ പതറിപ്പോകാനായിട്ട് ദൈവം അനുവദിച്ചില്ല. കാരണം ഒരുപാട് പേര് പറഞ്ഞു, വിശ്വാസത്തിൽ വന്നിട്ട് എന്ത് പറ്റി ഇങ്ങനെയൊക്കെയെന്ന്. ഞാൻ ദൈവത്തിന്റെ ഹിതമെന്തോ അതേ നടക്കൂ. ദൈവം നമ്മളെ ഒരു പരീക്ഷ അനുവദിച്ചാൽ ദൈവം പരിഹാരവും ദൈവം ആശ്വാസം ദൈവം തന്നു. മഹത്വപ്പെടുത്തുന്നു. അമ്മയൊക്കെ രക്ഷിക്കപ്പെട്ടതല്ലേ? അച്ഛനും അമ്മ രക്ഷിക്കപ്പെട്ടു, അവസാനപ്പെട്ടു. എന്റെ അച്ഛന്റെ സാക്ഷ്യം പറയുകയാണെങ്കിൽ, ഞാനും അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അച്ഛൻ എടുത്തിട്ട് ശിവശിവ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. അച്ഛനോട് ഭയങ്കരമായിട്ട് നമ്മളോട് പോരാടി. എന്നാൽ കൃപയാൽ എന്റെ അച്ഛൻ ഒരു ദിവസം അച്ഛൻ രക്ഷിക്കപ്പെടും ഒരിക്കലും വിചാരിച്ച അച്ഛൻ ഒരു വലിയ തികഞ്ഞ മദ്യപാനിയായിരുന്നു. മക്കളെ ഭാര്യയൊക്കെ പൊന്നുപോലെ നോക്കും. പക്ഷേ അച്ഛന് മദ്യപാനം ഒഴിവാക്കാൻ പറ്റത്തില്ല. നമ്മളെ ഉപദ്രവിക്കുവാൻ ഒന്നുമില്ല, സ്നേഹത്തോടെ തന്നെയാണ് എല്ലാവരും നോക്കുക. പക്ഷേ മദ്യപാനം അച്ഛന് ഒഴിവാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ നമ്മൾ അമ്മയൊക്കെ പ്രാർത്ഥിക്കാം. അവർക്ക് അത് പ്രാർത്ഥിക്കാന്ന് അറിയില്ല. അവർ യേശുവേ മനുഷ്യന് മാനസാന്തരം കൊടുക്കണമേ എന്നിങ്ങനെ പ്രാർത്ഥികൾ ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മയുടെ വിശ്വാസം അനുസരിച്ച് അമ്മ പ്രാർത്ഥിച്ചു. ഒരു നമ്മുടെ ചർച്ചയിൽ ഒരിക്കലും 21 സ്വഭാവ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്ന ദിവസം അച്ഛന് ഒരു 5ാമത്തെ 7ാമത്തെ ദിവസം അച്ഛന് ഒരു ഹാർട്ടിന് ഒരു അറ്റാക്ക് വന്നു. അങ്ങനെ അച്ഛൻ വെള്ളനാട് ഹോസ്പിറ്റലിൽ അച്ഛൻ വെള്ളനാട് CHC കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടറിന് എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അച്ഛൻ വിശ്വാസത്തിലല്ല, ഹിന്ദു ആയതുകൊണ്ടാണ് അച്ഛൻ നിൽക്കുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, 5 സഹോദരനാണ് ഇത് വീട്ടിലുണ്ട്. ഞാൻ പറഞ്ഞു, അന്ന് കൊണ്ടുപോകാൻ പറ്റും, നാളെ പാസ്റ്ററോട് പ്രാർത്ഥിച്ചു കൊണ്ടുപോകാം. അന്ന് അച്ഛൻ ബലം പിടിച്ചില്ല. അച്ഛന് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് അച്ഛൻ നിർബന്ധിച്ച് അവളെ പള്ളിയിൽ കൊണ്ടുപോയി. പാസ്റ്റർ പറഞ്ഞു, അപ്പച്ചാ ധൈര്യമായിട്ട് പോകും, ഒരു കുഴപ്പവും വരില്ല, ഇന്ന് എന്റെ വീട്ടിൽ പള്ളിയിൽ ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛന് വിശ്വാസമൊന്നുമില്ല. ഞാനത് ഏറ്റെടുത്തു. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി 2 പ്രാവശ്യം AC എടുത്തു. 2 പ്രാവശ്യം ഡ്രോപ്പ് ടെസ്റ്റ് ചെയ്തു. പക്ഷെ അതെല്ലാം നെഗറ്റീവ് ആയിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, അറ്റാക്കായിരുന്നു, പിന്നെ എന്ത് പറ്റി? ഇപ്പൊ വേരിയേഷൻ കാണില്ല. വെള്ളനാടുത്തപ്പോ നല്ല വേരിയേഷൻ, എന്ത് പറ്റി, എന്തൊക്കെ സംഭവിച്ചു ഡോക്ടർ ചോദിച്ചു. അന്ന് എന്റെ അച്ഛൻ മാനസാന്തരപ്പെട്ടു. കാരണം അന്ന് എന്റെ ദൈവം അച്ഛനെ തൊടാൻ വേണ്ടിയാണ് ഒരു അറ്റാക്ക് ദൈവം കൊടുത്തത്. ഇന്ന് കൃപയാൽ ഇന്ന് 5 വർഷമാകും അച്ഛൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇന്നേ വരെ മദ്യം കൈകൊണ്ടെടുത്തിട്ടില്ല. ഇന്നേ വരെ പുകവലി അച്ഛൻ ചെയ്തിട്ടില്ല. അച്ഛൻ യഥാർത്ഥത്തിൽ അച്ഛനെ രൂപാന്തരപ്പെടുത്തി, മാനസാന്തരപ്പെടുത്തി. നമ്മൾ കുടുംബമായി പള്ളിയിൽ പോകാൻ ദൈവം കൃപ തന്നു. ഇതെല്ലാം ദൈവത്തിന്റെ. അന്ന് എനിക്ക് ദൈവം സ്നാനക്കുളത്തിൽ വെച്ചത് വാഗ്ദത്തമാണ്. നിന്റെ അപ്പനും അമ്മയും വിടിവിക്കപ്പെട്ടില്ലേ? അതിന് സത്യത്തെ അറിഞ്ഞില്ലേ? അതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. ഭൂമിയിൽ കഷ്ടമുണ്ട്, അത് വചനം പറയുന്നു, ഭൂമിയിൽ കഷ്ടമുണ്ട്, പക്ഷേ അവിടെ നിൽക്കുന്നതാണ് ദൈവത്തിന്റെ കൃപ എന്നുള്ളത്. അങ്ങനെ അമ്മയ്ക്ക് ക്യാൻസർ ബാധിക്കാനിടയായി. അമ്മയ്ക്ക് കോളം ക്യാൻസർ ആയിരുന്നു. അങ്ങനെ വളരെ 3ാമത്തെ സ്റ്റേജ് ആയപ്പോഴാണ് അറിയുവാനിടയായി നടന്നത്. അങ്ങനെ വളരെ കഷ്ടത്തിൽ വന്നു, വളരെ വേദന അനുഭവിച്ചു. പക്ഷെ ഒരിക്കൽ പോലും പ്രിയ ആന്റി, ഒരിക്കൽ പോലും അമ്മ ദൈവത്തെ തള്ളി പറയുന്നത് ഞാൻ കേട്ടില്ല. വേദന അനുഭവിക്കുകയും അമ്മയ്ക്ക് നല്ല വണ്ണമുണ്ട്. ചുമയ്ക്കുമ്പോ ഈ കൊളസ്ട്രോൾ ബാഗിൽ നിന്ന് പുറത്ത് ചാടും. പുറത്ത് ചാടി ഞാൻ ഈ കൈകളെടുത്താണ് ആ കുടലിനകത്തോട്ട് വെക്കുന്നത്. കാരണം അത്രയും നമ്മൾ കഷ്ടം അനുഭവിച്ചു ആ സമയത്ത്. ചുമയ്ക്കുമ്പോൾ പുറത്ത് ചാടും, വീണ്ടും ബ്ലീഡിങ് ആവും, വീണ്ടും കാഷ്വാലിറ്റി കൊണ്ടുപോകും. അവരതിന് വീട്ടിൽ ഇറക്കി അകത്ത് വെച്ച് റിങ്ങിടും. വീണ്ടും അമ്മ കീമോ കൊടുക്കുമ്പോൾ അമ്മയ്ക്ക് ഛർദ്ദി വരും. വീണ്ടും ഛർദ്ദി കാരണം ഈ ചുമയ്ക്കുകയും ഛർദ്ദിക്കുകയും ചെയ്യുമ്പോൾ വയറ് കുലുങ്ങി കോളൻ പുറത്ത് വരും. അങ്ങനെ 3-4 വട്ടം സർജറി ചെയ്ത് ICUലൊക്കെ ആയി. അമ്മയ്ക്ക് സർജറി ചെയ്യാൻ പറ്റില്ല. കാരണം അമ്മയ്ക്ക് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ മരിക്കുന്നതിന്റെ തലേദിവസം ഞാൻ ഓർക്കുന്നു, അമ്മയുടെ കാലിൽ സെല്ലുലൈറ്റിസ് അടിച്ചു. കാലിന്റെ പാദം മുതൽ മുട്ട് വരെ സെല്ലുലൈറ്റിസ് ആയി. മൊത്തത്തിൽ ഫുള്ള് റെഡിഷ് കളറായി. കാലിൽ നീര് പൊട്ടി ഇങ്ങനെ ഒഴിവാൻ തുടങ്ങി. അമ്മ കിടക്കുന്ന ബെഡ് മൊത്തം നനഞ്ഞ്
ഒരിടത്തൂടെ ഈ മോഷൻ പുറത്തു പോകും, ഒരിടത്തൂടെ മലയോരത്തിൽ വേനസിൽ കൂടെ അത്രയും ചളിയും പുറത്തു ഭയങ്കര സ്മെല്ലുമായിരുന്നു. കാലിൽ കൂടെ നീര് പൊട്ടി ഒഴുകാൻ തുടങ്ങി. ഞാൻ അന്ന് രാത്രി കാലിൽ കൈവച്ച് പറഞ്ഞു, എല്ലാ കണ്ണുനീരിനും നാഥ നന്ദി, നിന്റെ മുഖം കാണുവാനത് നിമിത്തമായി. എല്ലാ വേദനകൾക്കും കർത്താവേ നന്ദി. യേശുപ്പ, നിന്റെ സ്നേഹം ഒരിക്കൽ കൂടി അനുഭവിച്ചറിയുവാൻ ഇടയായി തീർന്നു. ഒരിക്കൽ പോലും അമ്മ യേശുവേ സ്തോത്രം സ്തോത്രം എന്നല്ലാതെ എന്തിന് ദൈവം ഈ കഷ്ടം എനിക്ക് തന്നു എന്ന് അമ്മ പറഞ്ഞിട്ടില്ല. ഒരിക്കലും എന്റെ അച്ഛനും പറഞ്ഞില്ല. ഒരിക്കൽ പോലും നമ്മൾ ആരും പറഞ്ഞില്ല. ഞാൻ എന്റെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ അന്നാണ് അനുവദിച്ചതെങ്കിൽ നീ പോക്കും അങ്ങ് നൽകും. അങ്ങനെ ഒരുപാട് കഷ്ടത്തിലൂടെ അമ്മ കടന്നുപോയി. അമ്മ നിത്യതയിൽ ചെയ്യുവാൻ ഇടയായി. അമ്മ മരിക്കുന്നവരെയും എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. അമ്മ മരിച്ചപ്പോ എനിക്കൊരു കൂട്ടുണ്ടല്ലോ, എനിക്കൊരു സങ്കടമായ അമ്മ ഉണ്ടായിരുന്നു. പക്ഷെ അമ്മ പെട്ടെന്ന് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഞാൻ തികച്ചും വീണ്ടും ആ ഡിപ്രഷനിലേക്ക് കടന്നു പോകാനായി തീർന്നു. പിന്നെ പെട്ടെന്ന് പരിഭൂമി അകപ്പെട്ട അനുഭവമായി തീർന്നു. അങ്ങനെ അമ്മ മരിച്ച 3-ാം നാൾ ഒരുപാട് കരഞ്ഞു. കാരണം ദൈവം ഒരു ദർശനം കാണിച്ചു തന്നു. എന്റെ അമ്മ ദൈവസന്നിധിയിൽ നിൽക്കുന്നതായും ദൈവത്തിന്റെ തേജസ് അനുഭവിക്കുന്നതായും ദൈവം ദർശനം കാണിക്കാനായി തീർന്നു. അമ്മ മരിക്കുന്നതിന്റെ തലേ ദിവസം അമ്മ മരണപ്പെടുന്ന ദർശനം ദൈവം എനിക്ക് തന്നു. ഒരു വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് അമ്മ കടത്തിയിരിക്കുന്നതായിട്ട് ദൈവം എനിക്ക് കാണിച്ചു തന്നു. ഇതൊക്കെ ദൈവം ബലപ്പെടുത്തിയതാണ് ഞാൻ ഓർക്കുന്നു. അമ്മ മരിച്ചു കഴിഞ്ഞ് വേദന ഒരുപാട് വന്നപ്പോൾ എന്റെ ജീവിതത്തിൽ സഹിക്കാൻ കഴിയാത്ത അനുഭവമായി തീർന്നു. അങ്ങനെ വീണ്ടും പഴയ ഒരു മനസ്സിന്റെ വിഷാദത്തിലേക്ക് കടന്നുപോയി. ഈ കഴിഞ്ഞ ദിവസം ഒരു 2 ആഴ്ചയുള്ളൂ എന്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഞാൻ അപ്പോൾ ചിന്തിച്ചു, യേശുപ്പാ, ഇത്രയും വചനം എനിക്ക് അറിഞ്ഞിട്ടും, ഇത്രയും ഞാൻ പഠിപ്പിക്കുക ദൈവം എന്നെ നിർത്തിയിട്ടും, ഇത്രയും ഞാൻ എന്റെ മനസ്സിൽ അനുഭവിക്കുന്നെങ്കിൽ, ഇത്രയും ഒരു വചനമില്ലാത്ത ഒരാൾ എത്ര നഷ്ടപ്പെട്ടു പോയേനെ, ഒരു ആത്മഹത്യ ചെയ്തേനെ. പക്ഷെ ഞാൻ അപ്പനോട് പറഞ്ഞില്ല, കർത്താവേ, എന്റെ കർത്താവ് എന്നെ നശിപ്പിക്കുന്ന ദൈവമല്ല, എന്റെ ദൈവം എന്നെ രക്ഷിപ്പിക്കുന്ന ദൈവമല്ല. ഞാൻ അവിടെ ഈ വാക്യം വായിച്ചോട്ടെ, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു, അവിടുന്ന് തന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഉത്തരമരുളുകയും ചെയ്യും. 2 ആഴ്ചയ്ക്ക് മുന്നേ രാവിലെ 5 മണിക്ക് എനിക്ക് 7 മണിക്ക് രാവിലെ ഡ്യൂട്ടിക്ക് കയറണം. 5 മണി തൊട്ട് 5:30 മണി വരെ ഞാൻ ദൈവസന്നിധി നിലവിളിച്ച് കാരണം എന്റെ മനസ്സിന് കയ്യിൽ കിട്ടുന്നില്ല. എന്റെ അച്ഛനൊന്നും അറിയത്തില്ല, ആരോടും ഈ വിഷയം ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. ഞാൻ എന്റെ മൂത്ത മകനോട് പറഞ്ഞു, മക്കളെ, അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിൽ പ്രശ്നം വരുന്നുണ്ട്, അത് കുറച്ചൊക്കെ അറിയാം. അപ്പൊ അവൻ പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യും, ഒന്ന് പുറത്തോട്ട് പോയി ആഹാരമൊക്കെ കഴിക്കും, പുറത്തോട്ടൊക്കെ പോവുക, അപ്പോഴത്തേക്കും ചേഞ്ച് ആവും. ഇളയവനോട് ഷെയർ ചെയ്തു. പക്ഷെ എനിക്ക് ആരോട് ഷെയർ ചെയ്തിട്ടും ഒരു സമാധാനമില്ല, പെട്ടെന്നൊരു സങ്കടം, ഒരു ഒറ്റപ്പെട്ട അനുഭവം. പക്ഷെ 2 ആഴ്ചയ്ക്ക് മുന്നേ ദൈവസന്നിധി ഞാനൊരു നിലവിളിച്ചു. ഞാൻ എന്റെ ദൈവത്തോട് ഉച്ചത്തിൽ നിലവിളിച്ചു, കർത്താവേ, എന്റെ ദൈവം എന്നെ കൈവിടുന്ന ദൈവമല്ല, കരയുമ്പോഴുള്ള അമ്മയായി, ഭാരപ്പെടുമ്പോഴുള്ള അപ്പനായി, പ്രാർത്ഥിക്കുമ്പോൾ നല്ലൊരു ദൈവമായി, കർത്താവ് നല്ലൊരു ഗുരുവായി എന്നോട് കൂടെയുള്ള ആ ദൈവം എന്നെ കൈവിടുന്ന ദൈവമല്ല എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. എന്റെ ദൈവം ഒരിക്കൽ പോലും ആ ഒരു ഭാരിച്ച വേദന എന്റെ ഹൃദയത്തിൽ പിന്നെ കടന്നു വന്നില്ല. പലപ്പോഴും വേദന പലർക്കെല്ലാം എന്നോട് ഷെയർ ചെയ്യാൻ കഴിയത്തില്ല, നമ്മൾ ഒറ്റപ്പെട്ട അനുഭവത്തിൽ കഴിയത്തില്ല. പക്ഷേ നമുക്ക് എല്ലാം പറയാനൊരു നല്ല കർത്താവുണ്ട്, നല്ലൊരു നാഥനുണ്ട്. സമാധാനമില്ലാത്ത സമയത്ത് എനിക്കറിയാതെ ഒന്ന് മുട്ടുമടക്കിയാൽ എന്റെ ആ സമാധാനത്തിന്റെ അസമാധാനപ്പെടുത്തുന്ന വിഷയത്തിന്റെ ഉത്തരം തരും. ഒന്ന് മുട്ടുമടക്കിയാൽ മതി. ഒന്ന് ദൈവത്തോട് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം കിട്ടണമെന്നില്ല. നമ്മൾ ആ വണ്ടി പോകുമ്പോഴേക്കും ഞാൻ പ്രാർത്ഥിക്കുന്നത്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ ആത്മാവിൽ നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൂടെ ഒന്ന് കൊളീഗ്സുകൾ പറയും, ചേച്ചി എന്തോ നീ പൊങ്ങുന്നത്? ഞാൻ പറയാം, നിങ്ങൾക്ക് അറിയത്തില്ല, ഞാൻ എന്റെ ദൈവത്തോട് സംസാരിക്കുന്നതാ. ഞാൻ ചിലപ്പോ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്റെ അന്യഭാഷയെ ദൈവം നിറയ്ക്കാറുണ്ട്. ഞാൻ അവിടെ ഇങ്ങനെ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചിങ്ങനെ വർക്ക് ചെയ്യും. അപ്പോഴൊക്കെ ദൈവം എന്നെ ഇങ്ങനെ നിറയ്ക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, എന്റെ ഭവനത്തിന്റെ അവസ്ഥ ശോചനീയമാണ്. എന്റെ കുഞ്ഞുങ്ങളെ കൈ താങ്ങാൻ ആരുമില്ല, അവരെ സഹായിക്കാൻ ആരുമില്ല. അച്ഛൻ ജോലിക്ക് പോയാൽ 10-500 രൂപ കിട്ടും, അത് വീട്ടിൽ അത്യാവശ്യ കാര്യങ്ങൾ നടക്കും. അല്ലെങ്കിൽ എന്റെ വരുമാനം വളരെ കുറവാണ്, അത് വെച്ചൊരു വലിയൊരു ഭവനമോ കുഞ്ഞുങ്ങൾക്ക് ജോലിയോ നേടിക്കൊടുക്കാൻ കഴിയില്ല. ഞാൻ അവിടെയും ദൈവത്തോട് അവരുടെ സഹായമൊന്നും ചോദിച്ചില്ല. ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, യേശുപ്പാ, എന്റെ കുഞ്ഞിന്റെ വഴി ദൈവം തുറന്നു തരണമേ, തുറന്നു തരണമേ. ദൈവത്തോട് മുട്ടുമേന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കൃപയാൽ ദൈവം അതിനുള്ള വഴി ഒരുക്കി തന്നു. ആരും ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന ആരുടെ കണ്ടത് ഹൃദയത്തിൽ തോന്നിയിട്ടല്ല, ആരുടെ ചെവി കേട്ടിട്ടുമല്ല. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് ഓർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും മതിവരില്ല. എന്റെ കുഞ്ഞിന് വേണ്ടി വഴി ദൈവം തുറന്നു തന്നു. ഇന്ന് എന്റെ പൈതൽ മസ്കറ്റിന്റെ ദേശത്തായിരിക്കുന്നെങ്കിൽ നമ്മൾ ആരെയും എടുക്കല്ല, പ്രാർത്ഥനയും കണ്ണുനീരും കാണുന്ന ദൈവമുണ്ട്.
ഞാൻ പറയട്ടെ, ദൈവമക്കളെ, ആരെങ്കിലും ഈ വേദനയിലൂടെ കടന്നു പോകുന്നെങ്കിൽ ആരെന്നെ സഹായിക്കും, ആരെന്റെ കുഞ്ഞുങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യും, ആരെന്റെ മനസ്സിലെ പ്രയാസത്തെ മാറ്റും, ആര് എനിക്ക് തുണ നിൽക്കും എന്ന് ഓർത്ത് ആരെങ്കിലും കരയുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മൾ ഓർക്കുക, നമ്മളെ സ്നേഹിപ്പാൻ ചാരത്ത് നമ്മുടെ കർത്താവുണ്ട്. നമ്മളെ കർത്താവിനോട് മാത്രം നമ്മൾ സങ്കടത്തെ പറഞ്ഞാൽ ദൈവം നമ്മളെ ഉപേക്ഷിച്ചു പോകുന്ന ദൈവമല്ല. ദൈവം ഒരിക്കലും നമ്മളെ വഴിയിൽ വിട്ടുകളയാൻ അനാഥരായി വിടുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം കരം പിടിച്ചാൽ അന്ത്യത്തോളം പിടിക്കും. നമ്മൾ വിശ്വസ്തരായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ആ ദൈവ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ആ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ നിന്നാൽ ദൈവം നമ്മളെ മാറോട് ചേർക്കുന്ന ദൈവമാണ്. ആ അനുഭവങ്ങളിലൂടെയാണ് എന്റെ ജീവിതം കടന്നുപോയത്. ഇന്ന് നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഭാരങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. പക്ഷേ എന്നാൽ സമാധാനിപ്പാൻ ഒരു സന്നിധി, ദൈവസന്നിധി ഉണ്ട്. ഇന്ന് ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഞാൻ ഇത്രയും സന്തോഷിക്കുന്നെങ്കിൽ, ഒരു മദ്യപാനിയായ എന്റെ അച്ഛൻ ഇത്രയും സന്തോഷിക്കുന്നെങ്കിൽ, എന്റെ കുഞ്ഞുങ്ങൾ അനാഥരായിട്ടുള്ള സമയത്ത് നിന്ന് അവർ ഇത്രയും സന്തോഷിക്കുന്നെങ്കിൽ, അതിന് കാരണം ഒരു വ്യക്തിയല്ല, ദൈവമാണ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അനേകർ കാണും. പക്ഷേ ആ ദൈവം നമ്മളെ കണ്ടതുകൊണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്യാതെ എന്റെ മക്കൾക്ക് ഒരു അമ്മയായി മുമ്പിൽ നിൽക്കുന്നത്. ഇന്ന് ഓരോ ആത്മഹത്യ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ പറയും, എന്തിനാ ചിന്തിക്കുന്നത് ഓർക്കാറുണ്ട്. കാരണം ഞാൻ പണ്ട് ചിന്തിച്ച് ഞാനൊന്ന് മറന്നു പോകുന്നു. കാരണം എന്താ, ഞാൻ ദൈവിക സന്തോഷത്തിൽ അകപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അങ്ങനെ ചിന്തിക്കുന്നത്. ഒറ്റപ്പെടുന്ന സഹോദരിമാരുണ്ടെങ്കിൽ, വേദനിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ, ചെറുപ്രായത്തിലെ വിധവയായ ഞാൻ, ഇത്രയും എനിക്കിപ്പോ വയസ്സ് 40s ഞാൻ ആയിരിക്കുന്നത്. പക്ഷേ ഇന്ന് എന്റെ ജീവിതത്തിൽ എനിക്ക് സമാധാനം തരുന്നൊരു ദൈവമാണ്. ഏതൊരു കാര്യവും പ്ലാറ്റ്ഫോം ഒഴിഞ്ഞപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ദൈവഹിതമെങ്കിലേ എനിക്കൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനിടയാകും. ഒത്തിരി പ്രതികൂല അതിനൊന്നും വൈഫൈ ഓഫായി, എന്റെ നെറ്റ് കട്ടായി, എന്റെ ഡേറ്റ ഓക്കെ ആവുന്നില്ല, കറണ്ട് പോയി, ഭയങ്കര പ്രശ്നമാണ്. ഞാൻ വിചാരിച്ചു സമയമാകുമ്പോൾ എല്ലാം ഓക്കെ ആവും. അപ്പൊ എന്റെ വൈഫൈ ഓണായി, കറണ്ട് വന്നില്ല, എല്ലാത്തിനും പ്രതികൂലം സപ്പോർട്ടുണ്ട്. പക്ഷേ ദൈവത്തെ ഉയർത്താൻ ദൈവം നമ്മളെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ ഇരുന്നാലും ദൈവം നമ്മളെ ഉപയോഗിക്കുക തന്നെ ചെയ്യും. ഈ ചാനലുകൾ ആരെങ്കിലും ഇത് കേട്ട് ആരുടെ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, പ്രിയ മക്കളെ, നിങ്ങൾ യേശുവിന്റെ കരുത്തിലേക്ക് വരിക. ദൈവത്തിന്റെ ഹൃദയത്തെ തുറക്കുക. ഹൃദയത്തിന്റെ വാതിലുകൾ യേശുപ്പച്ചനായി തുറന്നു കൊടുക്കുക. ദൈവം അവിടെ കടന്നു വന്നാൽ അവിടെ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നിത്യജീവനുമുണ്ട്. ഇന്ന് നമുക്കവിടെ നഷ്ടപ്പെട്ടത് നമുക്ക് സ്വർഗത്തിൽ നമുക്ക് നേടുവാൻ കഴിയും. യോബ് കഷ്ടപ്പെട്ടെങ്കിൽ ദൈവം ഇരട്ടിയായി മടക്കി കൊടുത്തു. ഇന്ന് നമ്മൾ കഷ്ടപ്പെട്ടെങ്കിൽ ദൈവം നമ്മളെ ഇവിടെ മാനിക്കാതെ ദൈവം നമ്മൾ വിടുകയില്ല. നിന്ദിക്കപ്പെട്ടിട്ട് ദൈവം നമ്മളെ മാനിക്കും. ഇനി ഞാൻ പറയട്ടെ, എന്റെ ഭർത്താവ് മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷേ ഭർത്താവ് പോയി, ഇന്ന് യാതന സ്ഥലത്തായിരിക്കും. പക്ഷേ ഇന്ന് ഞാൻ ജീവനോടെ ഇരിക്കുന്നത് ദൈവം എന്നെ കണ്ടതുകൊണ്ടാണ്. എന്റെ എത്രയോ കുഞ്ഞുങ്ങൾ കഞ്ചാവിനും മദ്യത്തിനും മോശമായിട്ട് കാര്യങ്ങൾക്ക് ഓരോ തലമുറകളും നടക്കുന്നത് കാണുന്നില്ലേ? എന്തായാലും അനുഗ്രഹിക്കപ്പെട്ട മക്കളെ ദൈവം തന്നു. അവരിന്ന് നല്ല നിലകളിൽ നാളെ അവരായിത്തീരും. ഞാനത് ദൈവത്തിൽ വിശ്വസിക്കുന്നു. അമ്മ കഷ്ടപ്പെട്ട് അല്പം ഭാരപ്പെട്ടുവെങ്കിൽ ഇന്ന് നിത്യത്തിൽ ദൈവസന്നിധി ഉണ്ട്. എന്റെ അച്ഛനെ ദൈവകൃപയാൽ വിശ്വാസത്താൽ ജീവിക്കുന്നു. അപ്പോൾ ഓർക്കുക, നമ്മുടെ ജീവിതം ദൈവത്തിന് വേണ്ടി ഒരുക്കുക. സുവിശേഷത്തിന്റെ വിത്തുകൾ പാകപ്പെടുവാൻ തക്കവണ്ണം മുൻമഴയായി സുവിശേഷത്തിന്റെ വിത്തുകൾ വീഴുമ്പോൾ പിൻമഴയ്ക്കായി നമ്മൾ ആഗ്രഹിക്കുക. ദൈവം നമ്മളെ ഉയർത്തും, മാനിക്കും, ദൈവം നടത്തും. അവസരം ഒരുക്കി തന്ന ഈ ചാനലിനും പ്രിയ ആന്റിക്കും ഇതിന് മുഖാന്തരമായി പ്രിയപ്പെട്ടവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട്, എനിക്ക് അവസരം ആന്റിക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രഭു സാക്ഷ്യത്തിൽ നിന്നും ഇടവാകട്ടെ. ആമേൻ. ആമേൻ, 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 ആമേൻ. മഞ്ജുഷ ഒരുപാട് സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി. ഒറ്റപ്പെടല് പലപ്പോഴും മനുഷ്യനെ തകർത്ത് കളയുന്നതാണല്ലോ ഒറ്റപ്പെടല്. നമ്മൾ ഒറ്റപ്പെട്ട് പലപ്പോഴും വിധവയായിട്ട് ലോകത്തില് നമുക്കാരുമില്ലാതെ ചെറുപ്രായത്തിലൊക്കെ ആയിരിക്കുമ്പോൾ സമൂഹത്തിൽ നിന്ന് ഒരുപാട് വല്ലാത്ത അനുഭവങ്ങൾ, നിലനിൽപ്പാൻ കഴിയാത്ത അനുഭവങ്ങൾ, തകർത്ത് കളയുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ കർത്താവ് അവിടെല്ലാം താങ്ങി, കർത്താവ് കണ്ടിരുന്നു. തൻ്റെ മകളെ ഒരു ദുഷ്ടനും തൊടാതെ വണ്ണം കർത്താവ് പരിപാലിച്ചു. ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ പ്രയോജനമുള്ള ഒരു പാത്രമാക്കി കർത്താവ് തിരഞ്ഞെടുത്തു. ഇന്ന് മഞ്ജുഷ സ്കൂളില് എന്തോ 10 വരെ പഠിച്ചോ അതോ 12 വരെ പഠിച്ചോ? ഡിപ്ലോമ MLT അത്രയും പഠിച്ചു. പക്ഷെ ആത്മീകമായിട്ട് ബൈബിൾ കോളേജിൽ ഒരുപാട് ദൈവത്തിന്റെ വചനം പഠിക്കുവാന് പ്രിയ സഹോദരിയെ കർത്താവ് ഉപയോഗിച്ചു. എങ്ങനെയെന്ന് ചോദിച്ചാല്
മാനുഷിക രീതിയിൽ നോക്കിയാൽ അതൊക്കെ ഒരു അസാധ്യമായ കാര്യമാണ്. PTH എടുക്കുക, പിന്നെ MD എടുക്കുക, പിന്നെ MGH എടുക്കുക, അതിനൊക്കെ വലിയ ഒരു 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 നമുക്ക് ചിന്തിച്ചാൽ പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. പക്ഷേ കർത്താവ് കൊണ്ടെത്തിച്ചു. ദൈവം വലിയവനാണ്. ദൈവത്തിന്റെ ഓരോ പ്രവൃത്തിയും, ദൈവം ഏത് മനുഷ്യനെയും ദൈവത്തിന്റെ പ്രവർത്തിക്കുവാൻ കഴിയുമെന്നുള്ളതിന്റെ ഒരു തെളിവാണ് പ്രിയ മഞ്ജുഷെ കർത്താവ് ഇത്രത്തോളം കൊണ്ടുവന്നത്. ഞാൻ അനേകർക്ക് പ്രിയ സഹോദരി ഒരു ആശ്വാസമായി തീരട്ടെ. കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ, അനേകർക്ക് വെളിച്ചമാകുന്ന ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാൻ കർത്താവ് ദേവദാസിയെ സഹായിക്കട്ടെ. ഞങ്ങളോടൊപ്പമായിരുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവ് സഹായിക്കട്ടെ. God bless you, sister. നമുക്ക് ഒന്ന് പ്രാർത്ഥിച്ചാട്ട് നമ്മുടെ പ്രിയ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. നല്ല കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ നല്ല അവസരത്തിനായി, നല്ല സമയത്തിനായി ദൈവമേ ഒരിക്കൽ കൂടി നന്ദി പറയുന്ന കർത്താവേ. അപ്പൊ ഈ ചാനൽ അനേകർക്ക് കർത്താവ് വിടുതലായി തീരുവാൻ, അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ, അനേകരുടെ വേദനയിലും ഭാരത്തിനും പ്രയാസത്തിനും കഴിയുമെങ്കിൽ ഈ ചാനലിലൂടെ സംരക്ഷണം ചെയ്യുന്ന ഈ ടെസ്റ്റിമണികൾ, അവരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ കർത്താവെ കേൾക്കുന്നവർക്ക് ഒരു അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ സ്വർഗ്ഗം ഇനിയും സഹായിക്കണമേ കർത്താവേ. ഈ ചാനലിനെ കർത്താവെ ദൈവം അനുഗ്രഹിക്കണമേ. അത് പ്രവർത്തിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കണമേ. ഇരട്ടി പ്രതിഫലം ദൈവം കൊടുക്കണമേ കർത്താവെ. അപ്പൊ ദൈവനാമത്തിന് വേണ്ടി ചെയ്യുന്നതെല്ലാം കർത്താവെ ഒരു നിക്ഷേപമായി സ്വർഗ്ഗത്തിൽ നിക്ഷേപിക്കപ്പെടുമല്ലോ കർത്താവെ. യേശുപ്പാ, എന്റെ നാമത്തിൽ, കർത്താവിന്റെ നാമത്തിൽ തണ്ണീർ കൊടുത്താലും അതിന് പ്രതിഫലം ഉണ്ടെന്ന് പറയുന്ന കർത്താവ്, ഇവിടെ കർത്താവ് ചെയ്യുന്ന ഓരോ വേലയ്ക്കും കർത്താവ് വിവിധതരമായ മേഖലകളായിരിക്കാം, പക്ഷേ ഓരോ വേലയ്ക്കും പ്രതിഫലം കൊടുക്കുന്ന ദൈവം കർത്താവെ. ഇത് കേൾക്കുന്നവർക്കും ഇതിന് ഭാഗവാക്കായവർക്കും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും ആന്റിക്കും കുടുംബത്തിനും അവരുടെ തലമുറകൾക്കും കർത്താവ് ഒരു അനുഗ്രഹമായി തീരുവാൻ സ്വർഗ്ഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചെന്റെ അപ്പന്റെ തിരുകരത്തിൽ ഏൽപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കരുണയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ സ്വർഗീയ പൊന്നുപിതാവാം ദൈവമേ.